പ്രിമ മെസ്സേജ് കാണുന്നുണ്ട്. അവൾ എന്നിട്ട് പറയുന്നുണ്ട്, എന്താണ്, എനിക്ക് അമ്മേൻ്റെ ഓർമ്മകളാണ് എൻ്റെ മനസ്സിൽ മൊത്തം, എനിക്ക് അമ്മയെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ പേണാണെന്നുണ്ടെങ്കിൽ അവനറിയാം ഒരു കോൺവെർസേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അവൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവനിങ്ങനെ മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രിമ പറയുന്നുണ്ട്, എന്താണോ, എൻ്റെ അമ്മ ഒരിക്കലും ആർട്ടിൻ്റെ അമ്മേനെ പോലെ അത്ര സ്ട്രോങ് അല്ല, അമ്മയ്ക്ക് എന്തായാലും ഞാൻ കൂടെ ഉണ്ടെങ്കിലാണ് അമ്മ അത്രയും സ്ട്രോങ് ആയിട്ടിരിക്കുള്ളൂ എന്നൊക്കെ എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പ്രിമ പേണിങ്ങനെ മെസ്സേജ് അയക്കുന്ന കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ പേൺ പറയുന്നുണ്ട്, എനിക്കിങ്ങനെ മെസ്സേജ് ടൈപ്പൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ പ്രിമ ചിരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ പ്രിമ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ പേൺ അവിടെ എത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രിമ പറയാണ്, ഞാനൊരു ഡിസിഷൻ എടുത്തു, അതായത് എന്താണ്, ഞാൻ വെനസ്ഡേ പോകാമെന്നാണ് തീരുമാനിച്ചത്, പക്ഷേ എനിക്ക് ഫ്രൈഡേ തന്നെ പോകണം, നെക്സ്റ്റ് ഡേ തന്നെ എനിക്ക് പോകണമെന്നുണ്ട്, എൻ്റെ അമ്മ ഒറ്റയ്ക്കാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും നമ്മുടെ പേൺ പറയും, നീ എന്തെങ്കിലും പെട്ടെന്നൊരു ഡെസിഷൻ എടുത്ത്, നമ്മൾ ഇപ്പോഴല്ലേ വന്നത്, ഇപ്പോൾ പെട്ടെന്ന് പോകുമെന്ന് പറയുമ്പോഴത്തേക്കും മാർട്ടിനത് ഒരുപാട് സങ്കടമാവുമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പ്രിം പറയും, അത് തന്നെയാണ് എനിക്കും സങ്കടം, മാർട്ടിനെങ്ങനെ ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പ്രിം പറയും, എനിക്ക് എന്തായാലും പോയേ പറ്റത്തുള്ളൂ പറയുമ്പോഴത്തേക്കും നമ്മുടെ പേൺ പറയും, അന്ന് ഞാനും നിൻ്റെ കൂടെ വരാം, നമ്മൾ എന്തായാലും ഒരുമിച്ചല്ലേ വന്നത്, അപ്പോൾ ഒരുമിച്ച് തന്നെ നമുക്ക് പോകുന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേക്കും നമ്മുടെ പ്രിം പറയും, വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവൻ സമ്മതിക്കില്ല കേട്ടോ. അങ്ങനെ അവർ പ്ലാൻ ചെയ്യുന്നത് കാണിക്കുന്നത്. നെക്സ്റ്റ് ഡേ നമ്മുടെ ആർട്ട് ഇവരെ വിളിക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ പ്രിം ആണെന്നുണ്ടെങ്കിൽ പേണിങ്ങനെ എനിക്ക് കുളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ച് എണീപ്പിക്കുന്ന കേട്ടോ കാണുന്നത്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കന് വല്ലാണ്ട് സങ്കടമാവും കേട്ടോ. അവൻ അവളിങ്ങനെ വിളിക്കുക മാത്രമല്ല, അവൻ്റെ കയ്യിലൊക്കെ പിടിച്ചിങ്ങനെ വലിക്കുന്നുണ്ട്, എണീക്കുന്നൊക്കെ പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ടിന് ഭയങ്കര സങ്കടമായിട്ട് അവനിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എനിക്കേ പറ്റുന്നില്ല, നീയെങ്കിലും ആയിക്കോടാ പേൺ എന്നുള്ള രീതിയിലൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അവനെന്താ ഡിസ്റ്റർബ് ചെയ്യണമെന്നുള്ള രീതിയിൽ അവനെ പുറത്ത് പോയിട്ട് അവൻ്റെ ആ വണ്ടിയൊക്കെ ഇങ്ങനെ കഴുകുക കേട്ടോ ചെയ്യണം. അപ്പോഴത്തേക്കും നമ്മുടെ പ്രിം അവിടെ വരുന്നുണ്ട്. പ്രിം പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം, ഞാൻ കഴിയത്തില്ലെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയും, വേണ്ട, നീ ഇപ്പോൾ റെസ്റ്റ് എടുക്ക്, ഞാൻ കഴിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് പറയും, അതിനിപ്പോൾ എന്താ, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ആ ക്ലോത്തൊക്കെ വാങ്ങിച്ചിട്ട് അവനെ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ ചെക്കനെ ആലോചിക്കുന്നുണ്ട്, ഇവള് പേണായിട്ടും നല്ല അടുപ്പത്തിലാണ്, അതുപോലെ ഇന്നായിട്ടും നല്ല രീതിയിലാണല്ലോ എന്നുള്ള രീതിയിൽ ഇതിനെ ആലോചിക്കുന്നുണ്ട്. പക്ഷെ അവൻ വേറൊരു രീതിയിൽ അത് കാണാതെ അവൻ അവളായിട്ട് ഭയങ്കരമായിട്ട് കമ്പനി ഫ്രണ്ട്ഷിപ്പിൽ തന്നെ കണ്ടിട്ട് ഇവനെ വണ്ടിയൊക്കെ കഴുകി അവരവിടെ ഹാപ്പിനെസ്സൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ഔട്ടിങ്ങിന് പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ പ്രിം ആർട്ടിൻ്റെ പുറകിലാണ്, ബൈക്കിലിരുന്നിട്ടാണ് പോകൽ. പക്ഷെ ഇപ്പം പേൺ ഹെൽമെറ്റ് വെച്ച് കൊടുക്കുന്നു, പേണിൻ്റെ പുറകെ പോകുന്നു, ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കന് ഒരുപാട് സങ്കടമാകുന്നുണ്ടെങ്കിലും അവനൊന്നും മൈൻഡ് ചെയ്യാത്ത രീതിയിൽ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പ്രിം പേണിൻ്റെ പുറകെ ഇരുന്ന് പോകുന്നത് കാണിക്കുന്നുണ്ട്. എന്നിട്ട് അവരെത്തുന്നത് ഒരു ബിഗ് ട്രീൻ്റെ അടുത്തായിരിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയും, ഇത് ഒരുപാട് കാലം പഴക്കമുള്ള ട്രീ ആണെന്നൊക്കെ ഇങ്ങനെ പറയും. അതേപോലെ എന്താണ്, പണ്ടുള്ളവർ പറയും, ഈ ഒരു ട്രീ 10 ആൾക്കാർ കൂടെ പിടിച്ചാലാണിത് അത്രയും ഉൾക്കൊള്ളുന്നത്, അത്രയും വലിയൊരു ട്രീ ആണ്, ഹോൾഡ് ചെയ്ത് പിടിച്ചാലും അതിൻ്റെ അത്രയും മണ്ണുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ പ്രിം ചോദിക്കും, നീ അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കന്മാർ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പ്രിം പറയും, അത് നോക്കി നമുക്ക് ടെസ്റ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ പേൺ ചോദിക്കുന്നുണ്ട്, നമ്മൾ 3 ആളല്ലേ ഉള്ളൂ, നമ്മളെങ്ങനെ റാപ്പ് ചെയ്ത് പിടിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പ്രിം പറയും, വാ ഞാൻ കാണിച്ചിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ 3 ആളും കൂടി ഇങ്ങനെ റാപ്പ് ചെയ്ത് പിടിക്കുന്ന പോലെ അറ്റത്ത് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് നിന്ന് നമ്മുടെ പേൺ പോയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അവർ ഓരോ കൗണ്ട് എണ്ണിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ടിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, ഇവർ തമ്മിലുള്ളതൊക്കെ കാണുമ്പോഴത്തേക്കും ആർട്ടിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ ആർട്ട് പറയും, നിങ്ങൾ കൗണ്ട് ചെയ്തോളൂ, ഞാൻ ഇവിടെ നിന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ മാറും കേട്ടോ. അപ്പോൾ നമ്മുടെ പേണും പ്രിമ്മും കൂടി ഇങ്ങനെ കൗണ്ട് ചെയ്ത് 10 വരെ ആവും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പേൺ പറയും, ആർട്ട് വാ നമുക്കൊന്നും കൂടി നോക്കാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയും, ഞാൻ കേട്ടു, നിങ്ങൾ കൗണ്ട് ചെയ്യുന്നത് ഞാൻ കേട്ടു, ഇനി നോക്കണ്ട എന്നുള്ള രീതിയിൽ സംസാരിക്കും കേട്ടോ. നെക്സ്റ്റ് ഇവർ പോകുന്നത് വേറൊരു സ്ഥലത്തേക്കാണ്. അവിടെ ഇങ്ങനെ പിക്ചേഴ്സൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പ്രിമ്മും നമ്മുടെ ആർട്ടിൻ്റെ ക്യാമറയിൽ പിക്ചേഴ്സൊക്കെ നോക്കുമ്പോഴത്തേക്കും, പിക്ചേഴ്സ് എടുക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ക്യാമറേൻ്റെ മുന്നിലേക്ക് നമ്മുടെ പേൺ ഒരു അവിടുത്തെ അപ്പുറത്തെ തോട്ടത്തിൽ നിന്ന് പറിച്ചുന്ന പൂക്കൾക്കായിട്ട് ഇങ്ങനെ ക്യാമറയിൽ പോസ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. ചോദിക്കുന്നത്, പ്രിം ഇതെങ്ങനെ ഉണ്ടെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രിമിനാണെങ്കിൽ ആയിട്ട് ഇഷ്ടപ്പെടും. എന്നിട്ട് നമ്മുടെ പേൺ പറയും, അവിടെ ഒരുപാട് കാണാനുണ്ട്, വാ നമുക്ക് പോയിട്ട്
ഞാൻ നിന്നെ കാണിച്ചിരുന്നുള്ള രീതിയിൽ സംസാരിക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പ്രിമ ആർട്ടിനോട് ചോദിക്കുമ്പോൾ അന്ന് നമുക്ക് ഒരുമിച്ച് പോയി കാണാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കനാണെങ്കിൽ അപ്പം തന്നെ ചങ്കൊക്കെ തളർന്നിരിക്കുകയാണ്, ഇവനിങ്ങനെ കൂടുതൽ ഇടപെടുന്ന കാണുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയും വേണ്ട നിങ്ങൾ പോയി കണ്ടിട്ട് വാ, ഞാനിവിടെ നിൽക്കാമെന്നുള്ള രീതിയിൽ പറയും കേട്ടോ. അങ്ങനെ നമ്മുടെ പ്രിമും പേണും കൂടി ഇത് കാണാൻ വേണ്ടിയിട്ട് പോകുന്നു കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അവിടെ നല്ലൊരു സൺസെറ്റൊക്കെ വരുന്ന പോലെ കാണിക്കുന്നുണ്ട്, നല്ലൊരു പ്ലേസ് കാണിക്കുന്നുണ്ട്. അതൊക്കെ നോക്കി നിൽക്കുന്ന സമയത്ത് നമ്മുടെ പ്രിമിൻ്റെ കണ്ണിൽ എന്തൊരു കരട് പോകുന്ന പോലെ കാണിക്കുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ നമ്മുടെ പേണാണെങ്കിൽ ഭയങ്കര കെയറിങ് ആണല്ലോ, അവനിങ്ങനെ വിളിച്ച് എന്നിട്ട് എന്താണ് പ്രിയം എന്ത് പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ അത് ഊതി കൊടുക്കുന്ന കേട്ടോ കാണിക്കുന്നത്. അതേസമയം നമ്മുടെ കഥാനായകൻ അവിടെ എത്തുന്നുണ്ട് ആർട്ട്. അവനെന്താ ഇത് നോക്കുമ്പോഴത്തേക്കും അവൻ ഇതും കൂടി കാണുമ്പോഴത്തേക്കും വേറെ സങ്കടമാവും. എങ്കിൽ പോലും അവൻ ഒരിക്കലും വേറൊരു രീതിയിൽ ചിന്തിക്കില്ല. കാരണം പേണിന് നമ്മുടെ ചെക്കനെ അറിയാം, കാരണം ഒരുപാട് നാളത്തെ ഫ്രണ്ട്ഷിപ്പുകളുണ്ട്. അവനൊരു രീതിയിൽ കാണിക്കത്തില്ല എന്ന് അവനറിയാം. അത് മാത്രമല്ല ഇങ്ങനൊരു രീതിയിൽ പ്രിമും നിന്ന് കൊടുക്കില്ല എന്ന് അവനറിയാം. പക്ഷേ ഇത് കാണുമ്പോഴത്തേക്കും അവന് സങ്കടം ഉണ്ട് കേട്ടോ. നമ്മുടെ പേൺ ചോദിക്കും നീ എന്താ വന്നേ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയും അല്ല നിങ്ങളെ കുറേ നേരമായിട്ട് കാണുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ വന്ന് നോക്കിയതാന്നൊക്കെ എന്നെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നെക്സ്റ്റ് കാണിക്കുന്നതെന്ന് വെച്ചാൽ അവർ ഒരു നൈറ്റ് ടൈമാണ് കാണിക്കുന്നത്. അവിടെ അവർ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രിം പറയും ഇങ്ങനൊരു ഫോട്ടോ എടുക്കുന്ന പറയുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ അതായത് പേൺ വന്നിട്ട് ഫ്രണ്ടിലേക്ക് ഇരുന്നിട്ട് പറയും എനിക്കും പ്രിമിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറയട്ടെ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കന് ഭയങ്കരമായിട്ട് എന്താ പറയുക ഫോട്ടോ എടുക്കാനൊന്നും ഒരു താല്പര്യം ഉണ്ടാവില്ല, ദേഷ്യമൊക്കെ വന്നിട്ട് നിൽക്കായിരിക്കും. ഇങ്ങനെ എടുക്കാന്നുള്ള രീതിയിൽ നമ്മുടെ പ്രിം പറയും വാങ്ങി നമുക്ക് ഒരുമിച്ച് എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ഓരോ കാഷ്വലായിട്ട് ഓരോ പോസൊക്കെ ചെയ്യാൻ കേട്ടോ. നമ്മുടെ ചെക്കനാണെങ്കിൽ ഒട്ടും ഇഷ്ടമുണ്ടാവില്ല ഇവർ ഫോട്ടോ എടുക്കാനൊന്നും. ആ ടൈമിലായിരിക്കും നമ്മുടെ പേൺ വന്നിട്ട് ഇങ്ങനെയൊന്നുമല്ല വേറെ രീതിയിൽ പോസ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രിമിൻ്റെ മുഖത്ത് കൈയൊക്കെ വെച്ചിട്ട് അങ്ങനെ പോസ് ചെയ്യാൻ കണ്ടിട്ട് പറയും ആർട്ടിനെ ഇത് ക്ലിക്ക് ചെയ്യാൻ പറയട്ടെ. അപ്പോഴത്തേക്കും ഒരു സെക്കൻഡാണെങ്കിൽ വേറെ ദേഷ്യം വന്നിട്ട് നമ്മുടെ പേണിനെ നോക്കുന്നുണ്ട്. അപ്പോൾ പേണിന് മനസ്സിലാവും ആർട്ടിന് ദേഷ്യം വന്നിട്ടുണ്ട്, ഇത് കുറച്ച് ഓവറാണെന്ന് മനസ്സിലാകുമ്പോഴത്തേക്കും നമ്മുടെ പേൺ കൈയൊക്കെ മാറ്റിയിട്ട് സാധാരണ നിൽക്കുന്നവർ എന്നിട്ട് പറയും ഇങ്ങനെ എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയുമ്പോൾ ആണെങ്കിൽ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പേൺ കാര്യങ്ങൾ അവതരിപ്പിക്കുക. അതായത് ഞങ്ങൾ നാളെ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണെന്നുള്ള രീതിയിൽ ഞാൻ പറയട്ടെ. അപ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് ചോദിക്കും വന്നിട്ട് അധികം ദിവസം ആയില്ലല്ലോ എന്താ പെട്ടെന്ന് പോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രിം പറയും അതായത് എൻ്റെ അമ്മേനെ ഒരുപാട് എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്, എനിക്ക് എന്തായാലും തിരിച്ച് പോകണം, പേണും എൻ്റെ കൂടെ വരുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഞാൻ പറയട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയും നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ നേരിട്ട് ഓപ്പണായിട്ട് പറയാത്തതെന്നുള്ള രീതിയിൽ ഞാൻ സംസാരിക്കും, നിങ്ങളോട് ഓപ്പണായിട്ട് പറഞ്ഞൂടെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ പേൺ പറയും നിനക്ക് എന്തെങ്കിലും സങ്കടമാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഓപ്പണായിട്ട് പറയാതിരുന്നതെന്നുള്ള രീതിയിൽ നമ്മുടെ പേണിങ്ങനെ പറയട്ടെ. അപ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയും നിനക്കങ്ങനെ തോന്നുന്നുണ്ടോ, നിങ്ങളെൻ്റെ ഫ്രണ്ട്സ് അല്ലേ, നിങ്ങളെന്ത് പറഞ്ഞാലും ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്ന എനിക്കറിയാലോ, ഞാൻ അങ്ങനെ ഒരു പേഴ്സണല്ല, എനിക്ക് അങ്ങനെ ഇമോഷൻസ് ഒന്നുമില്ല എന്നുള്ള രീതിയിലൊക്കെ പറയും. എന്നിട്ട് പറയും ഇനി എന്തുണ്ടെന്നുണ്ടെങ്കിലും എന്തായാലും നേരിട്ട് എന്നോട് പറഞ്ഞേക്കണം, ഇനി ഇങ്ങനെയൊന്നും ആവർത്തിക്കുന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചെക്കനാണെങ്കിൽ വേറെ സങ്കടമൊക്കെ വന്നിട്ട് അവൻ്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രിമിനൊക്കെ സങ്കടമായിട്ട് സോറി എന്നൊക്കെ പറയട്ടോ. അപ്പോൾ നമ്മുടെ ചെക്കൻ പറയാം ഓക്കെ ഇനി ഇങ്ങനെ ആവർത്തിക്കരുന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ട് തിരിച്ചവർ വീട്ടിലേക്ക് പോകുന്നത് കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് സീൻ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആർട്ട് അമ്മയോട് അവതരിപ്പിക്കുക. അതായത് അവർ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ അമ്മ ചോദിക്കും നീ പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവർ പറയുമില്ല അമ്മ ഞാൻ അമ്മേൻ്റെ കൂടെ കുറച്ച് ദിവസം നിൽക്കാൻ പോവുകയാണെന്നുള്ള രീതി പറയുമ്പോഴത്തേക്കും അമ്മ പറയും അതൊന്നും വേണ്ട, നീയും അവരുടെ കൂടെ പോകണം എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇവനൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഇവൻ ചോദിക്കുക എന്തുകൊണ്ട് അമ്മ ഇങ്ങനെ പറഞ്ഞു നോക്കുമ്പോഴത്തേക്കും അമ്മ പറയും എനിക്കറിയാം നിനക്ക് പ്രിമിനെ ഇഷ്ടമാണ്, എനിക്കറിയാമെന്ന് തന്നെ പറയും കേട്ടോ അമ്മ. അപ്പോൾ നമ്മുടെ ആർട്ടിനെ ഒരുപാട് നോട്ടൊക്കെ നോക്കുന്നുണ്ട് അമ്മ എന്തൊക്കെയാണ് പറയുന്നുള്ള രീതിയിൽ. അപ്പോൾ അമ്മ പറയും നിൻ്റെ അച്ഛനും ഇങ്ങനെ തന്നെയായിരുന്നു, എന്നോട് നേരിട്ടൊന്നും തുറന്ന് പറയില്ലായിരുന്നു, എന്തെങ്കിലുമൊക്കെ ചെയ്യുക അതെടുത്തിട്ട് വാ ഇതെടുത്തിട്ട് വാ അങ്ങനെ പറയത്തേ ഉള്ളായിരുന്നു, അതുകൊണ്ട് നേരിട്ട് അച്ഛൻ്റെ ഇഷ്ടങ്ങളൊന്നും എക്സ്പ്രസ് ചെയ്യില്ലായിരുന്നു, നീ അതുപോലെ തന്നെയാണ് എന്നുള്ള രീതിയിൽ അമ്മ പറയും കേട്ടോ. അവൻ ഒരിക്കലും ആവരുത്, നീ അവളോട് നിൻ്റെ ഇഷ്ടങ്ങളൊക്കെ തുറന്ന് പറയണം, ഇനി അഥവാ പേണിന് പ്രിമിനെ ഇഷ്ടപ്പെട്ടാലോ എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിക്കും. എനിക്കറിയാം പേണിന് പ്രിമിനോട് ചെറിയൊരു അടുപ്പുണ്ട്, അതിന് മുന്നേ തന്നെ നിൻ്റെ ഫീലിങ്സ് അവളോട് തുറന്ന് പറയണം എന്നുള്ള രീതിയിൽ തന്നെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയും ഇനി അവനെ ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും അതങ്ങനെ തന്നെ ഇരിക്കട്ടെ, പ്രിമിനെ ഇഷ്ടമാണോ എന്നൊന്നും എനിക്കറിയില്ല, എങ്കിൽ പോലും എനിക്ക് അവരെ ഫ്രണ്ട്സായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ ചെക്കനിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ.
അവൻ്റെ സങ്കടങ്ങളൊക്കെ അമ്മയോട് പറയുന്നുണ്ട്. അപ്പോൾ അമ്മ പറയും ഫ്രണ്ട്സ് ആയിരിക്കുന്നതും നല്ലത് തന്നെയാണ്, പക്ഷേ നിൻ്റെ ഫീലിങ്സും നിൻ്റെ ഇഷ്ടമൊക്കെ നീ തുറന്ന് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടാളും കൂടി ഇങ്ങനെ നമ്മുടെ ആർട്ട് എന്നാണ് അമ്മേനെ ചേർത്ത് പിടിച്ചിങ്ങനെ ഇരിക്കുന്നതായിട്ടോ കാണിക്കുന്നത്. നെക്സ്റ്റ് സീൻ വരുന്നതെന്ന് വെച്ചാൽ പേണും പ്രിമും കൂടെ തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന സീനാണ്. അപ്പോൾ നമ്മുടെ ആർട്ട് അവർ യാത്ര അയക്കാൻ നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ പേൺ വരെ കെയറിങ് കൂടെ ബാഗ് വാങ്ങിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ടിനെ ഹേർട്ട് ആണെങ്കിലും അവൻ മനസ്സിൽ തീരുമാനിച്ചു എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഒന്നും കെയർ ചെയ്യുന്നില്ല കേട്ടോ. എന്നിട്ട് അവർ പോകുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും എന്താണ് ഒരു ആണും പെണ്ണും ഒരുമിച്ച് പോകുമ്പോൾ അവരുടെ ഇടയിലൊരു റിലേഷൻഷിപ്പ് ഒന്നും കൂടി ക്ലോസ് ആവും നമുക്കറിയാം. അതേപോലെ തന്നെ ഇവരുടെ ഇടയിലും എന്താണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും വേറെ റിലേഷൻഷിപ്പ് ആണെങ്കിലും അത് ഭയങ്കരമായിട്ട് സ്ട്രോങ് ആവുന്നുണ്ട്. പണ്ടെന്ന് വെച്ചാൽ ആർട്ടും പ്രിമും കൂടെയാണ് ഒരുമിച്ച് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പേണും പ്രിമുമായി അവരെ ക്ലോസ് ആയിട്ട് പോകുന്നുണ്ട്. അതുപോലെ പേൺ പ്രിമിനെ വീട്ടിലോട്ടൊക്കെ ഡ്രോപ്പ് ചെയ്യുന്നതായിട്ടോ കാണിക്കുന്നത്. അപ്പോൾ പ്രിമിൻ്റെ അമ്മയ്ക്കാണെങ്കിൽ പേണിന് നേരത്തെ കണ്ട് പരിചയമുണ്ട്. അതായത് നമ്മുടെ ഫോണായിട്ട് ഇങ്ങനെ അടുത്തിടപഴകിയതൊക്കെ പ്രിമിൻ്റെ അമ്മ കണ്ടതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് പേടിയൊക്കെ കിട്ടുമോ ഈ ചെക്കൻ എന്താ ഇങ്ങനെയെന്നുള്ള രീതിയിൽ ഇവളായിട്ട് അറ്റാച്ച്മെൻറ്റ് എന്താണെന്നുള്ള രീതിയിൽ അമ്മ നോക്കി നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് സീൻ വരുന്നത് നമ്മുടെ ആർട്ട് പ്രിമിന് പഴയ പോലെ ഒന്ന് മെസ്സേജ് അയക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പിൽ തന്നെ മെസ്സേജ് അയക്കും നിങ്ങൾ എത്തിയെന്നുള്ള രീതിയിൽ ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കുമ്പോഴത്തേക്ക് നമ്മുടെ പേൺ തിരിച്ച് ഗ്രൂപ്പിൽ റിപ്ലൈ വരും ഞങ്ങൾ എത്തി എന്ന് പറയും. എന്നിട്ട് ഇങ്ങനെ പറയും ഞാനാണ് ഇപ്പം പിന്നെ വീട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്തെന്നൊക്കെ പറയട്ടെ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഫോൺ ഗ്രൂപ്പിലാണല്ലോ മെസ്സേജിന് ഫോൺ കാണുന്നുണ്ട്. അപ്പോൾ ഫോണൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല കേട്ടോ. എന്നിട്ട് ഫോൺ അപ്പോൾ തന്നെ നമ്മുടെ പേണിന് മെസ്സേജ് അയക്കുന്നുണ്ട്. പേൺ നീ എവിടെയാണ്, നീ തിരിച്ച് നാട്ടിലെത്തിയെന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പേൺ പറയും ഞാൻ എത്തി, അപ്പോൾ എനിക്ക് നിന്നെ കാണണം, നീ എപ്പോഴാണ് ഫ്രീ ആവുക, ഞാൻ നിനക്കൊരു സർപ്രൈസൊക്കെ ഒരുക്കിയിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പേൺ ചോദിക്കും സർപ്രൈസോ, എന്ത് സർപ്രൈസാണെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് പറയും അതൊന്നും പറയാൻ പറ്റത്തില്ല, നേരിൽ കാണുമ്പോഴത്തേക്കും പറയാമെന്നൊക്കെ എന്നെ പറയും കേട്ടോ. അങ്ങനെ അവർ തമ്മിൽ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നതാണ് കാണിക്കുന്നത്. നമ്മുടെ ഫോണിനാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും കേട്ടോ പേണിനൊട്ടും താല്പര്യമില്ലാത്ത രീതിയിലായിരിക്കും ചാറ്റിംഗ് ഒക്കെ. അതേപോലെ പേൺ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചാറ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രിമിനോടായിരിക്കും കേട്ടോ. പ്രിമിനോട് ഫുഡ് കഴിച്ചോ അങ്ങനെയുള്ള രീതിയിലൊക്കെ ചാറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് വെച്ചാൽ അവർ കുറച്ച് വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് അവർ പിന്നീട് കോളേജിൽ മീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫോണിന് വേണ്ടിയിട്ട് നമ്മുടെ കുറച്ച് സ്നാക്സ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫോണിന് ഭയങ്കര സന്തോഷമാവും കേട്ടോ. അപ്പോൾ ഫോൺ പേണിൻ്റെ നേരെ കഴിഞ്ഞിട്ട് പറയും നിൻ്റെ ഗിഫ്റ്റ് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ പേൺ പറയും ഇതന്നെ എൻ്റെ ഗിഫ്റ്റ് എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പറയും ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ്, നീ കള്ളത്തരം പറയുന്നതൊക്കെ ചോദിച്ചിട്ട് പറയുമ്പോഴത്തേക്കും നമ്മുടെ പേൺ പ്രിമിൻ്റെ തലയിലേക്ക് തടവിട്ട് പറയും നീ വാങ്ങിച്ചത് ഞാൻ വാങ്ങിക്കുന്ന പോലെയല്ല എന്നൊക്കെ എന്നെ പറയട്ടെ. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ഫോണിന് ഭയങ്കര ദേഷ്യമായിട്ടുണ്ട്, മുഖത്തത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ആർട്ടിനും ഭയങ്കര സങ്കടമാവുന്നുണ്ട് കേട്ടോ. ആർട്ടും അത് നോക്കിയിരിക്കുന്നുണ്ട്. അതിന് ശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പേണും ആർട്ടും കൂടി ഇങ്ങനെ പുറത്ത് ഡ്രിങ്ക്സ് കുടിക്കാൻ വന്നേക്കാണ്. അപ്പോൾ നമ്മൾ പേൺ പറയുന്നത് എനിക്ക് ഇതിനോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അവൻ പറയാം പറഞ്ഞോളെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പേണിങ്ങനെ ഞാനും പ്രേമും എന്നേ പറയുള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയും റിലേഷൻഷിപ്പിലാണോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പേൺ നിനക്കെങ്ങനെ മനസ്സിലായി, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയും അതെനിക്ക് മനസ്സിലായി എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് ചോദിക്കുന്നുണ്ട് നമ്മൾ റിലേഷൻഷിപ്പിലാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ പേൺ പറയും റിലേഷൻഷിപ്പിലൊന്നുമല്ല, പക്ഷേ എനിക്ക് അവളോട് ഒരു ഇഷ്ടമുണ്ട്, അതേപോലെ അവൾക്കും ഇഷ്ടമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് ചോദിക്കും ഈ കോളേജിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിട്ട് ബെസ്റ്റ് ഫ്രണ്ട്സായ ഒരാളെയാണോ എനിക്ക് ഇഷ്ടപ്പെടാൻ തോന്നിയതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയും പക്ഷേ എല്ലാവരെയും പോലെ അല്ല അവൾ വേറൊരു രീതിയാണ്, അവളുടെ ക്യാരക്ടർ നൈസാണെന്നുള്ള രീതിയിലേക്ക് ഞാൻ സംസാരിക്കട്ടെ, അവൾ ക്യൂട്ടാണെന്നൊക്കെ പറയും. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പഴയ കാര്യങ്ങളെ ആലോചിക്കായിരിക്കും, അതായത് പ്രിമിനെ കണ്ടുമുട്ടിയതും പ്രിമായിട്ട് ഫ്രണ്ട്ഷിപ്പായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുന്ന സീനൊക്കെയാണ് അവിടെ കാണിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും കൂടിയിട്ട് ഒരു ഈവനിങ് കൂടിയേക്കുന്നതാണ്. ആ ടൈമിൽ നമ്മുടെ പേൺ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഫോണും പുറകെ ഓടി വരുന്നുണ്ട് സ്നാക്സ് വാങ്ങാനായിട്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഫോൺ പറയുന്നുണ്ട് എനിക്കൊരു കാര്യം പറയണമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പേൺ ചോദിക്കുന്നുണ്ട് എന്താണ് കാര്യം, എന്താ പറയുന്നത് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫോൺ അവനെ വലിച്ചിട്ട് പോവുകയാണ്. അതായത് എനിക്ക് ഇതിനോട് ഒരു കാര്യം പറയാനുണ്ട്, ഒരു സർപ്രൈസ് ആണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ ചോദിക്കുന്നുണ്ട് സർപ്രൈസോ, എന്താ സർപ്രൈസ്, നമ്മുടെ പേണിനോട് നമ്മുടെ ഫോൺ പറയാണ് ഞാൻ മറ്റേ ആദ്യം ഉണ്ടായിരുന്ന
എക്സ് ബോയ് ഫ്രണ്ടായിട്ട് ബ്രേക്കപ്പ് ആയി. അതുകൊണ്ട് തന്നെ അവനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ നിന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനിപ്പോൾ സിംഗിളാണ്, ഞാൻ എൻ്റെ കൂടെ മിങ്കിളാവാൻ വേണ്ടിയിട്ട് റെഡിയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവളിങ്ങനെ പേണിനോട് പറയാൻ കേട്ടോ. പേൺ ആദ്യം പറയും, പക്ഷെ ഞാൻ ഒട്ടും റെഡി അല്ല എന്നുള്ള രീതിയിൽ അവനാദ്യം നെഗറ്റീവായിട്ട് പറയുമെങ്കിലും നമ്മുടെ പെങ്കൊച്ചിനെ കൺവിൻസ് ചെയ്യും. പ്ലീസ് പേൺ, ഞാൻ അവനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്, എനിക്കൊന്നും തോന്നരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ ക്ഷമയൊക്കെ ചോദിച്ചിട്ട് അവൻ്റെ കൈയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അവളിങ്ങനെ കൺവിൻസ് ചെയ്യാണ് നമ്മുടെ ചെക്കൻ. അപ്പോൾ ചെക്കൻ പറയാം ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ കുറേ കാലം പ്രേമിച്ചൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ വേറൊരു ഡ്യുവൽ ക്യാരക്ടറാണ്. ആദ്യം നമ്മുടെ ഫോണിനോട് ഇഷ്ടമാണെന്ന് പറയുന്നു, പിന്നത്തേക്ക് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പേൺ പ്രിമ്മിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് അവളെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ ആർട്ട് കോളാക്കുന്നുണ്ട്, നീ വരുന്നില്ല എന്നെ പിക്ക് ചെയ്യാൻ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പേൺ പറയില്ല, ഞാൻ പ്രിമ്മിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം, അവളെ പിക്ക് ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് വരാം, നീ ബസ് സ്റ്റോപ്പിലേക്ക് പൊയ്ക്കോ എന്നൊക്കെ എന്നെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ആർട്ടിനാണെങ്കിൽ സങ്കടം വരും, എപ്പോഴും ഇവനാണ് പിക്ക് ചെയ്യാറ്, ഇപ്പം നീ ആയില്ല എന്നുള്ള രീതിയിൽ. പക്ഷെ അവനൊന്നും മൈൻഡാക്കുന്നില്ല. നെക്സ്റ്റ് കാണിക്കുന്നത് വെച്ചാൽ ഇവർ രണ്ടാളും കൂടി ബസ് സ്റ്റോപ്പിലേക്ക് വരുന്നുണ്ട്, ബസ്സിൽ കയറുമ്പോഴത്തേക്കും നമ്മുടെ പേൺ എപ്പോഴും ആർട്ടിൻ്റെ കൂടെയാണ് ഇരിക്കലൊക്കെ. പക്ഷേ ഇപ്പോൾ അവൻ പ്രിമിൻ്റെ അടുത്ത് പോയിരിക്കുക. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ടിന് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. പിന്നെ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കോൺവെർസേഷനൊക്കെ കേൾക്കുമ്പോഴും സങ്കടമാവുന്നുണ്ടെങ്കിൽ അവൻ മൈൻഡാക്കുന്നില്ല കേട്ടോ. നെക്സ്റ്റ് കാണിക്കുന്നത് വെച്ചാൽ റോഡ് ക്രോസ് ചെയ്യാൻ നേരത്തെ നമ്മുടെ പ്രിമ്മ് രണ്ടുപേരുടെയും കൈ ഇങ്ങനെ ക്രോസ് ചെയ്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചെക്കന് മനസ്സിലാവുന്നുണ്ട് പേണിന് എങ്ങനെയാണെങ്കിലും പ്രിമ്മിന് അങ്ങനെ ഒരു ഇതില്ല എന്നുള്ള രീതിയിൽ അവൻ മനസ്സിലാക്കുന്നുണ്ട്. ആ ടൈമിൽ അവൻ്റെ ഷോൾഡറിൽ നിന്ന് ക്യാമറ ബാഗ് ഊരി പോകുമ്പോഴത്തേക്കും അവൻ പെട്ടെന്ന് കൈ ഇടിപ്പിച്ചിട്ട് അത് എടുക്കാൻ നോക്കുകയാണ്. പക്ഷെ പ്രിമ്മ് വിചാരിക്കും അത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാന്നുള്ള രീതിയിൽ പ്രിമ്മ അത് മൈൻഡാക്കാണ്ട് അവൻ്റെ കൈ ഇടിപ്പിച്ചിട്ട് നമ്മുടെ പേണിനെയും കൊണ്ട് റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കന് ഭയങ്കരമായിട്ട് ഹേർട്ടാവുന്നുണ്ട്. അവർ പോകുന്നതും അവർ സംസാരിക്കുന്നതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും കേൾക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് തന്നെ അവൻ പറയും, നിങ്ങൾ വേഗം ക്ലാസ്സിലേക്ക് പോയിക്കോ, ഞാൻ ഒന്ന് റെസ്റ്റ് എടുത്തിട്ടേക്കൊന്ന് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോകുന്നത് നോക്കിക്കൊണ്ട് നിൽക്കാണ്ട് നമ്മുടെ ചെക്കൻ. എന്നിട്ട് എന്തെങ്കിലും ഓരോന്നൊക്കെ ആലോചിക്കുന്നുണ്ട്, അവളുടെ മാറ്റം എന്നുള്ള രീതിയിൽ ഓരോന്നൊക്കെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് സീൻ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഫോണും ആർട്ടും നമ്മുടെ ചോമ്പോയും കൂടെ ഒരു പെയിൻറ്റിങ് ക്ലാസ്സിൽ ഇരിക്കാനുണ്ട്. ആ ടൈമിൽ നമ്മുടെ ചോമ്പോ പറയും, എനിക്ക് കാര്യം പറയാനുണ്ട്, അത് എന്താണെന്ന് വെച്ചാൽ പേണും പ്രിമും തമ്മിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, അവർ തമ്മിൽ റിലേഷൻഷിപ്പിലാണെന്ന് തോന്നുന്നതൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് വയ്ക്കും, അത് നിനക്കെങ്ങനെ മനസ്സിലായി? അവൾ പറയും, അവരൊരുമിച്ചാണ് ബാങ്കോക്കിൽ നിന്ന് വന്നത് എന്നൊക്കെ എന്നെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയും അതിനിപ്പോൾ എന്താ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്, അവൻ നിന്നെ കളിയാക്കുകയാണെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഫോൺ പറയുന്നുണ്ട് അതിനിപ്പോൾ എന്താ, അവർ നല്ല കപ്പിൾസ് ജോഡിയാണല്ലോ, പിന്നെ എന്താ കുഴപ്പമെന്നൊക്കെ എന്നെ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ ചോമ്പോ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ആണല്ലോ എന്നുള്ള രീതിയിൽ അവിടെ ഇരിക്കുന്നുണ്ട്. നെക്സ്റ്റ് സീൻ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പേൺ എന്നിട്ട് ആർട്ടിനോട് പറയും നമുക്ക് മൂവിക്ക് പോകാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് വയ്ക്കും മൂവി എന്താ പെട്ടെന്ന് വയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ പേൺ പറയും, എന്നെ പ്രിമ്മാണ് വിളിച്ചത്, അതാണ് ഞാൻ നിന്നെയും കൂടി വിളിച്ചത് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ആർട്ടിൻ്റെ കാര്യം മനസ്സിലാവുക തന്നെ അവൻ ഇതിൻ്റെ ഇടയിലേക്ക് പോകത്തില്ല, ഡിസ്റ്റർബ് വെക്കാൻ പോകണ്ട എന്നുള്ള രീതിയിൽ അവൻ പറയും, എനിക്ക് വർക്കിന് പോയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പൈസ കിട്ടില്ലെങ്കിൽ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ അവനിങ്ങനെ പറയും കേട്ടോ. നിങ്ങൾ പൊയ്ക്കോ എന്നിങ്ങനെ പറയും. എന്നിട്ട് പറയും, നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ടുവെക്കുമോ എന്ന് തന്നെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പേൺ പറയും, ചോമ്പോ വരുന്നില്ല, ചോമ്പോ അവളുടെ ബോയ് ഫ്രണ്ടായിട്ട് കറങ്ങാൻ പോവാണ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയുന്നത് ഈ ഫോണിനെ കൊണ്ടുവെക്കോ എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് മൂളും, നിനക്കറിയാലോ അവളുടെ സ്വഭാവം അത്ര ഇതൊന്നും അല്ല, അവളും ഞാൻ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അറിയില്ല ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയും, ഇന്ന് ഉച്ചയ്ക്ക് പ്രിമും നീയും തമ്മിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ഉണ്ടായി, ഗോസിപ്പൊക്കെ ഉണ്ടായി. ആ ടൈമിലും നമ്മുടെ ഫോൺ പറഞ്ഞത് നിങ്ങൾ തമ്മിൽ നല്ല കപ്പിൾസ് ആണെന്നൊക്കെയാണ് പറഞ്ഞത്, അവർക്കത് കുഴപ്പമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയും, നിനക്കെന്താ അങ്ങനെയൊക്കെ തോന്നുന്നത്, അവൾ ഈ ടൈമിൽ അങ്ങനെയൊക്കെ പറയുന്നുള്ള രീതിയിലൊക്കെ അവൻ സംസാരിച്ചിട്ട് അവൻ പോകാന്നുള്ള രീതിയിൽ അവൻ പോകും കേട്ടോ. നെക്സ്റ്റ് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇവരെല്ലാവരും കൂടി ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂടിയേക്കുന്നുണ്ട്. നമ്മുടെ ചോമ്പോ വരുന്നുണ്ട്, ആർട്ട് അവിടെയുണ്ട്. ആ ടൈമിൽ ഫോൺ വരുന്നുണ്ട്. ഫോൺ വന്നിട്ട് ചോദിക്കും, പ്രിമും ഫോൺ എവിടെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയും അവർ ടെറസിൻ്റെ മേളിലുണ്ടെന്ന് പറയും. അപ്പോഴത്തേക്കും നമ്മുടെ ഫോൺ അവർ കാണാണ്ട് ടെറസിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. ആ ടൈമിൽ അവിടെ കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പ്രിമ്മ് പേണിൻ്റെ ഹെയർ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടു നിൽക്കുന്നത് മാത്രമല്ല, അവിടെ കട്ടിങ് മാത്രമല്ല, അവർ തമ്മിൽ പാട്ടും
കൂത്തും അതുപോലെ വെള്ളം വെച്ച് കളിക്കുക, അങ്ങനെ ഓരോ തമാശകളെയും അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ ഫോണിന് ഭയങ്കര ദേഷ്യവും സങ്കടമൊക്കെ വരും കേട്ടോ. അപ്പോൾ അവളിങ്ങനെ ആലോചിക്കും ചോമ്പ് പറഞ്ഞ കാര്യങ്ങൾ. നേരത്തെ അവൾ ആകെ സീരിയസ് ആക്കി എടുത്തിട്ടില്ലെങ്കിൽ ഇത് കാണുമ്പോഴത്തേക്ക് അവൾക്ക് സീരിയസ് ആയിട്ടൊക്കെ തോന്നും കേട്ടോ. എന്നിട്ട് അവൾ ഒന്നും മിണ്ടാതെ തിരിച്ചിറങ്ങി പോകുന്നുണ്ട്. എന്നിട്ട് ഇവരിങ്ങനെ താഴേക്ക് വരുമ്പോഴത്തേക്ക് അവളിങ്ങനെ കയറി വരുന്ന പോലെ കാണിച്ചിട്ട് ചോദിക്കും അവളുടെ പേണിനോട്, എന്താ നീ മുടി വെട്ടിയോ എന്ന് ചോദിക്കും കേട്ടോ, അവളൊന്നും അറിയാത്ത പോലെ. അപ്പോഴത്തേക്കും നമ്മുടെ പേൺ പറയും, പ്രിമ്മാണ് എനിക്ക് വെട്ടിത്തന്നേന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഫോൺ പ്രിമിനോട് ചോദിക്കാം, എന്നാൽ നീ എനിക്കും കൂടെ ഒന്ന് വെട്ടിത്തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ പ്രിം പറയും, നിനക്ക് അതിന് പേടിയല്ലേ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ നമ്മുടെ പേൺ പറയും, എങ്കിലും നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ പോയിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വരാം, കുളിച്ചിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ പോകാൻ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫോൺ വന്നിട്ട് അവളുടെ നമ്മുടെ പേണിൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് പറയും, വേഗം കുളിച്ചിട്ട് വാ, ഇനി അവിടെ താഴെ വെയിറ്റ് ചെയ്യുന്നുള്ള രീതിയിൽ കയ്യിലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഇതൊക്കെ അവനിങ്ങനെ ആലോചിക്കുകയാണ്, ഇവൾക്ക് എന്താ പറ്റിയ, ഇവളെന്താ ഇങ്ങനത്തെ ഒരു രീതിയിൽ എന്നുള്ള രീതിയിൽ അവനൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. നെക്സ്റ്റ് നൈറ്റ് നമ്മുടെ പേൺ ഹാർട്ടിനോട് കാര്യം പറയാണ്, അതായത് ഫോണിനെ പറ്റി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അവളുടെ പെരുമാറ്റം എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് ചോദിക്കും എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പേൺ പറയും, അവൾ എൻ്റെ അടുത്തുള്ളപ്പോൾ എനിക്ക് എങ്ങനെ ആക്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല, എനിക്ക് എന്തൊക്കെയോ ഫീൽ ചെയ്യുന്നു എന്നൊക്കെ എന്നെ പറയും. അപ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയും, എനിക്ക് തോന്നിയിട്ടില്ല, അവൾക്കൊരു ഫീലിങ്സ് ഉണ്ടെന്ന് തോന്നിയിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും, പക്ഷെ നിങ്ങളുടെ മുന്നിലൊക്കെ അവൾ ഓക്കെയാണ്, പക്ഷെ അവൾ എൻ്റെ അടുത്ത് വരുമ്പോൾ വേറൊരു ഫീലിങ്സാണ് കാണിക്കുന്നത്, എനിക്ക് അവളോട് പാവം തോന്നാറുണ്ടെന്നൊക്കെ എന്നെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയും, എനിക്ക് നീ ഇഷ്ടപ്പെട്ട എല്ലാ പെൺകുട്ടികളോടും പാവം തോന്നാറുണ്ട് എന്നിങ്ങനെ പറയട്ടെ, അവളെ മാത്രമല്ല എല്ലാ പെൺകുട്ടികളും തോന്നാറുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അവൾ ചോദിക്കും, അതെന്താ നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയും, നീ ഏതെങ്കിലും ഒന്നിൽ ഉറച്ച് നിൽക്കുക, നീ എന്തിനാണ് എല്ലാവരോടും ഇഷ്ടമെന്ന് പറയും, പിന്നെ നിൻ്റെ സ്റ്റാൻഡ് മാറ്റും, നീ ഒന്നിലും ഉറച്ച് നിൽക്കാൻ പറയുമ്പോഴത്തേക്കും നമ്മുടെ പവൻ പറയും, എനിക്കത് എന്താ ഒന്നും ഉറച്ചിക്കാൻ പറ്റുന്നില്ല, എൻ്റെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി എന്നുള്ള രീതിയിൽ പറയും കേട്ടോ. അപ്പോഴത്തേക്കും അവൻ പറയും, എനിക്ക് നിന്നെ ഇങ്ങനെ പറഞ്ഞു തരാനായിട്ട് ഞാൻ നിന്നെക്കാളും ബെറ്റർ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്നെ സംസാരിക്കുന്നുണ്ട്. നെക്സ്റ്റ് കാണിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ഇവർ സീനിയേഴ്സ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ജൂനിയേഴ്സിനെ ഇങ്ങനെ റാഗ് ചെയ്യുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. പണ്ട് ഇവരെ റാഗ് ചെയ്തതൊക്കെ ഇവർ ഓർക്കുന്നുണ്ട് കേട്ടോ. എന്താണ് അങ്ങനെ ഓരോന്നൊക്കെ കാണിക്കുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ പ്രിം പറയും, ഇങ്ങനെ റാഗ് ചെയ്തൊക്കെ ഭയങ്കര മോശമാണ്, എനിക്ക് തൊട്ടും ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ ആരെയും സങ്കടപ്പെടുത്തുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ എന്താണ് ഫോണിനും അതുപോലെ തന്നെ പേണിനും നൈസായിട്ടൊന്ന് കൊള്ളു കേട്ടോ. അവർ രണ്ടാരും ഒരേ എക്സ്പ്രഷനൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. നെക്സ്റ്റ് കാണിക്കുന്നത് വെച്ചാൽ ഇവർ സീനിയേഴ്സ് ജൂനിയേഴ്സിനെയും കൊണ്ടിട്ട് ട്രിപ്പ് വന്നേക്കാണ്. പണ്ട് ഇവരെ കൊണ്ടുവന്ന പോലെ ഇവർ അവരെയും കൂടി ട്രിപ്പ് വന്നേക്കാണ്. ആ ടൈമിൽ നമ്മുടെ ആർട്ട് ഗിറ്റാർ വായിക്കുന്നുണ്ട്, അതുപോലെ നമ്മുടെ ഫോൺ അവിടെ ഇരിക്കുന്നുണ്ട്, എല്ലാവരും തന്നെ ഉണ്ട്. പ്രിമ്മാണ് സോങ്ങൊക്കെ പാടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പേണാണെന്നുണ്ടെങ്കിൽ പ്രിം പാടുന്ന പാട്ടൊക്കെ ആസ്വദിച്ചിരിക്കുന്നത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ ഫോണിന് ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് തന്നെ ഫോൺ അവിടെ നിന്ന് എണീറ്റ് മാറിപ്പോവുകയാണ്. ആ ടൈമിൽ അവിടത്തേക്ക് നമ്മുടെ പേൺ വരുന്നുണ്ട്. പേൺ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവൾ പറയും, എനിക്ക് നീ പ്രിമിൻ്റെ കൂടെ ഇരിക്കുന്നത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് മാറിയതെന്നൊക്കെ എന്നെ പറയും. എന്നിട്ട് അവളിങ്ങനെ ഓരോ സെൻറ്റി അടിക്കണം, അതായത് ഞാൻ ഒട്ടും പ്രിമിനെ പോലെ പ്രറ്റിയല്ല, അതുപോലെ ഞാൻ ബ്യൂട്ടിഫുൾ അല്ല, അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് മാറിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ ഓരോ സെൻറ്റിമെൻ്റലായിട്ട് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ പേണിന് സങ്കടമായിട്ട് പേൺ പറയും, അത് നിനക്ക് തോന്നിയതാണ്, നീയാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ എന്നൊക്കെ എന്നെ പറഞ്ഞിട്ട് അവളിങ്ങനെ സമാധാനിപ്പിക്കും കേട്ടോ. എന്നിട്ട് ആ ടൈമിൽ നമ്മുടെ പെങ്കുച്ച് ചോദിക്കുന്നുണ്ട്, നിനക്ക് പ്രിമിനെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പേൺ പറയും, ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അവൻ കുറേ നേരം ആലോചിച്ചിട്ട് പറയും, എനിക്കത് അറിയില്ല, എനിക്ക് കറക്റ്റ് അറിയില്ല എന്ന് പറയും കേട്ടോ. അതൊക്കെ നമ്മുടെ പെങ്കുച്ച് എന്താണ് നിനക്ക് അറിയാത്തതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൻ പറയും, അതെനിക്കറിയില്ല, പക്ഷേ എനിക്ക് അവളോട് ചെറിയൊരു ഇഷ്ടമുണ്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കുച്ചിനാണെങ്കിൽ ഭയങ്കര സങ്കടവും വരും, ദേഷ്യവും വരുന്നുണ്ട് കേട്ടോ. എന്നാലും അവളിങ്ങനെ ചോദിക്കും, അപ്പോഴും എനിക്കൊരു ചാൻസ് ഉണ്ടല്ലേ, എനിക്ക് ഹോപ്പ് ഉണ്ടല്ലേ നിന്നില്ലെന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അവൻ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ നമ്മുടെ പെങ്കുച്ച് വന്നിട്ട് അവനെ ക്ലോസ് ചെയ്ത് പിടിച്ചിട്ട് കിസ് ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത്.
അടുത്ത സീൻ കാണിക്കുന്നത് വെച്ചാൽ അവരെല്ലാവരും പാട്ട് പാടി ഇരിക്കുന്നുണ്ട്. പ്രിമാണെന്നുണ്ടെങ്കിൽ പേണിനെ പറ്റി ആലോചിച്ചിട്ടൊക്കെയാണ് കേട്ടോ പാട്ടൊക്കെ പാടുന്നത്. അതനുസരിച്ച് താളം പിടിക്കാൻ നമ്മുടെ ആർട്ടും ഉണ്ട്. എന്താണ് നമ്മുടെ പേണും ഫോണും ആ ബീച്ച് സൈഡിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ പ്രിം ഇവരെ കാണാണ്ടാവുമ്പോഴത്തേക്കും അവരെ അന്വേഷിച്ച് വരുന്ന കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് പ്രിമിനെ കാണുമ്പോഴത്തേക്കും ഫോണാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേണിൻ്റെ കൈയൊക്കെ വിട്ടിട്ട് ഫോണിൻ്റെ അടുത്ത് നമ്മുടെ പ്രിമ്മിൻ്റെ അടുത്തേക്ക് പോകുന്ന കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ പെങ്കൊച്ച് ചോദിക്കുന്നുണ്ട്, എന്താ പ്രിം നീ ഇവിടെ എന്താ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രിം പറയും, അത് നിങ്ങളെ ഞാൻ റൂമിലൊക്കെ നോക്കി പക്ഷെ കണ്ടില്ല, അതാണ് ഞാൻ അന്വേഷിച്ച് വന്നത്, ഇത്ര നേരമായിട്ട് നിങ്ങളെ കാണാൻ സാധിച്ചില്ല, അതാ പെട്ടെന്ന് വന്നേന്നുള്ള രീതിയിൽ നമ്മുടെ പ്രിം ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഫോണാണെന്നുണ്ടെങ്കിൽ ഓരോ സബ്ജക്റ്റൊക്കെ മാറ്റിയിട്ട് ഇവിടെ വാ എനിക്ക് വിശക്കുന്നുണ്ട് നമുക്ക് പോയി കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ പോകുന്നതാണ് കാണിക്കുന്നത്. നമ്മുടെ ഫോണാണെന്നുണ്ടെങ്കിൽ നോക്കി നിൽക്കുന്നുണ്ട്, അവനൊന്നും തന്നെ ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. നെക്സ്റ്റ് സീൻ കാണിക്കുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവരൊരു ഷോപ്പിൽ പോകാൻ വേണ്ടിയിട്ട് സ്ട്രീറ്റിൽ വന്നേക്കാണ്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ പിറ്റേ ദിവസം നമ്മുടെ പ്രിമ്മ് ഫോണിന് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ ആയിട്ട് വരികയാണ്. ആ ടൈമിൽ നമ്മുടെ ഫോണിൻ്റെ കൂടെ പേണിനെയും കാണും കേട്ടോ. അപ്പോൾ ഇത്രയും ദിവസം അവൾക്കൊരു ഡൗട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ പ്രിമ്മിന് എന്തൊക്കെ ഒരു ഡൗട്ട് പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ ഓരോന്നും ചോദിച്ച് മനസ്സിലാക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഫോണാണെന്നുണ്ടെങ്കിൽ സബ്ജക്റ്റൊക്കെ മാറ്റിയിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് വെച്ചാൽ ഈ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് ജൂനിയേഴ്സിനെ കൊണ്ട് പോകുന്ന സമയമാണ് കേട്ടോ. അപ്പം നമ്മുടെ പേണാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ സീറ്റിൽ കയറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ പേണിനെ ആലോചിക്കണം 6 മണിയിൽ എൻ്റെ അടുത്ത് വന്ന് ഇരുന്നോട്ടെ എന്നുള്ള രീതിയിൽ അവൻ ഇരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ പ്രിമ്മാണ് അവൻ്റെ അടുത്ത് ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇത് കണ്ടുവരുന്ന ഫോണിനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഹേർട്ടാവും, പക്ഷെ അവളൊന്നും മൈൻഡാക്കാണ്ട് അവിടെ പോയി ഇരിക്കുന്നുണ്ട്. അതുപോലെ ആർട്ടാണെന്നുണ്ടെങ്കിൽ അവന് ഇത്രയും ദിവസം ഒരു ഡൗട്ട് മാത്രമായിരുന്നു, പക്ഷെ ഇപ്പോൾ ഒരു കൺഫേം എന്നുള്ള രീതിയിൽ അവനും അതൊന്നും മൈൻഡാക്കാണ്ട് അവനും സീറ്റിലിരിക്കുന്നുണ്ട്. നെക്സ്റ്റ് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇവരെല്ലാവരും കൂടെ വീണ്ടും അവിടെ എത്തുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇവരിങ്ങനെ പറയാണ് നമുക്ക് വീട്ടിലേക്ക് എങ്ങനെ പോകണ്ടേ, ഒരുമിച്ച് പോകാമെന്നുള്ള രീതിയിലേക്ക് സംസാരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പ്രിമ്മ ഫോണിലൂടെ അയക്കുന്നുണ്ട്, ഇത് ഞാൻ ഡ്രോപ്പ് ചെയ്യട്ടെ നോക്കുമ്പോഴത്തേക്കും ഫോൺ പറയാൻ വേണ്ട, എൻ്റെ ഡാഡി വരുന്നുണ്ട് എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും പേൺ പറയുന്നുണ്ട് അത് ഞാൻ എൻ്റെ കൂടെ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഹാർട്ട് ചോദിക്കും, നിങ്ങളെന്താ എന്നെ പറ്റിയൊന്നും ചോദിക്കാത്തത്, ഞാൻ എങ്ങനെയാണ് പോകുന്നതെന്നൊന്നും നിങ്ങൾ ചോദിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ചോമ്പ പറയും, നിനക്ക് ഹേർട്ടായെന്ന് എനിക്കറിയാം, ഞാനുണ്ട് മുത്തതിൻ്റെ കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ മൂന്നാളും കൂടി പോകാന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഫോണിനാണെന്നുണ്ടെങ്കിൽ പേൺ കൂടെ വരും എന്നുള്ളൊരു ഇതായിരുന്നു, പക്ഷേ പേൺ പ്രിമിൻ്റെ കൂടെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ചിന് ഭയങ്കര ഹേർട്ടാവുന്നുണ്ട്. നെക്സ്റ്റ് സീൻ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ പേണും പ്രിമ്മും കൂടെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. നമ്മുടെ പ്രിമ്മാണെന്നുണ്ടെങ്കിൽ പേണിൻ്റെ കയ്യിൽ ഇങ്ങനെ സ്കെച്ചൊക്കെ വെച്ചിട്ട് എന്നിട്ട് കപ്പിൾ ടാറ്റു പോലെയൊക്കെ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് ഫോട്ടോസൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അവരുടെ. അപ്പോഴത്തേക്കും നമ്മുടെ പ്രിം അവളുടെ ഫോണിനെ കൊടുത്തിട്ട് പറയും, അത് എൻ്റെ ഫോണിലും കൂടി ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് അവളുടെ ഫോണിനെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിനകത്ത് ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്നിട്ട് അവൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു ഫോട്ടോ അവളുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഫോൺ കാണുന്നുണ്ട്. ഫോൺ കാണുമ്പോഴത്തേക്കും അവൾക്ക് ഭയങ്കരമായിട്ട് സങ്കടമാവും കേട്ടോ, ദേഷ്യം വരുന്നുണ്ട്. അവളിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് സീൻ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും കൂടെ എന്ന് വെച്ചാൽ ഫോൺ ഒഴികെ ബാക്കി എല്ലാവരും കൂടെ വന്നിരിക്കണം. അതായത് ഫോണിൻ്റെ ബർത്ത്ഡേ ആണ് നെക്സ്റ്റ് ഡേ. അപ്പോൾ അവൾക്ക് സർപ്രൈസ് കൊടുക്കണം എന്നുള്ള രീതിയിൽ അവരെല്ലാവരും കൂടിയേക്കാണ്. ആ ടൈമിൽ നമ്മുടെ പേൺ വരുമ്പോഴത്തേക്കും പേണിൻ്റെ കയ്യിലുള്ള ഒരു ഡ്രോയിങ്സ് അവൻ വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പ്രിം നോട്ട് ചെയ്തിട്ട് പ്രിം ചോദിക്കും, നീ അത് കളഞ്ഞു ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പേൺ പറയുമ്പോൾ അതാകെ കുളമായി, അതുകൊണ്ട് ഞാൻ കളഞ്ഞാന്നിങ്ങനെ പറയാം. അപ്പോഴത്തേക്ക് അവൾക്ക് സങ്കടമാണെങ്കിലും അവളൊന്നും മിണ്ടില്ല കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ ചോമ്പ് ചോദിക്കും, നമ്മൾ എന്ത് സർപ്രൈസാണ് കൊടുക്കുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പേൺ പറയും, സർപ്രൈസ് ഒന്നും വേണ്ട, അതൊക്കെ അവൾ പെട്ടെന്ന് കണ്ടുപിടിക്കും, നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാമെന്നിങ്ങനെ എല്ലാവരോടും ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് ചോദിക്കും, ഓക്കെ നല്ല ഐഡിയ ആണ്, എന്ത് ഗിഫ്റ്റാണ് കൊടുക്കുകയെന്ന് തന്നെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പേൺ പറയും, അത് വേണമെങ്കിൽ നമുക്ക് അവളോട് തന്നെ ചോദിക്കാം, നമുക്ക് എന്താ ഇഷ്ടം എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പ്രിം പറയും, അതെങ്ങനെ ശരിയാവും, അവളോട് ചോദിക്കുന്നതൊന്നും ശരിയല്ല, നമുക്ക് തന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ടത് കൊടുക്കാം എന്നുള്ള രീതിയിൽ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പേൺ പറയും, അതൊക്കെ ഞാൻ നൈസായിട്ട് മനസ്സിലാക്കിക്കോളാം, അതൊക്കെ തന്നെ പറയും കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രിമ്മിന് ഇഷ്ടപ്പെടില്ല, കാരണം അവൻ ഫോണിനോട് ഇങ്ങനെ അടുപ്പം കാണിക്കുന്നത് നമ്മുടെ പ്രിമ്മിന് ഇഷ്ടമല്ല കേട്ടോ. നെക്സ്റ്റ് സീൻ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ പ്രിമ്മ് പേണ് കോളാക്കണം. അതായത് എന്താണ് നമ്മുടെ ഫോണിന് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഇവർക്ക് രണ്ടാർക്കും കൂടി ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ അവളെന്നെ വിളിച്ച് പറയണം, നീ എൻ്റെ വീട്ടിലേക്ക് വാ, നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ച് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയാം ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവർ അവർക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ കാണിക്കുന്നത്. നെക്സ്റ്റ് സീൻ എന്ന് വെച്ചാൽ നമ്മുടെ ആർട്ട് ആദ്യം തന്നെ ഫോണിൻ്റെ അടുത്ത് എത്തുന്നുണ്ട്.
അവൾക്ക് ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്യുന്നുണ്ട്. അവരങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് വിചാരിക്കും ഇവനോട് ചോദിക്കാം, പേണും പ്രിമും തമ്മിലുള്ള ബന്ധം ഇവനോട് ചോദിക്കാന്നുള്ള രീതിയിൽ നമ്മുടെ പെങ്കൊച്ച് ചോദിക്കുകയാണ്, ആർട്ട് പേൺ നിന്നോട് എല്ലാ കാര്യങ്ങളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ പറയുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയും എല്ലാ കാര്യങ്ങളൊന്നും പറയില്ല, അവനെന്ത് പറയണമെന്ന് തോന്നുന്നു അത് പറയുമെന്ന് പറയട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഫോൺ ചോദിക്കും പ്രിമിനും പേണിനിടയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അവൻ പറയും അതെനിക്കറിയില്ല എന്ന് തന്നെ പറയും കേട്ടോ. ആ ടൈമിലായിരിക്കും നമ്മുടെ ചോമ്പോ വരാം. ചോമ്പോ വന്നിട്ട് ചോദിക്കും ബാക്കിയുള്ള രണ്ടുപേരും എവിടെയെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയും അവർ രണ്ടാരും കൂടി ഒരുമിച്ചേ വരത്തുള്ളൂ എന്ന് തന്നെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് പറയും, ചോമ്പ പറയുന്നുണ്ട്, ഓ ഇവരെപ്പോഴും ഒരുമിച്ചാണല്ലോ വരുന്നത്, ഇവർ തമ്മിൽ ഡേറ്റിങ്ങിലാണോ എന്നുള്ള രീതിയിലൊക്കെ എന്നെ ചോദിക്കൂട്ടെ നമ്മുടെ ആർട്ടിനോട്. അപ്പോഴത്തേക്കും നമ്മുടെ ഫോൺ പറയുമ്പോൾ എനിക്കും ഡൗട്ടുണ്ട് നമുക്കും അറിയണ്ടേ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മുടെ ഫോൺ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആർട്ട് പറയും അതൊന്നും എനിക്കറിയില്ല, അതൊക്കെ നമുക്ക് അവരോട് തന്നെ ചോദിക്കാന്നുള്ള മട്ടിൽ ഇങ്ങനെ പറയും കേട്ടോ. ആ ടൈമിലായിരിക്കും നമ്മുടെ പേണും പ്രിമും വരുന്നുണ്ടാവുക. അവർ രണ്ടാളും കൂടി ഒരു ഗിഫ്റ്റ് ആയിരിക്കട്ടെ നമ്മുടെ ഫോണിന് കൈമാറുന്നുണ്ട്. അപ്പോൾ ഫോണിനാണെങ്കിൽ വേണ്ട ദേഷ്യം വരും, കാരണം രണ്ടുപേരും ഒരുമിച്ച് ഒരു ഗിഫ്റ്റ് വരുമ്പോഴത്തേക്കും ദേഷ്യം കേട്ടോ. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇവരെല്ലാവരും കൂടി കേക്കൊക്കെ മുറിച്ച് സെലിബ്രേറ്റ് ഒക്കെ ചെയ്തിട്ട് ഗിഫ്റ്റൊക്കെ ഓപ്പൺ ചെയ്യുകയാണ്. അവിടെ ആദ്യം ഓപ്പൺ ചെയ്യുന്നത് നമ്മുടെ ആർട്ടിൻ്റെ ഗിഫ്റ്റ് ആയിരിക്കും കേട്ടോ. ആർട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ പിക്ക് ഇങ്ങനെ വരച്ചേക്കുന്നതായിരിക്കും കേട്ടോ. അത് അവർക്ക് ഒരുപാട് ഇഷ്ടമാവുന്നുണ്ട്. നെക്സ്റ്റ് ഓപ്പൺ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചോമ്പോൻ്റെ ഗിഫ്റ്റ് ആയിരിക്കും. ചോമ്പോ ഒരു ബോക്സിൽ 1000 രൂപയുടെ എന്താ പറയുക ഒരു കൂപ്പൺ പോലെ എന്ന് വെച്ചാൽ ഇവളുടെ ബോയ് ഫ്രണ്ടിൻ്റെ ബിവറേജിലേക്ക് എപ്പോഴും എനിക്ക് സ്വാഗതം എന്നുള്ള രീതിയിൽ ഫ്രീ ടിക്കറ്റ് പോലെയൊക്കെ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മുടെ പ്രിമിൻ്റെയും പേണിൻ്റെയും ഗിഫ്റ്റാണ് കേട്ടോ. അത് അവർ ഒരു സ്കാർഫ് പോലത്തെ ഒരു സംഭവമായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ അതൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചാൽ നീ ഉണ്ടാക്കിയതാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും പ്രിം പറയും ഞങ്ങൾ രണ്ടാളും കൂടെ ഉണ്ടാക്കിയതാണെന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ചിന് ഭയങ്കരമായിട്ട് ഹേർട്ടാവുന്നുണ്ട്. അതുപോലെ നമ്മുടെ ആർട്ടിനും ഭയങ്കര സങ്കടമാവുന്നുണ്ട്. പക്ഷേ ആർട്ട് എപ്പോഴും പോലെ അതെല്ലാം ഉൾക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന കേട്ടോ കാണിക്കുന്നത്. എല്ലാവരും കൂടി അവരുടെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ഒക്കെ ചെയ്തിട്ട് തിരിച്ച് പോകാൻ നിൽക്കുന്ന ഒരു സീനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പേണും ആർട്ടൊക്കെ കൂടിയിട്ട് പോകാൻ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫോൺ വിചാരിക്കും അവൻ പോകത്തില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഫോൺ പോയിട്ട് വീണ്ടും നമ്മുടെ ഫോണിൻ്റെ കൂടെ ചേരുന്നുണ്ട്. അവർ തമ്മിൽ കാറിൽ ഇങ്ങനെ റൈഡ് ചെയ്ത് പോകുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ പേണിന് മനസ്സിലാവും കേട്ടോ ഫോൺ തന്നെയാണ് അവനെ ചേർന്ന പെണ്ണെന്നുള്ള രീതിയിൽ അവനെ കൈയൊക്കെ കോർത്ത് പിടിക്കുന്നുണ്ട്. അവർക്ക് ഇടയിൽ ഒരു സെക്സ്വൽ റിലേഷൻഷിപ്പ് വരെ വളരുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പ്രിമ്മിനെയാണ്. പ്രിമ്മാണെന്നുണ്ടെങ്കിൽ പേണിൻ്റെ കോളും മെസ്സേജൊക്കെ ആയിട്ട് നോക്കി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷെ അവൾക്കതൊന്നും വരുന്നുണ്ടാവുന്നില്ല. അടുത്ത സീൻ കാണുന്നത് വെച്ചാൽ പിറ്റേ ദിവസം നമ്മുടെ പേൺ കോളേജിലേക്ക് വരികയാണ്. അവിടെ നമ്മുടെ പ്രിമ്മും ഫോണും ചോമ്പോയൊക്കെ ഉണ്ട്. പക്ഷെ പേണാണെന്നുണ്ടെങ്കിൽ ഫോണിനെ തന്നെയായിരിക്കും നോക്കുന്നുണ്ടാവുക. പക്ഷെ പ്രിമ്മ് നമ്മുടെ പേണിനെ നോക്കുന്നുണ്ട്. പക്ഷെ പേൺ ഒട്ടും പ്രിമ്മിനെ നോക്കുന്നുണ്ടാവില്ല കേട്ടോ. അപ്പോൾ അവനിങ്ങനെ പോകുമ്പോഴത്തേക്കും നമ്മുടെ പ്രിമ്മും ഫോണൊക്കെ നമ്മുടെ പേണിനെ തന്നെ നോക്കി നിൽക്കുന്നതൊക്കെ കാണുന്നുണ്ട്. ആ ടൈമിൽ ഇതൊക്കെ കണ്ട് നമ്മുടെ ആർട്ടും ഭയങ്കരമായിട്ട് സങ്കടം അടിച്ച് ഷോക്ക് അടിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് സീൻ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ പ്രിമ്മ് ഓടിപ്പോകുന്നൊരു സീൻ കാണിക്കുന്നത്. അതായത് അവളുടെ അമ്മ ഡ്രിങ്ക്സ് കഴിച്ചിട്ട് താഴെ വീണ് കിടക്കുന്ന കേട്ടോ കാണുന്നത്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും അവൾ ആകെ പേടിച്ചിട്ട് ഓടി വരുന്നുണ്ട്. അമ്മേനെ ഒരുപാട് തട്ടി വിളിക്കുന്നുണ്ട്. പക്ഷെ അമ്മ എഴുന്നേൽക്കുന്നുണ്ടാവില്ല. അപ്പോഴത്തേക്കും ഇവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നുണ്ടാവില്ല. അവൾ ആദ്യം ഫോൺ ചെയ്യുന്നുണ്ടാവുക പേണിനെ ആവും കേട്ടോ. പക്ഷെ പേണാണെന്നുണ്ടെങ്കിൽ ഫോണൊന്നും അറ്റൻഡ് ചെയ്യുന്നുണ്ടാവില്ല. കാരണം പേൺ ഫോണിൻ്റെ കൂടെ ആയിരിക്കില്ല. അപ്പോൾ പേണിൻ്റെ കയ്യിലായിരിക്കത്തില്ല ഫോൺ ഉണ്ടാവുക, അത് ഫോണിൻ്റെ കയ്യിലായിരിക്കും. അപ്പോൾ ഫോണാണെന്നുണ്ടെങ്കിൽ പേണിൻ്റെ ഫോണിലേക്ക് പ്രിമിൻ്റെ കോൾ വരുമ്പോഴത്തേക്കും അവൾ മനഃപൂർവ്വം അത് സൈലൻ്റ് ആക്കിയിട്ട് അത് അറ്റൻഡ് ആക്കുന്നുണ്ടാവില്ല കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ആർട്ടിനെ കോളാക്കിയിട്ട് വിളിക്കുന്നത്. ആർട്ടാണെങ്കിൽ എപ്പോഴും ഈ ഒരു എമർജൻസി കേസിലൊക്കെ അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് തന്നെ അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ട് ആംബുലൻസിൽ നമ്മുടെ പ്രിമിൻ്റെ അമ്മനെ കൊണ്ട് പോകുന്നത് കാണിക്കുന്നുണ്ട്. നമ്മുടെ ആർട്ട് അവളുടെ കൂടെ തന്നെ ഇരുന്ന് അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെ നമ്മുടെ പ്രിമിൻ്റെ അമ്മേനെ ഡിസ്ചാർജ് ആക്കുന്നതായിട്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും പറയും കാലിന് ചെറിയൊരു ഫ്രാക്ചർ മാത്രമേ ഉള്ളൂ, അത് നമുക്ക് ഡോക്ടറെ കാണിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ വീട്ടിലേക്ക് വരുന്ന സീൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പ്രിമ്മാണെന്നുണ്ടെങ്കിൽ അവിടെ പൊട്ടിക്കിടക്കുന്ന ഗ്ലാസ്സൊക്കെ ഇങ്ങനെ പെറുക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ അവൾ വെള്ളം എടുക്കാനായിട്ടൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പ്രിമിൻ്റെ അമ്മ പറയും ആർട്ട് നീ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നീ എന്നെ ഹെൽപ്പ് ചെയ്ത് തന്നെ വലിയ കാര്യമാണ്, ഇതൊന്നും നീ ചെയ്യേണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയും അതൊന്നും സാരമില്ല അമ്മേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ പ്രിമി പറയും ആർട്ട് നീ ഇതൊന്നും ചെയ്യണ്ട, നീ പോയിരിക്കുക, ഞാൻ നിനക്ക് ഫുഡ് കഴിക്കാൻ എടുക്കാം എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചിട്ട്
അവരിങ്ങനെ പോകാൻ ഇറങ്ങുന്ന കേട്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ പ്രിം ആർട്ടിനോട് പറയും, ആർട്ട് ഒരുപാട് നന്ദിയുണ്ട്, നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ട് പോയേനെ, നീ ഇല്ലായിരുന്നെ ഞാൻ എന്ത് ചെയ്തൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയും, അതൊന്നും നീ പറയേണ്ട ആവശ്യമില്ല, ഇതെൻ്റെ ജോലിയാണ്, നിനക്ക് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിനക്ക് എന്നെ വിളിക്കുന്ന, ഞാൻ ഏത് നേരത്തും അലേർട്ടാണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്ന കേട്ടോ കാണിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചെക്കനാണെന്നുണ്ടെങ്കിൽ പേണും ഫോണും തമ്മിലുള്ള റിലേഷൻഷിപ്പിന് തന്നെ പറ്റി അറിയത്തുണ്ടാവില്ല. അപ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ ഇങ്ങനെ ഒരുപാട് കോളൊക്കെ അവനെ വിളിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ പേൺ എടുക്കുന്നുണ്ടാവില്ല കേട്ടോ. നെക്സ്റ്റ് ഡേ നമ്മുടെ പേൺ ആ മിക്സ് കോളൊക്കെ കാണുമ്പോഴത്തേക്കും തിരിച്ച് വിളിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയും, നീ എന്താ എത്ര ലേറ്റായി വിളിക്കാൻ, നീ എന്താ ഫോൺ എടുക്കാനെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പേൺ പറയും, ഞാൻ ഉറങ്ങിപ്പോയി, ഞാൻ ശ്രദ്ധിച്ചില്ല എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറയും, അതായത് പ്രിമിൻ്റെ അമ്മക്ക് വയ്യാണ്ടായതും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതൊക്കെ അവർ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ചെക്കൻ ചോദിക്കട്ടെ, പ്രിം ഇപ്പോൾ ഓക്കെ ആണെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവൻ പറയും, അവൾ ഓക്കെ ആണെന്നൊക്കെ തന്നെ പറയും. നെക്സ്റ്റ് ഡേ നമ്മുടെ പേണാണെന്നുണ്ടെങ്കിൽ കുറേ ഫ്രൂട്ട്സും ഫ്ലവേഴ്സും ഒക്കെ കൊണ്ടിട്ട് പ്രിമിൻ്റെ വീട്ടിലേക്ക് വന്നാണ്. പ്രിമിനെ വിളിച്ചിട്ട് പറയും, പുറത്തേക്ക് വാ, ഞാനവിടെ നിൽക്കണമെന്ന് പറയുമ്പോഴത്തേക്കും പ്രിം ആണെന്നുണ്ടെങ്കിൽ ദേഷ്യമൊക്കെ ആയിട്ടായിരിക്കട്ടെ വരുന്നുണ്ടാവാം. അപ്പോഴത്തേക്കും അവളുടെ ദേഷ്യം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ പേൺ ഒരു ഫ്ലവർ ബൊക്കെ അവൾക്ക് കൊടുക്കട്ടെ. ഇത് കാണുമ്പോഴത്തേക്ക് അവൾക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആവും. എന്നിട്ട് ഇവൾ ചോദിക്കും, ഇതെൻ്റെ അമ്മയ്ക്കാണെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പേൺ പറയും, ഇല്ല അത് നിനക്ക് വേണ്ടിയിട്ടാണ്, എനിക്ക് കഴിഞ്ഞ ദിവസം എനിക്ക് ഇതിൻ്റെ അടുത്തേക്ക് വരാൻ സാധിച്ചില്ലല്ലോ, അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊടുക്കും കേട്ടോ. അപ്പോഴത്തേക്കും അവളുടെ പകുതി ദേഷ്യമൊക്കെ പോയിട്ട് അവൾക്ക് സന്തോഷമൊക്കെ ആവട്ടെ, ഒരു ആശ്വാസമൊക്കെ ആവും. എന്നിട്ട് അവനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കും, അമ്മക്ക് ഇപ്പോൾ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അവൾ പറയുമ്പോൾ ഓക്കെയാണ്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ എന്നെ പറയും. അതൊക്കെ നമ്മുടെ പേൺ പറയുന്നോട് ക്ഷമിക്കണം, ലാസ്റ്റ് നൈറ്റ് ഞാൻ ഉറങ്ങിപ്പോയതാണ്, എൻ്റെ കോളൊന്നും കാണുന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ സംസാരിക്കും കേട്ടോ. നെക്സ്റ്റ് കാണിക്കുന്നത് വെച്ചാൽ ഇവർ ഒരുമിച്ച് കോളേജിലേക്ക് പോകുന്ന സീനാണ്, ബസ്സിലത്തെ സീനാണ് കേട്ടോ കാണിക്കുന്നത്. അവിടെ നമ്മുടെ പേണാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉറങ്ങി വീഴാനായിട്ടിരിക്കുകയാണ്. പ്രിമ്മാണെന്നുണ്ടെങ്കിൽ എന്താണ് അവരുടെ ഗ്രൂപ്പിൽ ആർട്ടാണ് കഴിഞ്ഞ ദിവസം അവളെ സഹായിച്ചതെന്നും ആംബുലൻസ് കൊണ്ടുവന്നെന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ മെസ്സേജ് അയക്കുന്നതും കാണിക്കുന്നുണ്ട് കേട്ടോ. ടൈമിൽ നമ്മുടെ പേണാണെങ്കിൽ വൈകിട്ട് ഉറങ്ങി വീഴുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചോബ് മെസ്സേജ് അയക്കുന്നുണ്ട്, ആർട്ട് നമ്മുടെ ഹീറോ അല്ലേ, അവന് കൂളല്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയും ചോമ്പോനോട്, ചോമ്പോ നീയും നിൻ്റെ ബോയ് ഫ്രണ്ടായിട്ട് ഫൈറ്റൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് എന്നെ വിളിക്കാട്ടോ, ഞാൻ എപ്പോഴും ഉണ്ടാവും, ആംബുലൻസ് ആയിട്ടൊക്കെ വരാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ചോമ്പ് മെസ്സേജ് അയക്കും, ഞാനും നീ തമ്മിലായിരിക്കും ആദ്യത്തെ ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നത്. ആ ടൈമിൽ നമ്മുടെ പേണാണെന്നുണ്ടെങ്കിൽ അവളുടെ ഷോൾഡറിൽ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടാവും. നമ്മുടെ പെങ്കൊച്ചാണെന്നുണ്ടെങ്കിൽ ആരും കാണുന്നത് ഫോട്ടോയൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ടാവും കേട്ടോ. അവൾക്ക് വേണ്ടി കാണാൻ വേണ്ടി മാത്രം അവളെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. നെക്സ്റ്റ് സീൻ കാണിയെന്ന് വെച്ചാൽ ഇവരെല്ലാവരും കൂടി കോളേജിലെത്തുമ്പോഴത്തേക്കും നമ്മുടെ ഫോൺ പറയും, എന്താണ് നമ്മുടെ പ്രിമിൻ്റെ അമ്മയെ കാണാൻ പറ്റില്ല, നമുക്ക് അങ്ങോട്ട് പോയാലെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി പ്രിമിൻ്റെ വീട്ടിലെത്തുന്നതാണ്ടോ കാണിക്കുന്നത്. ആ ടൈമിൽ പ്രേമിൻ്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എല്ലാവരോടും കമ്പനി ആയിരിക്കും, എല്ലാവരോടും ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇവർ ഫുഡൊക്കെ കഴിച്ചിട്ടും പാത്രമൊക്കെ ഇങ്ങനെ കഴുകുന്നതായിട്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും പ്രിമും പേണാണെങ്കിലും ഭയങ്കര കമ്പനിയൊക്കെ അടിച്ചിട്ട് തമാശയൊക്കെ പറഞ്ഞിട്ട് ഈ കഴുകുന്നതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ വാഷ് ചെയ്യാൻ വരുമ്പോഴത്തേക്കും നമ്മുടെ ഫോൺ ഇത് കണ്ട് നിൽക്കുന്നുണ്ടാവും കേട്ടോ. ഫോണാണെന്നുണ്ടെങ്കിൽ ഒളിഞ്ഞിരുന്നെല്ലാം കാണുന്നുണ്ട്. ഫോണാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അപ്പോൾ ആ ടൈമിലായിരിക്കും നമ്മുടെ പ്രിമിൻ്റെ അമ്മ കിച്ചണിലേക്ക് വരുന്നുണ്ടാവും. അപ്പോൾ കിച്ചണിലേക്ക് വരുമ്പോഴത്തേക്കും പ്രിമിൻ്റെ അമ്മക്ക് മനസ്സിലാവും ഇവൾ ഒളിഞ്ഞ് ഇതൊക്കെ കാണുകയാണെന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോൾ പ്രിമിൻ്റെ അമ്മക്ക് നേരത്തെ ഫോണും പേണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിയാവുന്നതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് മനസ്സിലായിട്ട് അമ്മ ഒന്നും മിണ്ടാതെ നോക്കി നിൽക്കുന്ന സീനാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. നെക്സ്റ്റ് സീൻ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഇവരെല്ലാവരും കൂടി പോയി കഴിഞ്ഞ ശേഷം നമ്മുടെ പേൺ പ്രിമിനോട് പറയും, അവൻ്റെ ബാച്ചിലൊരു സൈക്കാട്രിസ്റ്റ് ഉണ്ട്, സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് നമുക്ക് അമ്മേനെ കാണിക്കാം, അമ്മേൻ്റെ കാര്യങ്ങളൊക്കെ പറയാം, അമ്മേനെ ഇതിൽ നിന്ന് റിക്കവർ ചെയ്തെടുക്കാമെന്നൊക്കെ എന്നെ പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രിം അങ്ങനെ പേണിനെ വിളിക്കുകയാണ്, അതായത് എപ്പോഴാണ് നമുക്ക് കാണിക്കേണ്ടത്, എങ്ങനെയാണ് നമുക്ക് കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മേൻ്റെ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴത്തേക്കും പ്രിമിന് ഭയങ്കര സന്തോഷം. അതായത് പേൺ അവളുടെ അമ്മേൻ്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നതിൽ അവൾക്ക് ഭയങ്കര സന്തോഷമാവും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പേൺ പറയും, നീയും അമ്മയും കൂടി റെഡി ആയിട്ടിരുന്നു, ഞാൻ വരാം, നിങ്ങളെ പിക്ക് ചെയ്യാൻ വരാം, നമുക്ക് ഒരുമിച്ച് പോകാമെന്നൊക്കെ എന്നെ പറഞ്ഞിട്ട് അവനെ ഫോൺ വെക്കുന്ന കേട്ടോ കാണിക്കുന്നത്. എന്നിട്ട് നമ്മുടെ പെങ്കൊച്ച് റെഡി ആവാൻ പോകുന്നത് നമ്മുടെ ഫോൺ പേണിന് കോളാക്കുന്നുണ്ട്. അതായത് നിന്നോട് ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് അവളെന്നെ വിളിക്കണം, ഒരുപാട് നാളായില്ലേ ഷോപ്പിങ്ങിന് പോയിട്ട്, അപ്പോൾ നമുക്ക് ഒരുമിച്ച് പോയാലെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മുടെ പേൺ പറയും ഓക്കെ ഞാൻ റെഡി ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വയ്ക്കും. നെക്സ്റ്റ് കാണിക്കുന്നത് വെച്ചാൽ അവരിങ്ങനെ ഷോപ്പിംഗ് ചെയ്യാണ്, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് അവർ രണ്ടാളും കൂടി എൻജോയ് ചെയ്തൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ പേൺ പ്രിമിൻ്റെ കാര്യങ്ങളൊക്കെ മറക്കും കേട്ടോ, അമ്മേനെ കൊണ്ട് പോകേണ്ട കാര്യങ്ങളൊക്കെ മറന്നിട്ടുണ്ടാവും. ആ ടൈമിൽ നമ്മുടെ പ്രിം വിളിക്കുന്നുണ്ട് നമ്മുടെ പേണിനെ. അപ്പോഴത്തേക്കും പേൺ ഫോൺ എടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, ആ പ്രിം എന്താ കാര്യം പറഞ്ഞോളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് ചോദിക്കുന്നുണ്ട്,
നീ എവിടെയാണ് പ്രീം, നീ എന്താ എൻ്റെ മെസ്സേജ് ഒന്നും നോക്കാത്ത, എന്താ റിപ്ലൈ തരാത്തതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അവൾ. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ പേണിന് കാര്യങ്ങളൊക്കെ പിന്നെയും ഓർമ്മ വരാം കേട്ടോ. അവളെ അവളുടെ അമ്മേനെയും കൊണ്ട് സൈക്കാട്രിസ്റ്റിന് പോകാമെന്നുള്ള രീതി അവൾക്ക് അപ്പോഴാണ് ഓർമ്മ വരും. അപ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും എന്താണ് നമ്മുടെ പെങ്കൊച്ച് പറയുന്നുണ്ട്, എന്താ നമുക്ക് അമ്മേനെ കൊണ്ട് പോകണ്ടേ, എത്ര മണിക്കാണ് അവിടെ പോകേണ്ടത്, നീ എന്നെ പിക്ക് ചെയ്യാൻ വരുമോ അതോ ഞങ്ങൾ രണ്ടാളും കൂടി അങ്ങോട്ട് വരണമെന്നൊക്കെ ഇങ്ങനെ പ്രിം ഫോണിലൂടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെക്കൻ പറയും നീ അവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ എന്തായാലും അങ്ങോട്ട് വരാം എന്നുള്ള രീതിയിൽ നമ്മുടെ ചെക്കൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഫോൺ കേട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവൾക്കാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ ഫോൺ വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫോണിനോട് പറയും, ഫോൺ എനിക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ടതുണ്ട്, നമുക്ക് പിന്നീട് മീറ്റ് ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫോൺ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് പറയും, ഇപ്പോൾ നിനക്ക് എൻ്റെ കൂടെ നിന്നൂടെ, നിനക്ക് പോവാതിരുന്നൂടെ എന്നൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ട് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പേണിൻ്റെ മനസ്സൊക്കെ ഇന്ന് മാറുന്നുണ്ട് കേട്ടോ. പേണാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് പേണിൻ്റെ മനസ്സൊക്കെ പെട്ടെന്ന് മാറിയിട്ട് ഇങ്ങനെ നമ്മുടെ ഫോണിങ്ങനെ പറയുന്നുണ്ട് പേണിനോട് നീ പോരണ്ടെന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ പേണിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. അവനിങ്ങനെ ഇതായിട്ട് നിൽക്കുന്നുണ്ട്. ഫോണിനെ വിട്ട് പോകാനായിട്ട് പേണിന് പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ തന്നെ നമ്മുടെ പേണാണെന്നുണ്ടെങ്കിൽ പ്രിമിനെ വിളിച്ച് പറയുന്നുണ്ട്, പ്രിം എനിക്ക് വരാൻ പറ്റത്തില്ല, എൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്, അപ്പോൾ അവരുടെ ഒപ്പം എനിക്ക് ഡിന്നർ കഴിക്കാൻ വേണ്ടി പോകേണ്ടതുണ്ടെന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ചിനാണെങ്കിൽ ആദ്യം ഒന്ന് സങ്കടമാവുമെങ്കിലും നമ്മുടെ പ്രിം പറയുമ്പോൾ ഓക്കെ ഞാൻ മാനേജ് ചെയ്തോളാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവളാണെന്നുണ്ടെങ്കിൽ അവളുടെ അമ്മയോട് പറഞ്ഞേക്കുന്നത് എന്താണ് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മ നമുക്ക് ലഞ്ച് മാറ്റി വെച്ചാലോ, എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് വർക്ക് ഉണ്ട്, അപ്പോൾ എനിക്ക് പോകേണ്ടതുണ്ടെന്ന് ഇങ്ങനെ അമ്മയോട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അമ്മ പറയും മോളെ കുഴപ്പമില്ല, നമുക്കിനി എപ്പോഴെങ്കിലും പോകാന്നുള്ള രീതിയിൽ അമ്മ പറയും കേട്ടോ. എന്നിട്ട് പറയും നീ നിൻ്റെ വർക്ക് ചെയ്തോ, കുഴപ്പമില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ചിൻ്റെ സങ്കടമൊക്കെ വരുന്നുണ്ടെങ്കിലും അവൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ പെങ്കൊച്ചാണെന്നുണ്ടെങ്കിൽ ആർട്ടിനെ വിളിക്കുന്നുണ്ട്, ഫോണാക്കിയിട്ട് പറയും പെട്ടെന്ന് കോളേജിലേക്ക് ഒന്ന് വരാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആർട്ടാണെങ്കിൽ ഭയങ്കര സന്തോഷപൂർവ്വം വരുന്നുണ്ട്. എന്നിട്ട് ആർട്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി പ്രിം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പ്രിം പറയും എനിക്ക് അത്യാവശ്യമായിട്ട് നിന്നോട് കാര്യങ്ങൾ പറയാനുണ്ടെന്നിങ്ങനെ പറഞ്ഞിട്ട് അവളിങ്ങനെ പറയും എനിക്ക് പേണിനെ പറ്റിയാണ് പറയാനുള്ളത്, എന്താണ് എനിക്കറിയാം നിന്നോട് പേൺ എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്, അതുപോലെ നിനക്ക് പേണിനെ പറ്റി എല്ലാം അറിയാമെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചെക്കനാണെന്നുണ്ടെങ്കിൽ എന്താ എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ പെണ്ണ് പറയും നീയും അവനും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്സ് അല്ല ഒരുപാട് നാളായിട്ട്, പക്ഷേ അവൻ എന്തൊക്കെയോ എന്നോട് മറക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട് എന്നൊക്കെ എന്നെ പറയും കേട്ടോ. നിനക്കറിയാലോ എനിക്ക് പേണിനെ ഇഷ്ടമാണെന്ന് നിനക്കറിയാലോ, അതുപോലെ തിരിച്ച് അവൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കനാണെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടമാവും കേട്ടോ. എന്നിട്ട് പറയും എന്താണ് ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യാറില്ല, സംസാരിക്കാറില്ല, പുറത്ത് പോകാറില്ല, അതേപോലെ തന്നെ അമ്മേനെ ടേക്ക് കെയർ ചെയ്യാൻ അവൻ പറഞ്ഞതായിരുന്നു, പക്ഷേ അവൻ വരാമെന്ന് പറഞ്ഞിട്ട് 5 മിനിറ്റ് മുന്നേ അവൻ എന്തോ വരുന്നില്ല എന്ന് പറയുന്നത്, എന്തോ എന്തൊക്കെയോ അവൻ ഒഴിഞ്ഞു മാറുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ ചെക്കനാണെന്നുണ്ടെങ്കിൽ പറയും അങ്ങനെ അവൻ ഒഴിഞ്ഞു മാറുന്ന ടീമല്ല, ചിലപ്പോൾ അവൻ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് വർക്കും എല്ലാം വന്നിട്ടുണ്ടാവും, അല്ലാണ്ട് അവൻ കള്ളം പറയത്തില്ല എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും അവൻ പറയും നമ്മുടെ പ്രിം പറയും അവൻ പറഞ്ഞത് അവളുടെ ഫാമിലിൻ്റെ കൂടെ എന്തോ ഫുഡ് കഴിക്കണം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയും ചിലപ്പോൾ അതാവും അവൻ വരാത്തതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് പറയും അവൻ 5 മിനിറ്റ് മുന്നേ എന്നെ ഫോൺ വിളിച്ചിട്ട് വരാം റെഡി ആവാമെന്നൊക്കെ പറഞ്ഞതാണ്, പിന്നീട് അവൻ ഓരോ എക്സ്ക്യൂസസ് ഒക്കെ പറഞ്ഞിട്ട് മാറാണ് ചെയ്യുന്നത്, അവനെന്തോ കള്ളം പറയുന്ന പോലെ എനിക്ക് തോന്നുകയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയും നീ നമ്മുടെ പ്രിം ആർട്ടിനോട് പറയുന്നുണ്ട് നീ ഒരിക്കലും അവനെ സപ്പോർട്ട് ചെയ്യരുത്, ഞാനും നിൻ്റെ ഒരു ഫ്രണ്ടാണ് എന്നൊക്കെ എന്നെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയാം എന്നാൽ നമുക്ക് അവൻ്റെ വീട്ടിൽ പോയി നോക്കാം എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് അത് ശരിയാണോ ചെയ്യുമ്പോഴത്തേക്കും അതിനിപ്പോൾ എന്താ നമുക്കത് കൺഫേം ആക്കാമല്ലോ, നിൻ്റെ ഡൗട്ടും മാറുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുന്നതുണ്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ പേണിനാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ കൂടെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹാർട്ടും പ്രിമ്മും ആണെന്നുണ്ടെങ്കിൽ പേണിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് കാറിൽ ഒരുപാട് ദൂരം പോകുന്നുണ്ട് കേട്ടോ. പകുതി എത്തുമ്പോഴത്തേക്കും നമ്മുടെ പ്രിം ഹാർട്ടിനോട് പറയും നമുക്കിനി പോകണോ, അത് ശരിയല്ല, ഇനിയിപ്പോൾ അവനെ വിശ്വാസമില്ലാത്ത പോലെ ആവില്ലേ, എനിക്കിത് ഇത്രയും ശരിയായിട്ട് തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അതൊക്കെ ഹാർട്ട് പറയും എന്നാൽ നമുക്ക് തിരിച്ചു പോവാം, നിൻ്റെ ഡിസിഷൻ പോലെ ആവട്ടെ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ പ്രിം പറയും ഓക്കെ നമുക്ക് തിരിച്ചു പോകാമെന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ ചോദിക്കുന്നുണ്ട് അന്ന് ഞാൻ നിൻ്റെ കൂടെ വരണോ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് പറയും വേണ്ട എനിക്ക് കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരുന്നാൽ മതി, എനിക്ക് എൻ്റെ വീട്ടിൽ പോകണ്ട ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും അവൻ പറയാം ഓക്കെ നീ ഒരു സ്ഥലം പറഞ്ഞാൽ മതി ഞാൻ നിന്നെ അവിടെ ഡ്രോപ്പ് ചെയ്യാമെന്നൊക്കെ എന്നെ പറയുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് പറയുമ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ആർട്ട് ചോദിക്കുന്നുണ്ട് നീ ഒറ്റയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് അവൾ പറയുമ്പോൾ ഇല്ല ഞാനിവിടെ നിന്നോളാം എന്നൊക്കെ പറയട്ടോ. പിന്നെ കഴിയുന്നത് വെച്ചാൽ നമ്മുടെ പേൺ അവൻ്റെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്, കാറിൽ വന്ന് ഇറങ്ങുന്നുണ്ട്.
അങ്ങനെ വീട്ടിലേക്ക് കയറാൻ പോകുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞിട്ടൊരു വിളി കേൾക്കുന്നുണ്ട്. അപ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രിമ്മായിരിക്കും കേട്ടോ. പ്രിമ്മാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലാവും ഞാൻ കള്ളത്തരമൊക്കെ പറഞ്ഞതാണെന്ന് മനസ്സിലാകുമ്പോഴത്തേക്കും പ്രിമിനെ പറയുന്നുണ്ട്, നീ എന്നോട് കള്ളം പറഞ്ഞതാണല്ലേ, നിൻ്റെ ഫാമിലിയുടെ കൂടെയാണ് നീന്ന് കള്ളം പറഞ്ഞതല്ലേ എന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയും, അല്ല പ്രിം, ഞാൻ കള്ളമൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പ്രിമിനാണെങ്കിൽ ഭയങ്കര സങ്കടമാവട്ടെ അവനിങ്ങനെ കള്ളം പറഞ്ഞതിൽ. അവൾക്കാണെങ്കിൽ അതിൻ്റെ സങ്കടം വന്നിട്ട് അവനെ കരയാൻ പോകണമല്ലോ ആവട്ടോ. അപ്പോൾ നമ്മുടെ ചെക്കനാണെങ്കിൽ എന്ത് പറയണമെന്നൊന്നും അറിയാണ്ട് അവനെ നോക്കി നിൽക്കുന്നുണ്ട്. ഞാൻ അവൾ പറയും, ഞാൻ വേറെ ഒന്നിനും വന്നല്ല, എനിക്കൊരു കാര്യം നിന്നോട് പറയേണ്ടതുണ്ടായിരുന്നു, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു, അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ വന്നതെന്നിങ്ങനെ പറയും. അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കനാണെങ്കിൽ വേറെ സങ്കടമായിട്ട് അവനെന്താ പറയേണ്ടതെന്ന് അറിയില്ല കേട്ടോ. എന്നിട്ട് അവൾ പറയും, എനിക്ക് നിന്നോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ എനിക്കത് ഫീൽ ചെയ്യുന്നില്ല, കാരണം നീ എന്നോട് ചെയ്ത് അത്രയും വലിയ തെറ്റാണ്. നിനക്കറിയാം എൻ്റെ അമ്മേനെ ഞാൻ എങ്ങനെയാണ് നോക്കുന്നതെന്നും അമ്മ എത്ര മാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിനക്കറിയാം, എന്നിട്ട് നീ എന്നോട് ഇങ്ങനെ കാണിച്ചില്ല എന്നൊക്കെ പറയും കേട്ടോ. അവളെന്നെ സങ്കടപ്പെട്ട് അവൾ കാര്യം പറഞ്ഞിട്ട് പറയും, നിനക്ക് എന്നെക്കാൾ എന്തൊക്കെയോ ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിനക്ക് എന്നെക്കാൾ വേറെ ആരൊക്കെയോ ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ നീ അവരുടെ കൂടെ പോയാലും എനിക്കൊരു തെറ്റും പറയാനില്ല, പക്ഷെ നീ എന്നോട് കള്ളം പറഞ്ഞതിൽ എനിക്കൊരുപാട് സങ്കടം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയും, ഇല്ല അങ്ങനെയൊന്നുമല്ല പ്രിയം, നീ എന്നൊന്ന് മനസ്സിലാക്കുമെന്ന് പറയുമ്പോഴത്തേക്കും അവൾ പറയും, ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി മാത്രമേ വന്നത്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു, പക്ഷെ അതെനിക്കിപ്പോൾ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയും, എനിക്ക് നിന്നോട് തല്ല് പിടിക്കാനും താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചെക്കനാണെന്നുണ്ടെങ്കിൽ വളരെ സങ്കടമായിട്ട് അവനെ നോക്കി നിൽക്കുന്നുണ്ട്. അടുത്ത സീൻ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ പേണാണെന്നുണ്ടെങ്കിൽ ആർട്ടിനോടെല്ലാം പറയാൻ വേണ്ടി വന്നതായിരിക്കും കേട്ടോ. പേണിനെ പറയും, നമ്മുടെ പ്രിം എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ. ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ അവൾ എൻ്റെ വീട്ടിൽ വന്നു, എന്നിട്ട് എന്ത് പറയുന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പേണാണെന്നുണ്ടെങ്കിൽ പ്രിം പറഞ്ഞ എല്ലാ കാര്യങ്ങളും, അതായത് പ്രിമിനെ അവന് ഇഷ്ടമാണെന്നുള്ള കാര്യങ്ങളൊക്കെ ആർട്ടിനോട് എന്നെ പറയാം. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും ആർട്ടിനാണെങ്കിൽ ഹാർട്ട് ബ്രേക്ക് ആയ പോലെ ആയിരിക്കും കേട്ടോ. അങ്ങനെ ധൈര്യം നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് നമ്മുടെ ആർട്ട് ചോദിക്കുന്നുണ്ട്, ഓക്കെ ഇനി എന്താ നിൻ്റെ തീരുമാനം എന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയും, എന്താണ് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയും, നിനക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ നീ ചെയ്യുന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ നിനക്ക് ഫോണിനെ പറ്റി എന്താ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയും, എനിക്ക് ഫോണിനെ ഭയങ്കര ഇഷ്ടമാണ്, അവളാണ് എൻ്റെ ഒരു വൈബിനോട് ചേർന്ന പെൺകുട്ടി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, പക്ഷേ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല എന്നിങ്ങനെ പറയും. ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ടിനാണെങ്കിൽ വല്ല ദേഷ്യം വരും കേട്ടോ. നീ നിൻ്റെ മനസാക്ഷിയോട് ആദ്യം ചോദിക്കുക, എന്നിട്ട് നീ ഒരു തീരുമാനം എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആർട്ടിങ്ങനെ ഓരോന്നൊക്കെ പറയും. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ പേണിന് അതിനെ സങ്കടമാവും കേട്ടോ. നെക്സ്റ്റ് ഡേ ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആ ടൈം അവൻ നൈറ്റ് ഫോണിന് മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ ഞാനൊന്ന് കാണണം, അത്യാവശ്യമായിട്ട് മീറ്റ് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ, മെസ്സേജ് അയക്കുന്നുണ്ട്. പിറ്റേ ദിവസം നമ്മുടെ ഫോണാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ കാണാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ചെക്കനെ പറയുന്നുണ്ട്, നിൻ്റെ വീട്ടിലെ റിലേഷൻഷിപ്പിനെ പറ്റി അറിയുമെന്ന് തന്നെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഫോൺ പറയും, നിനക്കറിയില്ല, ഞാൻ ഇതുവരെ അവരാരെയും അറിയിച്ചിട്ടില്ല, സമയമാകുമ്പോൾ അറിയിക്കാം എന്നുള്ള രീതിയിൽ എന്നെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയും, എന്നാൽ നമുക്കിത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ആക്കാം, എനിക്ക് തോന്നുന്നില്ല ഇത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ പെങ്ങൾക്ക് ഭയങ്കര ഷോക്കാവും, എന്താ പെട്ടെന്ന് ഇങ്ങനെയെന്നുള്ള രീതിയിൽ. അപ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയും, എന്താണ് ഇതൊരു ഡേറ്റ് ആണോ ഇതെന്താണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഇത് കറക്റ്റല്ല, നമ്മൾ ചെയ്യുന്നതൊന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ടും അവന് ഭയങ്കരമായിട്ട് ഫീൽ ആവുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ പെങ്കൊച്ചിക്ക് മനസ്സിലാവും എന്തൊക്കെയോ അവനെ പറ്റിയിട്ടുണ്ട്, പക്ഷെ അവൻ ഫീൽ ആവാതിരിക്കാൻ വേണ്ടി നമ്മുടെ പെങ്കൊച്ച് പറയും, ഓക്കെ ഇതൊന്നും കുഴപ്പമില്ല, നമുക്ക് ഫ്രണ്ട്സായിട്ട് തന്നെ ഇരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ടോ കാണിക്കുന്നത്. അവൾക്കൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ അവൾ അവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിലും പിന്നീട് അവൾക്ക് ഭയങ്കര ഫീൽ ആവുന്നുണ്ട്, ഇവനെ പിരിയുന്നതിൽ അവൾക്ക് ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ. അവൾ ഇങ്ങനെ കരയുന്നതും കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് സീൻ കാണിക്കുന്നത് ഇവരുടെ കോളേജ് ഡേ ആണ് കേട്ടോ. കോളേജിൽ എല്ലാം കഴിഞ്ഞ് ഹോളിഡേ തുടങ്ങുന്ന സമയമാണ്, എക്സാം കഴിഞ്ഞ് ഹോളിഡേ തുടങ്ങുന്ന സമയമാണ്. അവിടെ പ്രിമാണെന്നുണ്ടെങ്കിൽ പേണിനോട് സംസാരിക്കുന്നില്ല. ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ ചോമ്പൂക്ക് എന്തോ പോലെ ആകുന്നുണ്ട്. അതുപോലെ ഫോൺ അവിടെ വന്നിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ സംസാരിക്കായിരിക്കും, ഫോൺ അവിടെ പോയി, എന്താ അവൾ വരാത്തെന്നുള്ള രീതിയിൽ സംസാരിക്കും. ആർട്ട് പറയും, ഫോൺ എന്താണ് ഹോളിഡേ ആയിട്ട് അങ്കിളിൻ്റെ കൂടെ ട്രിപ്പ് പോവാണ് UK എന്നൊക്കെ പറയും. അപ്പോഴത്തേക്കും നമ്മുടെ ചോമ്പ പറയും, അപ്പോൾ ആർട്ടിൻ്റെ വീട്ടിൽ നമ്മൾ പോകാൻ തീരുമാനിച്ചില്ലായിരുന്നു, അതെന്താണെന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേക്ക് ആർട്ട് പറയുമില്ല, അവരില്ലാണ്ട് നമ്മൾ എങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആർട്ടും അവിടെ നിന്നിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും ചോമ്പ ചോദിക്കുന്നുണ്ട്, ഇതെന്താ എല്ലാവർക്കും എന്താ പറ്റിയെന്നുള്ള രീതിയിലും അവൾക്കൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല കേട്ടോ. നെക്സ്റ്റ് കാണിക്കുന്നത് വെച്ചാൽ ഹോളിഡേ സമയത്ത് നമ്മുടെ ആർട്ട് അവൻ്റെ വീട്ടിൽ വന്നേക്കാണ്. അപ്പോഴത്തേക്ക് അമ്മ ചോദിക്കുന്നുണ്ട്, ഫ്രണ്ട്സൊക്കെ അവിടെ ചോദിക്കുമ്പോഴത്തേക്ക് അവൻ പറയില്ല അവർ വന്നില്ല ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അമ്മ ചോദിക്കുന്നുണ്ട്, അവരുണ്ട് കരുതിയിട്ടില്ല ഞാൻ ഒരുപാട് വെറൈറ്റി ഫുഡ്സൊക്കെ ഉണ്ടാക്കി വെച്ചത്, ഇപ്പം ഇതൊക്കെ ആര് കഴിക്കുമെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചെക്കൻ പറയും, ഒന്നും സാരില്ല, അതൊക്കെ ഞാൻ കഴിച്ച് തീർത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ
ഫുഡൊക്കെ കഴിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത കാണിക്കുന്നത് നമ്മുടെ പ്രിമിൻ്റെ വീട്ടിലാണ് കേട്ടോ. പ്രിമാണെന്നിങ്ങനെ ഷോ കാണിച്ചിരിക്കുമ്പോഴത്തേക്കും അമ്മ സംസാരിക്കാൻ വരാൻ വേണ്ടി ഇരിക്കായിരിക്കും. അപ്പോഴത്തേക്കും പ്രിം എല്ലാ കാര്യങ്ങളും അമ്മയോട് ഓപ്പണായിട്ട് പറയുന്നത്, അതായത് പേണിനെ പറ്റിയാണ് പറയുന്നുണ്ടാവുക. പറയും എനിക്ക് പേണിനെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ എന്നെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും അമ്മ ചോദിക്കും അവന് നിന്നോട് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രിം പറയും അതെനിക്ക് അറിയില്ല, പക്ഷെ ഒരു സമയത്ത് അവൻ എന്നോട് ഭയങ്കര സ്നേഹമാണ്, അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ഈ ഇടയ്ക്കായിട്ട് അവൻ ഭയങ്കരമായിട്ട് ഒഴിഞ്ഞു മറന്ന പോലെ തോന്നുന്നുണ്ട്, എനിക്കറിയില്ല അവൻ്റെ സ്വഭാവം എന്താ എങ്ങനെയെന്ന് എനിക്കറിയില്ല എന്നൊക്കെ ഞാൻ പറയും കേട്ടോ. അപ്പോഴത്തേക്കും പ്രിമിൻ്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ പേണിനെയും ഫോണിനെയും അടുത്ത് ഇടപഴകുന്നത് കണ്ടതിങ്ങനെ ഓർക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മുടെ പ്രിമിൻ്റെ അമ്മ പറയും എന്താണ് സ്നേഹിക്കുന്നതിലൊന്നും തെറ്റില്ല, പക്ഷേ എന്താണ് നിനക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ ഹാപ്പി അല്ല എന്നുണ്ടെങ്കിൽ അതൊരു റിലേഷൻഷിപ്പ് ആക്കാതിരിക്കുന്നതാണ് നിനക്ക് ഏറ്റവും നല്ലത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് പറയും എന്താണ് നിങ്ങളെപ്പോഴും ഫ്രണ്ട്സ് ആയിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്, അതിനേക്കാളും ബെറ്ററായിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല, ഞാൻ നിനക്കൊരു അഡ്വൈസ് തന്നെന്നുള്ളൂ, നീ ഇനി മനസ്സിലാക്കിയിട്ട് നീ ഒരു കാര്യം തീരുമാനിക്കുന്നൊക്കെ എന്നെ പറയുമ്പോഴത്തേക്കും പ്രേം പറയുമ്പോൾ ഓക്കെ അമ്മ പറഞ്ഞത് തന്നെ ഏറ്റവും ശരി എന്നൊക്കെ പറഞ്ഞിട്ട് അവളിനെ നന്നായിട്ട് റിലാക്സ് ആവുന്ന കാണിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത സീൻ കാണിക്കുന്നത് ഒരു ഹോളിഡേയ്സൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് അവർ കോളേജിലേക്ക് വരുന്നുണ്ട്. ആ ടൈമിൽ പ്രിമ്മിനെ വെയിറ്റ് ചെയ്ത് നമ്മുടെ പോൺ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പോൺ പറയും പ്രിം എനിക്കൊരു ചാൻസ് കൂടി നീ തന്നോണ്ട് ചോദിക്കുമ്പോഴത്തേക്കും പ്രിം ചോദിക്കുന്നുണ്ട് കേട്ടോ എന്ത് ചാൻസാണ് നിങ്ങൾക്ക് തരേണ്ടത് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പോൺ പറയും തിരിച്ചും പഴയ പോലത്തെ ഒരു ഫ്രണ്ടായിട്ടിരിക്കാനായിട്ടുള്ളൊരു ചാൻസ് നീ എനിക്ക് തന്നൂടെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പ്രിം പറയും ഓക്കെ ഞാൻ എനിക്കൊരു ചാൻസ് തരാം, പക്ഷേ എനിക്ക് കുറച്ചും കൂടി ടൈം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് വേറെ ഒന്നും സംസാരിക്കാതെ അവൾ അവിടെ നിന്ന് പോകുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഹേർട്ടാവും കേട്ടോ. പിന്നെ ഇതെല്ലാം നോക്കി നിന്നുകൊണ്ട് നമ്മുടെ ആർട്ട് അവിടെ നിൽപ്പുണ്ടാവും കേട്ടോ. പഴയ പോലെ അതൊന്നും മിണ്ടാതെ എല്ലാം മനസ്സിൽ വെച്ചിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. ചെക്കനാണെന്നുണ്ടെങ്കിൽ പേണാണെന്നുണ്ടെങ്കിൽ പ്രിമിനെ എങ്ങനെയും സംസാരിക്കണം എന്നുള്ള രീതിയിൽ അവളുടെ മുന്നിൽ വന്നിട്ട് പറയുകയാണ് പ്രിം നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോയാലും ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ പെങ്കുച്ചു അറിയുമില്ല എനിക്കിന്ന് പറ്റത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ ചോദിക്കും നമുക്ക് മൂവി കാണാൻ പോയല്ലോ, കുറേ ആയില്ലേ നമ്മൾ മൂവിയൊക്കെ കണ്ടിട്ട് നമുക്ക് പോയാലോ ചോദിക്കുമ്പോഴത്തേക്കും അവൾ പറയും ഇല്ല എനിക്ക് എൻ്റെ അമ്മേൻ്റെ അടുത്ത് പോകണം എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ ചോദിക്കുന്നുണ്ട് അവിടെ എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൾ പറയും ഞങ്ങൾ ഇന്നൊരു യോഗ ക്ലാസ്സിന് ചേർന്നിട്ടുണ്ട്, അപ്പോൾ ഞങ്ങൾക്ക് എൻ്റെ അമ്മേനെയും കൂട്ടിയിട്ട് യോഗ ക്ലാസ്സിന് പോകണം എന്നൊക്കെ എന്നെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ ചോദിക്കുന്നത് അവിടെ എവിടെയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൾ പറയും അതെൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണെന്നൊക്കെ എന്നെ പറയും. അത് നമ്മൾ ചെക്കൻ ചോദിക്കുന്നത് ഞാൻ എന്നെ ഡ്രോപ്പ് ചെയ്യണം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൾ പറയും വേണ്ട ഞങ്ങൾക്ക് പോകാനേ ഉള്ളൂ ഞങ്ങൾ പൊക്കോളാം എന്നൊക്കെ എന്നെ പറയും കേട്ടോ. എന്നിട്ട് അവൾ അവിടെ നിന്ന് പെട്ടെന്ന് ഒഴിഞ്ഞു മാറാണ് ചെയ്യുന്നത്, അവൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസിനൊന്നും അവൾ നിന്ന് കൊടുക്കുന്നില്ല കേട്ടോ. അടുത്ത സീൻ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ പ്രിം പറഞ്ഞ പോലെ തന്നെ അവർ യോഗ ക്ലാസ്സിന് വന്നേക്കായിരിക്കും. അതായത് അവളുടെ അമ്മ ആ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്നത് ഒഴിവാക്കി ആ ശീലം ഒഴിവാക്കിയതിന് ശേഷം അവളുടെ അമ്മേൻ്റെ ആ ഒരു മൈൻഡൊക്കെ സെറ്റാകാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ യോഗ ക്ലാസ്സിന് വേണ്ടിയിട്ട് വന്നേക്കുന്നുണ്ട് കാണിക്കുന്നത്. അപ്പോൾ ഈ യോഗയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇവിടെ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് അയ്യോ ഇത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് എന്നെക്കൊണ്ട് കഴിയുമെന്ന് തോന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പെണ്ണോളെ കാണിക്കുന്നുണ്ട്. അത് നമ്മുടെ പ്രിമിൻ്റെ അമ്മേൻ്റെ ഭയങ്കര അടുത്ത കൂട്ടുകാരിയായിരിക്കും കേട്ടോ. പിന്നെ പറയുന്നുണ്ട് അതൊന്നും പ്രശ്നമില്ലെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഈ കൂട്ടുകാരിനെ പറയുന്നുണ്ട് ഇവളെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ ഇവളിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പ്രിം പറയും ആൻറ്റി ഞാൻ തേർഡ് ഇയറാണ് ഡിഗ്രി തേർഡ് ഇയറാണെന്ന് ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ആൻറ്റി പറയുന്നുണ്ട് ഈ വർഷം ഇൻറ്റേൺഷിപ്പൊക്കെ കഴിയുമല്ലോ, അപ്പോൾ നീ എൻ്റെ കൂടെ വർക്കിന് പോര്, നിനക്കോട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നീ എൻ്റെ കൂടെ വർക്ക് ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ പ്രിം ആണെങ്കിൽ അമ്മയെ നോക്കിയിട്ട് പറയും അമ്മ എന്താ പറയണത് ചോദിക്കുമ്പോഴത്തേക്കും അമ്മ പറയും നീ അല്ലേ കുട്ടി തീരുമാനിക്കേണ്ട, നീ എൻ്റെ ഇതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, നീ ഇപ്പോൾ വലിയ കുട്ടിയാണ്, നിൻ്റെ ഫ്യൂച്ചർ തീരുമാനിക്കേണ്ടത് നീ തന്നെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ ആൻറ്റി പറയും നീ പേടിക്കൊന്നും വേണ്ട, ഒരുപാട് വർക്കൊക്കെ ഉണ്ടെങ്കിലും ഞാൻ നിൻ്റെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം, നിനക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നീ ഒന്ന് ഡിസൈഡ് ചെയ്യ് എന്നിട്ട് നീ എന്നോട് സംസാരിക്കുന്നത് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കുവാണെങ്കിൽ നമ്മുടെ പെങ്കൊച്ചും അമ്മയും കൂടി ഇങ്ങനെ ഭയങ്കരമായിട്ട് നോട്ടമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് എന്താണെന്നൊന്നും മനസ്സിലാവത്തില്ല. ഇവർ തമ്മിലുള്ള ബോണ്ടൊക്കെ കാണുമ്പോഴത്തേക്കും ഈ അമ്മേൻ്റെ ഫ്രണ്ടിനെ ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് സീൻ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇവർ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് ഇനി ഒരു വർഷം കൂടിയല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞ് നിനക്ക് വർക്ക് ചെയ്യാൻ പോകാമല്ലോ, നീ പോകാൻ ഡിസൈഡ് ചെയ്തില്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അമ്മ പറയും നീ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വർക്ക് ക്വിറ്റ് ചെയ്യാൻ പോവാന്ന് ഞാൻ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പെങ്ങൾ ചോദിക്കുന്നുണ്ട് വർക്ക് ക്വിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പോവുക എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അമ്മ പറയും ഞാൻ ഇനി എന്നെ തന്നെ കെയർ ചെയ്യട്ടെ, ഞാൻ ഇനി വീട്ടിലിരിക്കട്ടെ എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും പെങ്ങൾ ചോദിക്കുന്നുണ്ട് അമ്മ വീട്ടിലിരിക്കുന്നതൊക്കെ കൊള്ളാം, പണ്ടത്തെ ശീലമൊന്നും വരുത്തി വെക്കരുതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അമ്മ പറയും അതിനിപ്പോൾ എന്താ ഞാൻ വരുത്തി വെച്ചാലൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പെങ്ങൾ ചെയ്താക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ പറയും ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞു നീ നിൻ്റെ വർക്ക് ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട് തലയിൽ ഉമ്മയൊക്കെ വെച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ.
അടുത്ത സീൻ ആണെന്ന് വെച്ചാൽ നമ്മുടെ പേൺ ആണെങ്കിൽ പ്രിമിനെ കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രിം ആണെന്നുണ്ടെങ്കിൽ കുറേ വട്ടം ആലോചിക്കും, എടുക്കണം വേണമെന്ന് ആലോചിച്ചിട്ട് ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പേൺ ഭയങ്കരമായിട്ട് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചിട്ട് പറയുന്നുണ്ട്, പ്രിം എനിക്ക് നിന്നെ വിട്ടുപിരിയാൻ പറ്റുന്നില്ല, നീ എന്നെ ഇഷ്ടപ്പെടണമെന്നൊക്കെ പറഞ്ഞാൽ ഐ ലവ് യു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രിം ആണെങ്കിൽ ഒരേ സ്റ്റാൻഡിൽ ഉറച്ച് നിൽക്കുമായിരിക്കും. അവൾ പറയും ഇങ്ങനത്തെ വാക്കുകളൊക്കെ പറയുകയാണെങ്കിൽ നീ എന്നെ വിളിക്കണമെന്നില്ല, വേഗം ഫോൺ കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അവൾ എന്നെ ഫോൺ കട്ടാക്കുന്നുണ്ട് കേട്ടോ. അടുത്ത സീൻ കാണിക്കുന്നത് കോളേജ് സീനാണ് കേട്ടോ. അവിടെ നമ്മുടെ ചോമ്പോ ആണെങ്കിൽ ഇവിടെ ലാസ്റ്റ് ഇയർ ആണല്ലോ. അപ്പോൾ ചോമ്പോ ആണെന്നുണ്ടെങ്കിൽ ഫാഷൻ്റെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഫാഷൻ ഷോ നടത്താനായിട്ട് അവർ തീരുമാനിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചോമ്പോ മോഡൽസിനെ തിരഞ്ഞെടുക്കുമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഫോൺ പറയും എന്നെക്കാൾ നല്ലൊരു മോഡൽ നിനക്ക് കിട്ടാനില്ല എന്നങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മൾ വെച്ചിട്ട് നീ മോഡലായിക്കോ, എന്നാൽ പ്രിമും കൂടെ ഇതിൽ ചേർന്നെന്ന് ഞാൻ പറയും കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും പേണിനെയും അത് പിടിച്ചിരുന്നുണ്ടാവും. അപ്പം നമ്മുടെ ആർട്ട് ചോദിക്കുന്നുണ്ട്, ചോമ്പോ ഞാൻ നിൻ്റെ ഫ്രണ്ടല്ലേ, നീ എന്താ എന്നെ മോഡലാക്കാത്തേ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് പറയും നിനക്ക് ഞാൻ വേറൊരു വർക്ക് വെച്ചിട്ടുണ്ട്, അത് ഇവരെ പോലെയല്ല, നല്ല പൈസ കിട്ടുന്ന വർക്കാണ്, ഏറ്റവും കൂടുതൽ വേണ്ടത് ഫോട്ടോഗ്രാഫറാണ്, നീ ഇതിൻ്റെ ഫോട്ടോഗ്രാഫറാണ്, ഇത് നിൻ്റെ ഇമ്പോർട്ടൻറ്റ് വർക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഫോട്ടോഗ്രാഫറിൻ്റെ വർക്കിനായിട്ട് ചേർക്കണം കേട്ടോ കാണുന്നത്. അങ്ങനെ ഇവർ ആ ഫാഷൻ ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നുണ്ട്. നെക്സ്റ്റ് കാണിക്കുന്നത് അവരുടെ ഫാഷൻ ഷോ ആണ്. അതിൽ നമ്മുടെ പ്രിമൊക്കെ റാംവാക്ക് ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ഫാഷൻ ഷോ നല്ല ഗംഭീരമായിട്ട് അടിച്ച് പൊളിച്ച് നടക്കുന്നുണ്ട്. നമ്മുടെ ആർട്ടാണെന്നുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഫാഷൻ ഷോ അടിപൊളിയായിട്ട് നടക്കുമ്പോഴത്തേക്ക് അവരൊരു പാട്ട് വെച്ചിട്ടുണ്ടാകും. നമ്മുടെ ചോമ്പോ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരിക്കും. അവൾ തുടക്കത്തിൽ ഇപ്പോഴും ഒരേ ക്യാരക്ടർ തന്നെയാണ് കേട്ടോ. അങ്ങനെ അവരുടെ ആ ഒരു പാർട്ടിയാണ് കാണിക്കുന്നത്. അവിടെ നമ്മുടെ ചോമ്പോൻ്റെ പാർട്ട്ണറും ഇപ്പോൾ ചോമ്പോക്ക് വരെ സപ്പോർട്ടറാണ് കേട്ടോ. ചോമ്പോനെ പോലെ തന്നെ ആയിരിക്കും. അപ്പോൾ പാർട്ട്ണറാണെന്നുണ്ടെങ്കിൽ അവളെ ഭയങ്കര കെയറിങ് ആണ്. ഷൂ തട്ടി വീഴാതിരിക്കാൻ വേണ്ടി ഷൂ ലൈസൊക്കെ കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ചോമ്പോക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവും കേട്ടോ. അവരിങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ട്. ഡാൻസ് കളിച്ച് ആ ഒരു പാർട്ടി അടിപൊളിയാക്കുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പോണും ഹാർട്ടോടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ടാവും. ആ സമയത്ത് നമ്മുടെ പ്രിം അവിടേക്ക് വരുന്നുണ്ട്. പ്രിം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പോണിൻ്റെ ആ ഒരു പോണിനെ അവളെ പ്രപ്പോസ് ചെയ്ത് അവളെ റിജക്റ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അവൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ് ഇവരെ ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും നിലനിർത്തണം എന്നുള്ള രീതിയിൽ അവൾ പണ്ടത്തെ പോലെ അവരോട് ബിഹേവ് ചെയ്തിട്ട് പറയുമ്പോൾ ചോമ്പോ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകുന്നൊക്കെ പറഞ്ഞാൽ അവരെ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ നമ്മുടെ ചോമ്പോ ആണെങ്കിൽ ഭയങ്കര ഡാൻസിങ് ആയിരിക്കും. അപ്പോൾ ചോമ്പോയുടെ ഡാൻസ് ആകുമ്പോഴത്തേക്ക് ഇവർ ഓട്ടോമാറ്റിക്കലി ഇവരും ഡാൻസൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഭയങ്കര ഡാൻസ് ഭയങ്കര എൻജോയ്മെൻ്റ് ഒക്കെയാണ് കേട്ടോ. ഇവരുടെ റിലേഷൻഷിപ്പോ ലവറോ അങ്ങനെ ഒന്നും മനസ്സിലില്ലാതെ അവർ പഴയ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ കുറേ ഫോട്ടോസൊക്കെ സീനിയേഴ്സൊക്കെ എടുത്ത് കൊടുക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭയങ്കരമായിട്ട് പണ്ടത്തെ പോലെ നല്ലോണം അടിച്ചു പൊളിക്കുന്നതായിട്ടോ കാണിക്കുന്നത്. നെക്സ്റ്റ് കാണിക്കുന്നത് മിസ്റ്റർ ബഡ്ഡീനെ ആയിരിക്കും. മിസ്റ്റർ ബഡ്ഡിക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആർട്ടിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആർട്ടിനെ വിളിച്ചെടുത്തേക്കണം, ഞാനൊരു വർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചെടുത്തിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് പറയും അതിൻ്റെ ലാസ്റ്റ് ഇയർ അല്ലേ, നിനക്ക് ഈ തവണ ഇൻറ്റേൺഷിപ്പ് ഉള്ളതല്ലേ, അപ്പോൾ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഒരു വർക്ക് തരുന്നുണ്ട്, ഞാനൊരു പ്ലേസ് കണ്ടുവച്ചിട്ടുണ്ട്, അവിടെ ഒരു സ്റ്റുഡിയോ ആണ്, അവിടെ നീ അവരുടെ ഒപ്പം വർക്ക് ചെയ്യണം, നിനക്ക് ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ആ ഡീറ്റെയിൽസൊക്കെ കൊടുക്കുന്നുണ്ട് സ്റ്റുഡിയോൻ്റെ. അത് നമ്മുടെ ചെക്കൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അത് വാങ്ങുന്നുണ്ട്. നെക്സ്റ്റ് കാണിക്കുന്നത് നമ്മുടെ ചെക്കൻ ആ സ്റ്റുഡിയോയിൽ വന്നേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു വുമണിനെ കാണിക്കുന്നുണ്ട്. ആ പെണ്ണാണെങ്കിൽ ഇവൻ്റെ സീനിയർ പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ പെണ്ണ് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മിസ്റ്റർ ബഡ്ഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നൈസ് ടു മീറ്റ് യു എന്നൊക്കെ പറയുന്നുണ്ട്. ചോദിക്കുന്നുണ്ട് നിനക്ക് ഫോട്ടോഗ്രാഫർ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയും എനിക്ക് ഫോട്ടോഗ്രാഫർ ആവണ്ട, പക്ഷേ എനിക്ക് ഫോട്ടോ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയട്ടെ. അപ്പോൾ പെങ്കൊച്ച് പറയും അങ്ങനെയല്ല നീ പറയണം, നീ എപ്പോഴും കോൺഫിഡൻ്റ് ആയിട്ട് പറയണം എന്താണ് എനിക്ക് ഫോട്ടോഗ്രാഫർ ആവണം എന്ന് പറയാൻ പറയും. അപ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയും എനിക്ക് ഫോട്ടോഗ്രാഫർ ആവണം എന്നിങ്ങനെ പറയും കേട്ടോ. നമ്മുടെ പെങ്കൊച്ച് പറയും നീ എപ്പോഴും ഈ ഒരു കോൺഫിഡൻറ്റ് വെച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ, എന്നാലും നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ എത്തിച്ചേരാനായിട്ട് സാധിക്കും എന്നൊക്കെ എന്നെ പറയട്ടെ. എന്നിട്ട് പറയും ഇപ്പോൾ നീ എൻ്റെ വാക്കൊക്കെ കണ്ട് പഠിക്കും, ഇപ്പോൾ എനിക്ക് സമയമില്ല, നീ ഇപ്പോൾ എൻ്റെ വാക്കൊക്കെ കണ്ട് പഠിക്കും, പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് എന്നോട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം, ക്ലിയർ ചെയ്യാം എന്നൊക്കെ എന്നെ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചെക്കനാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കണ്ട് നിൽക്കുന്നുണ്ട്. ഓരോരുത്തരും അവരുടെ കരിയേഴ്സൊക്കെ ബിൽഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഫോണിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആട്ടോ കാണിക്കുന്നത്. കാരണം എല്ലാ പ്രാവശ്യവും നമ്മുടെ ഫോണിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ മാത്രമാണ് കാണിക്കുന്നത്. എന്താ കാരണം എന്നൊന്നും അറിയില്ല. ഇത്തവണ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഫോണിൻ്റെ ബർത്ത്ഡേ ആണ്. അത് നമ്മുടെ ചോമ്പോൻ്റെ ബോയ് ഫ്രണ്ട് സീനിയറിൻ്റെ ഷോപ്പിൽ വെച്ചായിരിക്കും ഇവിടെ നടത്തുന്നുണ്ടാവുക. അപ്പോൾ ആ ടൈമിൽ നമ്മുടെ ചോമ്പോ ആണെന്നുണ്ടെങ്കിൽ ഒരു സാധനം എടുത്തിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ ആർട്ടിനോട് പറയും ആർട്ടിന് എൻ്റെ കൂടെ ഒന്ന് വരുമോ, എൻ്റെ സ്റ്റോർ റൂമിലേക്ക് ഒന്ന് വരുമോ, എനിക്ക് പേടിയാവുന്നു അവിടെ നിറച്ച് ഇരുട്ടാന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ആർട്ട് പറയും എനിക്ക് പേടി നിന്നെയാണ്, നിന്നെ കാണുമ്പോൾ എനിക്ക് പേടിയാണെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അവനാണെന്നുണ്ടെങ്കിൽ അവളങ്ങനെ
കളിയാക്കിയിട്ട് അവളുടെ കൂടെ നമ്മുടെ ആർട്ട് പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കുറേ കഴിഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു സൗണ്ട് കേൾക്കും കേട്ടോ. ഭയങ്കര വലിയൊരു സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും ഫോണും അതുപോലെ എല്ലാവരും ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട് കേട്ടോ. ഫോണായിരിക്കും മെയിൻലി പേടിക്കുക. ഫോൺ പേടിച്ചിട്ട് ഇങ്ങനെ ഓടി ചെല്ലുന്നുണ്ട്. ചോമ്പോ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ഇവരെല്ലാ ഫ്രണ്ട്സും കൂടി ലൈറ്റൊക്കെ ഇട്ടിട്ട് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടിയിട്ട് അവളെ വിഷ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ പ്രിമ്മോട് പറയുന്നുണ്ട്, ഇത് ഞങ്ങൾ ഡ്രാമ ആക്കിയതാണ്, നിനക്ക് സർപ്രൈസ് ചെയ്യാൻ. നീ ഒരുപാട് മുന്നേ പറഞ്ഞത് നിനക്ക് പ്രിൻസ്ലെസ് ആയിട്ട് നിൽക്കണം എന്നത് സാധിച്ചു തരാൻ വേണ്ടിയിട്ടാന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്കിങ്ങനെ ക്രൗണും അതുപോലെ തന്നെ ഫ്ലവർ ബൊക്കെയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇവരെല്ലാവരും ഒരേപോലെ വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടത് ഈ ഒരു തീമിന് വേണ്ടിയിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ആർട്ട് നമ്മുടെ ഫോണായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ പേണും ഫോണായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ പ്രിമ്മും ഹാർട്ടായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. ഭയങ്കര ക്യൂട്ടായിട്ടൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും തന്നെ അവരുടെ ഓരോ കാര്യങ്ങളൊക്കെ മറന്നിട്ട് അവർ പണ്ടത്തെ പോലെ വേറെ ഫ്രണ്ട്സായിട്ട് ഡാൻസ് കളിക്കുന്നതായിട്ട് കാണിക്കുന്നത്. എല്ലാം കഴിഞ്ഞ് പാർട്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവരിങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ടിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവർ പറയുന്നുണ്ട്, ആർട്ടൊരു അത്യാവശ്യമായിട്ട് നീ വരേണ്ടത്, എൻ്റെ ഒരു എമർജൻസി കേസിന് ഒരു ആക്സിഡൻറ്റ് ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയും, ഇല്ല ഇന്ന് എന്തായാലും ലേറ്റായി, ഞാൻ ടയേർഡാണ്, നിങ്ങൾ പോയിക്കോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫോൺ പറയും, വേണ്ട നീ പോവാതിരിക്കരുത്, എന്ത് കേസാണ് ആർക്കാണെന്ന് നമുക്കറിയില്ല, എമർജൻസിയാണ്, നീ അവരെ സഹായിച്ചേ പറ്റത്തുള്ളൂ, നമുക്ക് എല്ലാവർക്കും കൂടി പോകുമെന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി ആ കാറിൽ കയറി പോകുന്ന സീനാണ് കേട്ടോ കാണിക്കുന്നത്. നെക്സ്റ്റ് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആർട്ടിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആ ഒരു സ്പോട്ടിൽ വരുന്നുണ്ട്. ഭയങ്കര ഹെവിയർ ആയിട്ടുള്ള ഒരു ആക്സിഡൻ്റ് ആയിരിക്കും കേട്ടോ. നമ്മുടെ ചെക്കന്മാരൊക്കെ ആണെങ്കിൽ നോക്കി നിൽക്കുന്നുള്ളൂ, പക്ഷേ ആർട്ടൊക്കെ ഇറങ്ങി ഓടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആർട്ട് തന്നെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഫോട്ടോസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ ആർട്ടിനൊരു സംശയം, ഇത് നമ്മുടെ പ്രിമ്മിൻ്റെ അമ്മയില്ലെങ്കിലും സംശയം. അപ്പോൾ ആർട്ട് അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും കൺഫേം ആവും ഇത് പ്രിമ്മിൻ്റെ അമ്മയായിരിക്കും കേട്ടോ. ആർട്ടിനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഷോക്കായിട്ടൊക്കെ നിൽക്കുന്നുണ്ടാവും കേട്ടോ. അതേസമയം നമ്മുടെ ഫോണും മനസ്സിലാവും കേട്ടോ ഇത് പ്രിമ്മിൻ്റെ അമ്മയാണെന്നുള്ളത്. ഫോണും മനസ്സിലാവുന്നുണ്ടാവും. ഫോണും ഭയങ്കര ഷോക്കാവുന്നുണ്ട്. ആ ടൈമിൽ നമ്മൾ ചോമ്പാണെങ്കിൽ ഭയങ്കരമായിട്ട് കുടിച്ചിട്ടുണ്ടാവും കേട്ടോ. പക്ഷെ അവൾക്ക് നമ്മുടെ പ്രിമ്മിൻ്റെ അമ്മേൻ്റെ കാറ് മനസ്സിലാവുമ്പോഴത്തേക്കും പറയും, നിൻ്റെ അമ്മേൻ്റെ കാറല്ലേ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രിമ്മിനും മനസ്സിലാവും ഇത് എൻ്റെ അമ്മേൻ്റെ കാർ തന്നെയാണ്. അപ്പോൾ ആക്സിഡൻറ്റ് പറ്റിയ ലേഡി അമ്മ തന്നെയാണെന്ന് മനസ്സിലാവുമ്പോഴത്തേക്കും അവളും ഭയങ്കരമായിട്ട് ഷോക്കായിട്ട് അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. ഇതിനെ പറയുന്നുണ്ട്, എൻ്റെ അമ്മയെ എത്രയും പെട്ടെന്ന് രക്ഷിക്കണം എന്നൊക്കെ എന്നെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മ നിങ്ങളില്ലാതെ ഞാൻ ഇനി എങ്ങനെ ജീവിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഭയങ്കരമായിട്ട് കരയുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ടിനും അതുപോലെ എല്ലാ ഫ്രണ്ട്സിനും ഭയങ്കര സങ്കടമായിട്ട് അവരൊക്കെ ഇരുന്ന് കരയുന്ന കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് ഒരു ഹാർട്ട് ബ്രോക്കൺ പോലെയാണ് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര സങ്കടത്തോടു കൂടിയാണ്. ആ ഒരു അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ടൊരു പ്രെയർ മീറ്റ് വെച്ചേക്കായിരിക്കും കേട്ടോ. അപ്പോൾ അതിൽ എല്ലാവരും കൂടിയേക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പം നമ്മുടെ പ്രിമിൻ്റെ ഫ്രണ്ട്സ്, കോളേജിലെ ഫ്രണ്ട്സ്, അതുപോലെ കോളേജിലെ ടീച്ചേഴ്സ്, പ്രിമിൻ്റെ അമ്മേൻ്റെ ഫ്രണ്ട്, ഇവരെല്ലാവരും തന്നെ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ പ്രിമ് വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ പ്രിമിന് വേണ്ടിയിട്ട് എല്ലാവരും നോക്കി നിൽക്കുന്ന കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അവിടെ പ്രൊഫസറൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താണ് പ്രിമിനെ കാണുന്നില്ലല്ലോ, അവൾ വീട്ടിൽ ഒറ്റയ്ക്കാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവർ പറയും, അതറിയില്ല, അവൾ വരും എന്നുള്ള രീതിയിൽ ഇവർ പ്രെയർ കണ്ടക്ട് ചെയ്യാണ് കാണിക്കുന്നത് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഫ്രണ്ട്സ് എല്ലാവരും കൂടി നമ്മുടെ പ്രിമിനെ കാണാതാകുമ്പോൾ പ്രിമിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. കുറേ നേരം കോളിംഗ് ബെൽ അടിക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രിമിനെ കാണുന്നുണ്ടാവില്ല കേട്ടോ. പിന്നെ അകത്തേക്ക് കയറാൻ പോകുമ്പോഴത്തേക്കും നമ്മുടെ പ്രിമ് വരുന്നുണ്ട് കേട്ടോ. പ്രിമിൻ്റെ മുഖത്താണെങ്കിൽ ഒരു സങ്കടമൊന്നും കാണില്ല. അവൾ പഴയ പോലെ തന്നെ കൂളായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. പ്രിമ് ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ ഇപ്പോൾ ഇവിടെ ചോദിക്കുമ്പോഴത്തേക്കും അവർ പറയും, അല്ല നിന്നെ കണ്ടില്ല, അതുകൊണ്ട് വെറുതെ നോക്കാൻ വേണ്ടി വന്നതെന്നിങ്ങനെ പറയും കേട്ടോ. ഇവിടെ ചോദിക്കും, നീ എന്തൊക്കെയായിരുന്നു, നീ ഇവിടെ ഒറ്റയ്ക്കല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രിമ് പറയും, ഞാനിവിടെ കുറച്ച് ഡിസൈനൊക്കെ ചെയ്യാനുണ്ടായിരുന്നു, അത് ചെയ്യണം, ഞാൻ ഒറ്റയ്ക്കൊന്നുമില്ല, എൻ്റെ കൂടെ എൻ്റെ അമ്മ ഉണ്ടെന്ന് പറയട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും ഫ്രണ്ട്സ് എല്ലാവരും നല്ല ഷോക്കായി പോകട്ടോ. ഇവളെപ്പോഴും ആ ഒരു ഷോക്കിൽ നിന്ന് മാറിയിട്ടില്ലെന്ന് ഇവർക്ക് മനസ്സിലാവും. അതിനുശേഷം എന്നാൽ ശരി എന്നുള്ള രീതിയിൽ ഇവർ അങ്ങോട്ട് പോവുകയാണ്. നമ്മുടെ പ്രേമ അകത്തേക്ക് കയറി പോകട്ടോ. പ്രേമിൻ്റെ മനസ്സിൽ ഇപ്പോഴും അവളുടെ അമ്മ കൂടെ ഉണ്ടെന്നുള്ള വിചാരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രേമിൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡ്രിങ്ക്സൊക്കെ അവൾ ഒഴിച്ച് വെക്കുന്നുണ്ട്. പിന്നെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് കോഫിയൊക്കെ ഉണ്ടാക്കുമ്പോൾ 2 കോഫിയൊക്കെ വെച്ചിട്ട് അമ്മ ഇരിക്കുന്ന ചെയറിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. അടുത്ത സീനിൽ കാണിയെന്ന് വെച്ചാൽ ഇവർ കോളേജിൽ വരുമ്പോഴത്തേക്കും പ്രിമിൻ്റെ കൂടെ തന്നെയായിരിക്കട്ടെ എല്ലാവരും തന്നെ. പേണാണെന്നുണ്ടെങ്കിൽ പ്രിമ എങ്ങോട്ട് പോകാനും സമ്മതിക്കില്ല. അങ്ങനത്തെ രീതിയിൽ അവളുടെ പുറകെ നടക്കുന്നതൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അടുത്ത സീൻ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ പ്രിമ വേറെ ഫ്രണ്ട്സും കൂടിയിട്ട് ഇവിടെ ഇരിക്കുന്ന സമയത്ത്
കൂടെയുള്ളൊരു ഫ്രണ്ട് ഇങ്ങനെ നോക്കിയിട്ട് പറയും, ഇവൾക്ക് എന്തൊരു സങ്കടമൊന്നും ഇല്ലാത്ത, അമ്മ മരിച്ചിട്ട് അവൾക്ക് അതിൻ്റേതായിട്ടുള്ള സങ്കടങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് തൊട്ടടുത്തുള്ള ഫ്രണ്ടിനോട് ഇങ്ങനെ അവളെ പറ്റിയ കുറ്റങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ആർട്ട് കണ്ടുവരുന്നുണ്ട്, അവൻ കേൾക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആർട്ടിനെ കാണുമ്പോഴത്തേക്കും ഇവരെല്ലാവരും ആ ഒരു സബ്ജക്റ്റ് മാറ്റിയിട്ട് വേറെ സബ്ജക്റ്റ് സംസാരിക്കുന്നുണ്ട് കാണിക്കുന്നത്. അടുത്ത കാണിക്കുന്ന വെച്ചാൽ ഇവർ പിന്നെയും പ്രയർ മീറ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മുടെ പ്രിമിൻ്റെ അമ്മേൻ്റെ ഫ്രണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്രൊഫസറൊക്കെ പറയുന്നുണ്ട് നമ്മുടെ പ്രിം ഇപ്പോഴും ആ ഒരു ഷോക്കിൽ തന്നെയാണ്, അവർക്ക് ഇപ്പോഴും ആ ട്രൂത്ത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതേപോലെ തന്നെ ഇവർ ഫ്രണ്ട്സ് എല്ലാവരും പറയുന്നുണ്ട് ഇതുപോലെ അവളോടും ഒന്നും സംസാരിക്കണം എന്നൊക്കെ പറയുന്നത് പ്രിമിൻ്റെ അമ്മേൻ്റെ ഫ്രണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ സംസാരിക്കുകയാണ്, ഞാൻ പ്രിമിൻ്റെ അമ്മേൻ്റെ ഫ്രണ്ടാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ അവളോട് കാര്യങ്ങൾ പറയാത്തത്, തെറ്റല്ലേ, അവളത് മനസ്സിലാക്കേണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും പ്രൊഫസർ പറയുന്നുണ്ട് അവൾക്ക് കുറച്ചും കൂടി സമയം നമുക്ക് കൊടുക്കാം, അവളെല്ലാം അത് അക്സെപ്റ്റ് ചെയ്ത് വരട്ടെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആ ലേഡിയും അത് സമ്മതിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത സീനിൽ കളിയെന്ന് വെച്ചാൽ നമ്മുടെ ഫോണും ചോമ്പോയും കൂടിയിട്ട് ലഗേജൊക്കെ ആയിട്ട് നമ്മുടെ പ്രിമിൻ്റെ അടുത്തേക്ക് വരാൻ കേട്ടോ. കാരണം ഇനി പ്രിമിനെ ഒറ്റയ്ക്ക് നിർത്തുന്നത് ശരിയല്ല എന്നുള്ള രീതിയിൽ ഇവർ വരാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രിമ വന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളെന്താ ലഗേജും കൊണ്ടെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫോൺ പറയും ചോമ്പ് ആണെന്നില്ല, ചോമ്പൻ്റെ ഡാഡിയായിട്ട് ഭയങ്കര ഫൈറ്റിലാണ്, അപ്പോൾ അവൾക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, അപ്പോൾ അവൾക്കൊരു കമ്പനിയായിട്ട് ഞാനും വന്നതാണ്, ഞങ്ങൾ ഇനി ഇവിടെയാണെന്നൊക്കെ തന്നെ പറയും കേട്ടോ. അത്രയും നമ്മുടെ പ്രിമ ചോദിക്കും അങ്ങനെ പറയാൻ പറ്റില്ല, ഇതെൻ്റെ അമ്മേൻ്റെ വീടാണ്, അമ്മേനോട് സമ്മതം ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് അവരോട് അറിയുമ്പോൾ അകത്തേക്ക് പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരിനകത്തേക്ക് കൊണ്ടുപോകാം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ ഫോൺ ആലോചിക്കുന്നുണ്ട് ഇവളിപ്പോഴും ആ ഷോക്കിൽ തന്നെയാണെന്നുള്ള രീതിയിൽ അവൾ ആലോചിച്ചിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. അവിടെ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ അമ്മ ഇരിക്കുന്നിടത്ത് കുറച്ച് എന്താ പറയുക ഡ്രിങ്ക്സും അതേപോലെ സിഗരറ്റൊക്കെ വലിച്ചിട്ട് അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചോമ്പുവിൻ്റെ വീട്ടിലാണെങ്കിൽ വരെ സ്ട്രിക്റ്റ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ചോമ്പുവിൻ്റെ വീട്ടിൽ നിന്ന് വിളിയാണ്, എന്താ നീ വരാത്തെന്നുള്ള രീതിയിൽ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒന്നും താങ്ങാനാവുന്ന ചോമ്പ് പറയുകയാണ് ഞാൻ എന്നാൽ പോവാണ്, ഫോണിന് എന്താ ചെയ്യാന്ന് നോക്കുമ്പോഴത്തേക്ക് ഫോൺ പറയും നീ ഇനി ഫൈറ്റൊന്നും ചെയ്യണ്ട, നീ പൊക്കോ, ഞാൻ ഇവിടെ നിന്നോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം നമ്മുടെ പ്രിമ കേൾക്കുന്നുണ്ട്. അപ്പോൾ പ്രിമ വന്നിട്ട് പറയും ഇവിടെ ആരും നിൽക്കണ്ട, നിങ്ങൾ രണ്ടാളും പൊക്കോ, ഇനി ഒരു എക്സ്ക്യൂസൊന്നും അവരോടൊന്നും പറയണ്ട, ഞാൻ നോക്കിക്കോളാം, എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെല്ലാവരെയും സമ്മതിപ്പിച്ചിട്ട് ഇവരെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇവരും പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവൾ ഞാൻ ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മുടെ പെങ്കുച്ച് ഭയങ്കര ഓക്കെയാണ്, അവൾ പണ്ടത്തെ പോലെ തന്നെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്, കുഴപ്പമൊന്നും കാണുന്നില്ല കേട്ടോ. പിന്നെ കാണിക്കുന്നത് ഇൻറ്റേൺഷിപ്പിന് ശേഷം അവൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവളൊരു ഇൻ്റർവ്യൂവിലേക്ക് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചോമ്പോയും കൂടെ ഉണ്ടാവും. ചോമ്പ പറയും ഞാനും ഉണ്ട് ഈ വർക്ക് ചെയ്യാനൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ആ ഒരു മാഡം ഇങ്ങനെ പറയുന്നുണ്ട് എന്താണ് നിങ്ങളും ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെ എന്താ നിങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെ പോയോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അവർ പറയും ഇല്ല ഞങ്ങൾ എപ്പോഴും വലിയ ഫ്രണ്ട്സ് മാത്രമാണ്, പക്ഷെ ഞങ്ങളോട് കൂളായി സംസാരിക്കുന്നവരോട് ഞങ്ങൾ ഭയങ്കര കൂളായിട്ട് തന്നെ സംസാരിക്കുള്ളൂ എന്നൊക്കെ എന്നെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ആ മാഡം ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇനി എപ്പോഴാണ് നിങ്ങൾ ജോയിൻ ചെയ്യാമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവർ പറയും ഇനി ലാസ്റ്റ് സെമസ്റ്റർ 2 കൂടി ഉണ്ട്, അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ജോയിൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പ്രിം ആണെങ്കിൽ ഇതുവരെയും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അവളുടെ അമ്മ മരിച്ചെന്നുള്ളത് അവൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് പണ്ടത്തെ പോലെ മെസ്സേജ് അയക്കുന്ന പോലെ ഇങ്ങനെ പറയണം അമ്മ പ്രൊഫസർ എനിക്ക് ഒരുപാട് വർക്ക് അതാണ് ലേറ്റായി എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുന്നുണ്ട്. അതേപോലെ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ അന്ന് ഫോണിൻ്റെ വീട്ടിൽ പോയില്ലായിരുന്നെങ്കിൽ അമ്മയ്ക്ക് ഇങ്ങനൊന്നും വരില്ലായിരുന്നു, എൻ്റെ തെറ്റാന്നൊക്കെ പറഞ്ഞിട്ട് അവളെന്നെ മെസ്സേജൊക്കെ അയക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് വീട്ടിൽ ചെന്നതിന് ശേഷം അമ്മ ഇരിക്കുന്ന സ്ഥലത്ത് പോയിരുന്നിട്ട് അമ്മനെ പറ്റിയുള്ള ഓർമ്മകളൊക്കെ ആലോചിച്ചിട്ട് അവളിങ്ങനെ കരയുന്നുണ്ട് കേട്ടോ. അടുത്ത സീൻ എന്ന് വെച്ചാൽ ഇവർ ഫ്രണ്ട്സ് എല്ലാവരും തീരുമാനിച്ചിട്ട് ഇനി എന്തായാലും പറയാതിരിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ഇവരുടെ വീട്ടിലേക്ക് വരാണ് കേട്ടോ. ഇവർ വരുമ്പോഴത്തേക്കും വൈറ്റ് ഡ്രസ്സും അതുപോലെ അമ്മേൻ്റെ പ്രയറിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ കയ്യിലുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ പ്രിമിന് മനസ്സിലാവും, അപ്പോഴത്തേക്കും അവളുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ടാവും കേട്ടോ. ആ സമയത്ത് നമ്മുടെ ചോമ്പ് പറയുന്നുണ്ട് പ്രിം ഇനി ഞങ്ങൾക്ക് ഇതൊന്നും പറയാതിരിക്കാനായിട്ട് സാധിക്കത്തില്ല, നീ ഇനിയെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ, നിൻ്റെ അമ്മ മരിച്ചു പോയത് നീ ഇനിയും അക്സെപ്റ്റ് ചെയ്യണം, നീ ഇനിയും ഇങ്ങനെയൊന്നും കാണിക്കരുത്, ഇതിപ്പം 100 ദിവസം തികയാറായി, നീ ഇപ്പോഴും ഒറ്റയ്ക്കൊന്നും താമസിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ പ്രിമാണെങ്കിൽ വേറായിട്ട് കറണ്ട് പറയും എനിക്കറിയാം, എനിക്ക് ആദ്യമേ അറിയാം എൻ്റെ അമ്മ മരിച്ചെന്ന്, അന്ന് ആക്സിഡൻറ്റ് സമയത്ത് ഞാൻ അമ്മേനെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അമ്മ എന്നെ വിട്ട് പോയിന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഹാൻഡിൽ ചെയ്യാനോ എനിക്കിതിന് കഴിയുന്നില്ല, എൻ്റെ അമ്മ എന്നും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ എൻ്റെ കൂടെ ഇല്ല, അതൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം പെട്ടെന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ ഭയങ്കര കരയാണ് കേട്ടോ. അപ്പോൾ അവളുടെ കരച്ചിൽ കാണുമ്പോഴത്തേക്കും നമ്മുടെ ഫോണാണെങ്കിലും ചോമ്പാണെങ്കിലും അവരെല്ലാവരും അതിനായിട്ട് സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ നമ്മുടെ പ്രിം പറയുന്നുണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു കൂട്ടിന് എൻ്റെ അമ്മ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ എനിക്കൊന്നും പറയാനോ ആരും ഇല്ല, ഞാനിപ്പോൾ ഒറ്റയ്ക്കാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഫോൺ പറയും നീ ഒറ്റയ്ക്കൊന്നുമല്ല നിനക്ക് ഞാനുണ്ടെന്ന് പറയും. അപ്പോഴത്തേക്കും ഫോൺ പറയും
അതെ നിനക്ക് ഞാനും ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ചോമ്പ് പറയും പ്രിയം നീ പേടിക്കണ്ട, നിനക്ക് ഞങ്ങളെല്ലാവരും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ ഹഗ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും ഫോണും വന്നിട്ട് ഇങ്ങനെ ഹഗ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ചെക്കന്മാരും കൂടി വന്നിട്ട് അവളിങ്ങനെ സമാധാനിപ്പിക്കാൻ നോക്കിയിട്ട് എന്നെ ഹഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സീരീസിൻ്റെ മെയിൻ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് കേട്ടോ. കാരണം ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ പോലും ഇവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം വന്നതിന് ഇവരെല്ലാവരും ഒരുമിച്ച് നിൽക്കും, അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും. ഇത് തന്നെയാണ് കേട്ടോ ഈ ഒരു കഥയിലെ വലിയൊരു ഹൈലൈറ്റ്. ഇനി അടുത്ത സീൻ കാണുന്നത് വെച്ചാൽ നമ്മുടെ പ്രിമ്മും അവളുടെ അമ്മ മരിച്ചെന്നുള്ളത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ 100-ാം ദിവസം അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ തയ്യാറായിട്ട് വരുന്നത് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ അവളിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇവൾക്ക് ഇനി അച്ഛനും അമ്മ ഇല്ലെന്നുള്ള സഹതാപം ഇവർക്ക് എല്ലാവർക്കും തന്നെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവർ ഭയങ്കര സങ്കടത്തോടെ നോക്കി നിൽക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ പ്രിമ്മാണെന്നുണ്ടെങ്കിലും ആദ്യം ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്ത് വരെങ്കിലും ഒരു നിമിഷം അവൾ പൊട്ടി കരഞ്ഞു പോട്ടോ. അവൾക്ക് ആരും ഇല്ലെന്നുള്ളൊരു തോന്നൽ പിന്നെ അവൾക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ആർട്ടും പാണൊക്കെ കണ്ടു നിൽപ്പുണ്ടാവും കേട്ടോ. അപ്പോൾ ആർട്ടാണെന്നുണ്ടെങ്കിൽ വേഗം വന്നിട്ട് അവളെ സമാധാനിപ്പിക്കുന്ന രീതിയിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ പേൺ ആണെങ്കിൽ അതെല്ലാം ഓവർടേക്ക് ചെയ്തിട്ട് നമ്മുടെ പ്രിമിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവളെന്നെ ഹഗ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ പ്രിം ആണെങ്കിൽ ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് ഇങ്ങനെ പേണിനോട് പറയും എനിക്കിനി ആരും ഇല്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പേണാണെങ്കിലും തലയിലൊക്കെ തലോടിയിട്ട് പറയും നീ പേടിക്കണ്ട, നിനക്ക് ഞാനുണ്ട്, നീ സങ്കടപ്പെടണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എല്ലാവരും കണ്ടു നിൽക്കുന്നുണ്ട്, ഫോണും കണ്ടു നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫോണിന് അതൊന്നും ഇഷ്ടമല്ലെങ്കിൽ പോലും അവളുടെ ആ ഒരു സിറ്റുവേഷൻ നോക്കിയിട്ട് അവൾക്ക് അതൊന്നും ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ അവളത് മൈൻഡാക്കാണ്ട് വിടുന്നുണ്ട് കേട്ടോ. അടുത്തത് വരെ പ്രയറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫോണിൻ്റെ അച്ഛനും അമ്മേനോട് സംസാരിക്കണം. അപ്പം ഫോണിൻ്റെ അമ്മ പറയുന്നുണ്ട് മോളെ നീ ഇനി ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം, നീ ഇനി ഒറ്റയ്ക്ക് നിൽക്കണ്ട, നീയും എനിക്കിനി ഫോണിനെ പോലെ തന്നെ എൻ്റെ മകളാണ്, നീ വരുന്നത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ പ്രേം പറയും ആൻറ്റി ഞാൻ എന്തായാലും വരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത നിമിഷം കാണിക്കുന്നത് വെച്ചാൽ ഇവളുടെ അമ്മേനോടെല്ലാം സംസാരിക്കുകയാണ്, എന്നിട്ട് കാര്യങ്ങളിങ്ങനെ പറയുകയാണ് ഞാൻ ഫോണിൻ്റെ വീട്ടിലേക്ക് പോവുകയാണെന്നുള്ള രീതിയിൽ അമ്മേനോടെല്ലാം പറയാൻ കേട്ടോ. നെക്സ്റ്റ് ഡേ കാണിക്കുന്നതെന്ന് വെച്ചാൽ പ്രിം ഫോണിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് തയ്യാറായിട്ട് അവളുടെ ലഗേജൊക്കെ എടുത്ത് വെക്കാനായിട്ട് സഹായിക്കാൻ വേണ്ടി നമ്മുടെ ആർട്ടും പേണും വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ആർട്ടാണെങ്കിൽ മാറി നിൽക്കുന്നുണ്ടാവും, പേണായിരിക്കട്ടെ ഉള്ളിലേക്ക് പോകുന്നുണ്ടാവുക. അപ്പോൾ ആർട്ടിനാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് വെച്ചിട്ട് അവൻ അകത്തേക്ക് പോകാനായിട്ട് തോന്നുന്നുണ്ടാവില്ല. അപ്പോൾ പേൺ അവളിങ്ങനെ ഡ്രോപ്പ് ചെയ്യാണ് ഫോണിൻ്റെ വീട്ടിൽ കേട്ടോ. അപ്പോൾ പ്രിം വന്ന് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ഫോണിനെ നോക്കി നിൽക്കുന്നുണ്ട്, അവൾക്കൊട്ടും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. പക്ഷെ അവളൊന്നും മൈൻഡാക്കാണ്ടൊക്കെ നിന്നിട്ട് അവളുടെ അടുത്തേക്ക് പോയിട്ട് അവളിങ്ങനെ സ്വീകരിക്കുന്നേക്കുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് പ്രിമിനോട് ഫോണിൽ പറയുന്നുണ്ട് നീക്ക് എന്നെ വിളിച്ചാൽ മതിയായിരുന്നു, പേണിനെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടായിരുന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ പേൺ പറയും ഇല്ല എനിക്കിതൊരു ബുദ്ധിമുട്ടല്ല, ഞാനാണ് അവളോട് പറഞ്ഞത് നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞത് ഞാനെന്നൊക്കെ ഇങ്ങനെ പേൺ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്കും അവൾ പറയുമ്പോൾ ഓക്കെ ഇന്ന് ഭാഗത്തേക്ക് വാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഫോണ് പ്രിമിനകത്തേക്ക് വിളിക്കുന്നുണ്ട്, പേണിനെ അകത്തേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫോണാണെന്നുണ്ടെങ്കിലും ഫോണിൻ്റെ ഫാമിലി ആണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് അവളെ അകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്, ഭയങ്കരമായിട്ട് അവളെ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് അവളെ വെൽക്കമിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവിടെ എല്ലാവരും പറയുന്നുണ്ട് വാ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാമെന്നൊക്കെ തന്നെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പ്രിമിനാണെങ്കിൽ അവിടുത്തെ ഡെക്കറേഷൻസൊക്കെ ഭയങ്കര ഇഷ്ടമാവും, അവളെന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുമായിരിക്കും. ആ ടൈമിൽ നമ്മുടെ പെങ്കച്ച് വന്നിട്ട് പറയും നീ ഒറ്റയ്ക്ക് ഫോട്ടോ എടുക്കണോ, നമുക്ക് എല്ലാവരും കൂടി ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫോണും പ്രിമും കൂടി ഫോട്ടോ എടുക്കുന്നുണ്ട്. അതുപോലെ അവർ ഫാമിലി ആയിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മുടെ നമ്മുടെ പേണിനെ യാത്ര അയക്കാൻ വേണ്ടി പോവുകയാണ്. പേണിനോട് പറയുന്നുണ്ട് നീ വീട്ടിൽ ചെന്നിട്ട് വിളിക്കണം എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പെങ്കൊച്ച് നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷെ അവൾക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എന്നാലും അവളതൊന്നും മനസ്സിൽ കാണിക്കുന്നില്ല. പ്രിമിൻ്റെ ഈ ഒരു അവസ്ഥ ആലോചിച്ചിട്ട് അവൾക്ക് അങ്ങനെയൊന്നും തോന്നാത്ത രീതിയിലാണ് അവളത് മൈൻഡാക്കാണ്ട് വിടുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് കാണിക്കുന്നത് വെച്ചാൽ നൈറ്റ് ഇവർ രണ്ടാളും ഒരുമിച്ചാണല്ലോ കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫോണും അടുത്തേക്ക് വരികയാണ്. ആ സമയത്ത് തന്നെ നമ്മുടെ പ്രിമ്മാണെന്നുണ്ടെങ്കിൽ പ്രിമ്മിൻ്റെ FBയിൽ ഇവർ എടുത്ത പോസ്റ്റ് ഫാമിലി പിക്കിനെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഫോൺ പറയുന്നുണ്ട് നമുക്ക് ഈ പിക്ക് മാത്രമേ കിട്ടിയുള്ളൂ, അതിൻ്റെ മൗത്ത് ഭയങ്കര വലുതായിട്ടിരിക്കുകയാണ്, നിനക്ക് വേറെ പിക്ക് എടുത്തുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പ്രിം പറയും ഇല്ല അത് കാണാൻ ക്യൂട്ടാണ് നമുക്ക് തടാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് ചോദിക്കുന്നുണ്ട് എത്ര പെട്ടെന്നാണല്ലേ സമയമൊക്കെ പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നാളെ നമ്മുടെ ഇൻറ്റേൺഷിപ്പ് ആയി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ പ്രിം പറയുന്നുണ്ട് അത് എനിക്ക് ഇപ്പോഴും ആദ്യമായിട്ട് വന്നൊരു ഫീലിങ്സ് തന്നെയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവരിനോടൊന്നൊക്കെ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. എന്നിട്ടിങ്ങനെ പറയുന്നുണ്ട് നിനക്ക് ഓർമ്മയുണ്ടോ നമ്മൾ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ ഭയങ്കര ഫൈറ്റായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഫോണിനോട് പറയുമ്പോഴത്തേക്കും ഫോൺ പറയും ഹെയർ ഡ്രയറിന് വേണ്ടിയിട്ട് തല്ലുപിടിച്ച ആൾക്കാരല്ലേ നമ്മളെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ആ ഒരു കോളേജ് ടൈമിൽ നടന്ന സംഭവങ്ങളൊക്കെ ആലോചന ചിരിക്കാൻ കേട്ടോ. ആ ടൈമിൽ തന്നെ നമ്മൾ ഫോൺ ചോദിക്കുന്നുണ്ട് നമ്മുടെ ഫ്രണ്ട്സിൽ നമുക്ക് ആരെങ്കിലും ഇഷ്ടമാണെന്നൊക്കെ നമ്മൾ പ്രിമിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പ്രിം പറയും ചോമ്പോനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് ഇങ്ങനെ പറയും കേട്ടോ.
അപ്പോഴത്തേക്ക് അവൾ പറയും ചോമ്പല്ല, ആർട്ടിലും പെങ്ങളിലും നിനക്ക് ആരെയാണ് ഇഷ്ടം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അവൾ പറയും എനിക്ക് രണ്ടാളും ഫ്രണ്ട്സാണ്, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എന്നിങ്ങനെ പറയും കേട്ടോ. ആ ടൈമിൽ തന്നെ നമ്മൾ ഫോൺ ചോദിക്കുന്നുണ്ട്, നിനക്ക് പേണിനോട് എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അവളില്ല എന്നൊക്കെ പറയും. പിന്നെ എന്തിനാ എന്നെ പിക്ക് ചെയ്യാൻ വരുന്നു, നിന്നെ ഭയങ്കര കെയറിങ് ആണെന്നൊക്കെ എന്നെ പറയുന്നുണ്ടല്ലോ ഒക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് പറയും അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പറയും മതി മതി കിടന്നുറങ്ങാൻ, എനിക്ക് നാളെ നേരത്തെ പോകേണ്ടതാണ്, വർക്കുള്ളതാണ്, കിടന്നുറങ്ങുന്നൊക്കെ പറഞ്ഞ് അവളിങ്ങനെ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് കാണിക്കുന്നത് അവർ ഇൻറ്റേൺഷിപ്പിന് വേണ്ടി വരികയാണ്. നമ്മുടെ ഫോണും പേണും ഒരു സ്ഥലത്ത് തന്നെ ആയിരിക്കട്ടെ ഇൻറ്റേൺഷിപ്പിന് വന്നിട്ടുണ്ടാവാം. അവിടെ ഒരു ഫ്രണ്ട്സിനെയൊക്കെ പരിചയപ്പെടുന്നുണ്ട്. അങ്ങനെ അവർ വന്നേക്കാണ്. അടുത്ത കാണിക്കുന്നത് നമ്മുടെ ആർട്ടിനാണ് കേട്ടോ. ആർട്ടാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ആ ഒരു മാഡം പറഞ്ഞ പോലെ എല്ലാം നോക്കിയിരുന്ന് ചെയ്യണം. അവൻ ഇപ്പോഴും വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അവർ പറയുന്ന പോലെ എല്ലാം നോക്കിയിരുന്നിട്ട് അവർ ചെയ്യുന്നുള്ളൂ കേട്ടോ. ആ ടൈമിൽ തന്നെ നമ്മുടെ ആർട്ട് ചോമ്പോക്ക് തന്നെ മെസ്സേജ് അയക്കുന്നുണ്ട്. ഇത് തന്നെ ആയിരിക്കും കേട്ടോ അവൻ്റെ ഹോബി. കാരണം അവനൊരു വർക്കും കൊടുക്കുന്നുണ്ടാവില്ല, എല്ലാം നോക്കി ചെയ്യാനായിരിക്കും കേട്ടോ അവിടുത്തെ മാഡം പറയുന്നുണ്ടാവുക. അതേപോലെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടുത്തെ മാഡം വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ക്യാമറാസിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പറയുന്നുണ്ട് നീ എൻ്റെ കൂടെ വാ, എനിക്കൊരു വർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ മാഡം ആർട്ടിനെ കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആർട്ടാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ആ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവരുടെ പുറകെ പോകുന്നുണ്ട്. ചെന്ന് കയറുന്നത് ഇവരുടെ സ്റ്റുഡിയോ പോലത്തെ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. അവിടെ കുറേ പിക്ചേഴ്സൊക്കെ ഉണ്ടാവും. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ആർട്ടിനെ നോക്കി നിൽക്കുകയാണ്. അവരെന്തൊക്കെയോ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴും നമ്മുടെ ആർട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ എന്തെങ്കിലും വർക്ക് ചെയ്യണോ, ഞാനും ഇങ്ങനെ തന്നെ നിന്നാൽ മതിയോ ചോദിക്കുമ്പോഴത്തേക്കും ആ പെണ്ണ് ചോദിക്കുന്നുണ്ട് എന്താ നീ പറഞ്ഞേ. അല്ല ഞാൻ കുറേ നേരമായിട്ട് ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ എന്നങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നീ എന്താ ഇപ്പം എങ്ങനെ പറഞ്ഞത് ആ പെണ്ണിനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയുന്നുണ്ട് അല്ല ഇതിന് മുന്നേ നിങ്ങൾ പറഞ്ഞായിരുന്നു എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിനക്ക് ഡയറക്റ്റായിട്ട് പറയാം, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഡയറക്റ്റായിട്ട് പറഞ്ഞത് എന്നെ പറയുമ്പോഴത്തേക്കും അവർ പറയും നീ ഇപ്പം എന്നെ ഹെൽപ്പൊന്നും ചെയ്യണ്ട, നിനക്ക് ഞാൻ വേറെ വർക്ക് തരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ തന്നെ അവരിങ്ങനെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് തന്നെ അവൾ പറയുന്നുണ്ട് നമുക്ക് സ്റ്റുഡിയോയിൽ ഒരു ഗാലറി ഷോക്കേസ് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നൈറ്റ് ഫോട്ടോസാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നീ നൈറ്റ് ടൈം ഫോട്ടോസൊക്കെ എടുക്കണം, നമുക്ക് അവിടെ ഒരു ഷോക്കേസിൽ വെക്കാൻ വേണ്ടിയിട്ടാണെന്നിങ്ങനെ പറയട്ടെ, അതൊരു കോൺസെപ്റ്റ് നീ അതിൽ ചെയ്യണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയുമ്പോൾ ഓക്കെ ഞാനത് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൻ സമ്മതിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ മാഡം ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവളുടെ മുടി തന്നെ അവളെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ നമ്മുടെ ആർട്ടിനോട് പറയുന്നുണ്ട് എൻ്റെ മുടി ഒന്ന് പിൻ ചെയ്ത് വെച്ച് തരുമെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ടിനാണെങ്കിൽ അയ്യോ ഇപ്പോൾ എന്താ ഇവരിങ്ങനെ പറയുന്നത് എന്നുള്ള രീതിയിൽ അവൻ നിന്ന് പോകുന്നുണ്ടെങ്കിലും അവൻ എന്ത് ചെയ്യും പെട്ടെന്ന് തന്നെ അവിടെയുള്ള ക്ലിപ്പ് എടുത്തിട്ട് അവനിങ്ങനെ മുടി വെച്ച് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അവന് നോക്കാനോ ഫേസ് ചെയ്യാനോ പറയാനൊന്നും തോന്നുന്നുണ്ടാവില്ല. അവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മുങ്ങുന്നുണ്ട്. നെക്സ്റ്റ് കാണിക്കുന്നത് നമ്മുടെ പ്രിമ്മിനെയാണ് കേട്ടോ. പ്രിമ്മും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ തന്നെ ഒരു ഓഫീസറെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഓഫീസറാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരെ ഭയങ്കര ജോളിയായിട്ട് തന്നെയാണ്. പ്രിമ്മിനും ഭയങ്കര ഇഷ്ടമൊക്കെ തന്നെയാണെന്ന് വെച്ചാൽ ഇവർ ഓഫീസർ എന്നുള്ള രീതിയിൽ. പക്ഷേ ഇയാൾ ഓവറായിട്ട് ഇവളോട് പെരുമാറുന്നുണ്ടോയെന്ന് നമ്മൾ പ്രിമ്മിന് തോന്നുന്നുണ്ട്. പക്ഷേ പ്രിമ്മിനാണെന്നുണ്ടെങ്കിൽ ഇവളുടെ മാഡം പറഞ്ഞ പോലെ തന്നെ പ്രിം ഇയാളെ മൈൻഡ് ആക്കണ്ട എന്നുള്ള രീതിയിൽ തന്നെ നിന്ന് കൊടുക്കുകയാണ് കേട്ടോ. അവരിനെ ഓരോ വർക്കൊക്കെ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് കാണിക്കുന്നത് നമ്മുടെ ഫോണിൻ്റെയും പേണിൻ്റെയും ഓഫീസാണ് കേട്ടോ. അവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിന് ഒട്ടും ഇഷ്ടമുണ്ടാവില്ല. കാരണം അവിടുത്തെ ആണുങ്ങളൊക്കെ ഫോണിൽ തന്നെ ആയിരിക്കും നോട്ടം ഇട്ടിട്ടുണ്ടായിരിക്കും. അവരൊക്കെ ഇങ്ങനെ വായുമ്പോൾ ചെയ്യാം. പക്ഷേ പേണിനെ ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഫോൺ വിചാരിച്ചത് അവളൊരു ഡിസൈനറായിട്ടാണ് അവിടെ ചെന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവളെ ഒരു മോഡലാക്കാനായിരുന്നു കേട്ടോ അവരുടെ തീരുമാനം. അവൾക്ക് ഇങ്ങനെ ഡ്രസ്സൊക്കെ കൊടുത്തിട്ട് നീ മോഡലിങ് ചെയ്യണം എന്നൊക്കെ വാശി പിടിച്ച് അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ പേൺ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവക്കാണെങ്കിൽ അതൊന്നും ഇഷ്ടമുണ്ടാവില്ല. അപ്പോഴത്തേക്കും നമ്മുടെ പേൺ ചെന്ന് പറയുന്നുണ്ട് വാ നമുക്ക് പോവാം, ഇതൊന്നും ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവളെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ പേണിന് മനസ്സിലൊരു സങ്കടം ഉണ്ടാകും. കാരണം ഇവള് അവൻ കാരണം ഇവളുടെ ലൈഫ് ഇതാകും എന്നുള്ള രീതിയിൽ. പക്ഷേ നമ്മുടെ പെങ്കൊച്ചും ഹാപ്പി ആയിരിക്കും കേട്ടോ അതിൽ. അടുത്ത കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആർട്ടിൻ്റെ മാഡത്തിനെയാണ്. ആർട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് നൈറ്റ് ടൈം പിക്ചേഴ്സൊക്കെ എടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത് അവർക്ക് ഇഷ്ടമുണ്ടാവുമെങ്കിലും പക്ഷെ അവർ ഉദ്ദേശിച്ച രീതിയിൽ അത്രയും വന്നിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ ആരോട് പറയുന്നുണ്ട് ഇറ്റ്സ് ഗുഡ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് ബോറിംഗ് ആണ്, ഇങ്ങനത്തെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിനക്ക് ആദ്യം കാണുമ്പോഴുള്ള ഇൻട്രസ്റ്റിൽ എടുക്കുന്നതല്ല, ഇതൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ നീ ആദ്യം ഉണ്ടാവുന്ന ലെവലല്ലാതെ കുറച്ചും കൂടി ഡീപ്പായിട്ട് ചിന്തിക്കുക, എന്നിട്ട് നല്ലൊരു രീതിയിൽ നീ ഒരു പിക്ചേഴ്സ് എടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ഇതൊക്കെ ഒരു പ്രാക്ടീസിങ് ലെവലാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ നമ്മുടെ ചെക്കൻ എന്തോ പോലെ ആണെങ്കിലും അവൻ പറയുമ്പോൾ
അവനതെല്ലാം അക്സെപ്റ്റ് ചെയ്തിട്ട് അവൻ പറയും ഓക്കെ ഞാൻ ഒന്നുകൂടി എടുക്കാമെന്നൊക്കെ എന്നെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ആ പെങ്കൊച്ച് പറയും ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ കൂട്ടി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരെത്തുന്നത് ഒരു ഫ്ലാറ്റിലേക്കായിരിക്കും. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മളെ ചെക്കൻ ഇവരെന്താ എന്നെയും കൂട്ടി ഈ ടൈമിൽ ഇങ്ങോട്ട് എന്നുള്ള രീതിയിൽ നമ്മുടെ ചെക്കൻ ആദ്യം ഒന്ന് പേടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. എന്നിട്ട് അവനിങ്ങനെ അകത്തേക്ക് ചെല്ലുന്നുണ്ട്. പക്ഷെ അവൻ ഉദ്ദേശിച്ച പോലെ ഒന്നും ആയിരിക്കത്തില്ല. കാരണം അവന് ഫോട്ടോ എടുക്കാൻ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ആംഗിൾസ് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എഡിറ്റ് വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് ഇത് ബാങ്കോക്കിൻ്റെ എല്ലാ വ്യൂവും തന്നെ കാണാൻ പറ്റും, അപ്പോൾ എനിക്ക് ഡിഫറെൻറ്റ് ആംഗിളിൽ നിന്ന് ഫോട്ടോ എടുത്ത് പഠിക്കാനായിട്ട് സാധിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കന് ഭയങ്കരമായിട്ട് ഇഷ്ടമാവട്ടോ. അവൻ പറയുന്നുണ്ട് ഒരുപാട് ബിൽഡിങ്സ് പുതുതായിട്ട് വന്നിട്ടുണ്ട്, ഇവിടെ ഒരുപാട് പേര് പുതുതായിട്ട് വന്ന് താമസിക്കുന്നവരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ബാങ്കോക്കിനെ പറ്റി പറയാണ് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും പെണ്ണ് ചോദിക്കുന്നുണ്ട് നീയും ഇവിടെ തന്നെയാണോ താമസം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവൻ പറയും അല്ല ഞാൻ ഇവിടെ അല്ല, ഞാൻ ഖജനാപുരി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നതെന്നൊക്കെ എന്നെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും പെണ്ണ് പറയുന്നുണ്ട് ഞാൻ അവിടെ കുറേ കാലങ്ങളുണ്ടായിരുന്നു, വർക്കിന് വേണ്ടിയിട്ട് ഞാൻ വന്നിട്ടുണ്ട്, പക്ഷെ അവിടെ സ്ഥലങ്ങളൊന്നും ചുറ്റിക്കാണാനായിട്ട് എനിക്ക് സാധിച്ചിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയും ഓക്കെ നമുക്ക് ടൈമൊക്കെ ഉള്ളപ്പോഴത്തേക്കും നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പെങ്കൊച്ചിനാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയുന്നുണ്ട് അവിടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പെങ്കൊച്ച് ചോദിക്കുന്നുണ്ട് എന്നെ നീ അവിടെ കൊണ്ടുപോയി കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ഞാൻ കാണിച്ചു തരും, അതിൻ്റെ ഹോം ടൗൺ ആണ് എന്നൊക്കെ എന്നെ പറഞ്ഞിട്ട് അവർ ആ സ്ഥലത്തെ പറ്റി ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം ഇവർ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. തുറന്ന് സംസാരിക്കുന്നത്, പിന്നെ അവനെ ഫോട്ടോ എടുക്കാൻ പഠിപ്പിക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ ആർട്ട് എടുത്ത ഫോട്ടോസൊക്കെ അവർക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് അത് അവർ സെലക്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പറയുന്നുണ്ട് ഇതിന് നിനക്ക് എന്തായാലും പൈസ കിട്ടും, നീ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, ഇതിന് നിനക്ക് എന്തായാലും കിട്ടുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയും എനിക്ക് മണി വേണ്ടെന്ന് എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മാഡം പറയുന്നുണ്ട് അതെന്താന്ന് ഞാൻ പറഞ്ഞ് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയുന്നുണ്ട് ഞാൻ ഒരുപാട് നിങ്ങളിൽ നിന്ന് പഠിച്ചു, എനിക്ക് ഇത്രയും കഴിവൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ നിങ്ങളിൽ നിന്നാണ് പഠിച്ചെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മാഡം പറയും അതൊന്നും ഇതിനകത്ത് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ല, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തു എന്നതുകൊണ്ട് നിൻ്റെ കഴിവിനെ ആർക്കും ഇതാക്കാൻ സാധിക്കില്ല, അപ്പോൾ നിനക്ക് ഇതെന്തായാലും ഡിസേർവ് ചെയ്യുന്ന പൈസയാണെന്നൊക്കെ എന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ആർട്ട് പറയും ഓക്കെ എൻ്റെ ഇത് ഫസ്റ്റ് സാലറിയാണ്, ഞാൻ നിങ്ങൾക്ക് ഡിന്നർ വാങ്ങിച്ചു തന്നിട്ട് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ മാഡം ചോദിക്കും നീ എന്നെ ഡേറ്റ് ചെയ്യാൻ വിളിക്കുകയാണോ ചോദിക്കുമ്പോൾ നമ്മുടെ ചെക്കനൊന്നും മിണ്ടാൻ പറ്റത്തില്ല കേട്ടോ. സത്യമാണോ കളവായിട്ടാണോ പറഞ്ഞെന്നുള്ള രീതിയിൽ അവൻ നോക്കി നിൽക്കുന്നുണ്ട്. നെക്സ്റ്റ് കാണിക്കുന്നത് നമ്മുടെ പ്രിമിനെയാണ്. പ്രിമ് ഭയങ്കര വർക്കൊക്കെ ചെയ്തിട്ട് ടയേർഡായിട്ട് ഓഫീസിലിരുന്ന് ഉറങ്ങി പോകുന്നുണ്ട് കേട്ടോ. അതൊക്കെ അവിടുത്തെ സാറ് വന്ന് വിളിക്കുന്നുണ്ട് പ്രിം എഴുന്നേക്കെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പ്രിമ് ചാടി എഴുന്നേക്കുന്നുണ്ട്. ചോദിക്കുന്നുണ്ട് നീ ഇതുവരെ എന്താ വീട്ടിൽ പോകുന്നില്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രിമ് പറയാണ് അത് സാറ് വർക്ക് ചെയ്യുന്നുണ്ടപ്പോഴത്തേക്കും ഞാനും ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്താണ്, എപ്പോഴാണെന്ന് അറിയില്ല, ഞാൻ ഉറങ്ങിപ്പോയെന്ന് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ചെക്കൻ പറയുന്നുണ്ട് ഓക്കെ വർക്ക് ചെയ്യുന്നതൊക്കെ നല്ലതാണ്, പക്ഷേ അധികം ലേറ്റ് ആവാൻ പാടില്ല, ലേറ്റായിട്ട് വീട്ടിൽ പോകുന്നത് വളരെ റിസ്ക് ആയിട്ടുള്ള കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയും ഓക്കെ ഞാനെന്നാൽ ഡ്രോപ്പ് ചെയ്യാം നീ എൻ്റെ കൂടെ പോരുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രിമിനെ വീട്ടിൽ കൊണ്ടാകാം, അതായത് നമ്മുടെ ഫോണിൻ്റെ വീട്ടിലായിരിക്കും ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ വീട് കാണുമ്പോഴത്തേക്കും നമ്മുടെ സാറ് ചോദിക്കുന്നുണ്ട് പ്രിമിനോട് ഇത്രയും വലിയ വീടാണല്ലോ ഇത്, ഇവിടെ ആരൊക്കെ താമസിക്കുന്നുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പ്രിം പറയും ഇതെൻ്റെ വീടല്ല, ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ്. അവളുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം സാറ് ചോദിക്കുന്നുണ്ട് ഓഹോ ബോയ് ഫ്രണ്ടാണോ ഗേൾ ഫ്രണ്ടാണോ എന്നൊക്കെ എന്നെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വെങ്കച്ച് പറയും ബോയ് ഫ്രണ്ട് ഒന്നല്ല ഗേൾ ഫ്രണ്ട് തന്നെയാണ്, അവൾ വളരെ ക്യൂട്ടാണ് കാണാൻ, ഞാൻ വേണമെങ്കിൽ നിന്നെ പരിചയപ്പെടുത്തി തരാം എന്നൊക്കെയുള്ള രീതിയിൽ സാറിനോട് എന്നെ പറയുമ്പോഴത്തേക്കും സാറ് പറയും ഓ വേണ്ട ഞാൻ നിന്നിൽ തന്നെ ഇൻട്രസ്റ്റഡ് ആണ്, വേറെ ആളും ആരിലും ഞാൻ ഇൻട്രസ്റ്റഡ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഭയങ്കരമായിട്ട് കൊതിപ്പിക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ചിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് കാണിക്കുന്നത് വെച്ചാൽ മോർണിംഗിൽ നമ്മുടെ ഫോൺ നല്ല ഉറക്കമായിരിക്കും. പ്രിം ആണെന്നുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് അവരെ ഇൻറ്റേൺഷിപ്പിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരിക്കും. അപ്പം നമ്മുടെ പ്രിം വിളിച്ച് എണീപ്പിക്കുന്നുണ്ട് നീ എൻ്റെ എനിക്കത് വർക്കിന് പോകണ്ടേന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫോൺ പറയുന്നില്ല ഞാൻ എൻ്റെ ഇൻറ്റേൺഷിപ്പ് ഒഴിവാക്കി പോകുന്നു, നീ പൊക്കോന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പ്രിം ആകെ നെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. ഒഴിവാക്കിയോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫോൺ പറയുന്നുണ്ട് അത് ഞാൻ പിന്നീട് സംസാരിക്കാം, നീ പൊക്കോന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് എന്താ പറ്റിയേ എന്നുള്ള രീതിയിൽ അവൾ അവിടെ നിന്ന് വർക്കിന് പോകാൻ വേണ്ടിയിട്ട് കുറേ നേരം നോക്കി നിന്നിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇവരെല്ലാവരും കൂടി ഈവനിങ് സീനിയറിൻ്റെ ഷോപ്പിൽ കൂടാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ വന്നേക്കാണ്. ആ ടൈമിൽ നമ്മുടെ ആർട്ടാണെന്നുണ്ടെങ്കിൽ അവൻ്റെ മാഡത്തിന് ഡിന്നർ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ അങ്ങോട്ട് ക്ഷണിച്ച് വരുത്തിയാണ് കേട്ടോ. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്കും മാഡം അവിടെ കാണുന്ന പിക്ചേഴ്സൊക്കെ കാണുമ്പോഴത്തേക്കും ആ സീനിയറോട് ചോദിക്കുന്നുണ്ട് ആര് വരച്ച പിക്ചേഴ്സാണ്
നൈസായിട്ടുണ്ടെന്ന് ചെയ്യുമ്പോഴത്തേക്കും ആ സീനിയർ പറയുന്നുണ്ട് ഇവർ ഫസ്റ്റ് ഇയർ വന്നപ്പോൾ ഇവർ തന്നെ വരച്ച പെയിൻറ്റിങ്സ് ആണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെങ്കൊച്ച് പറയും നീ എന്ന് അവിടെ പോയിരുന്നു, ഞാനെന്നാൽ സീനിയറിനോട് കുറച്ച് സംസാരിക്കണം എന്നുള്ള രീതിയിൽ അവൾ അങ്ങോട്ട് പോകുന്നുണ്ട്. നമ്മുടെ ആർട്ടാണെങ്കിൽ ഇവരുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചോമ്പ് കളിയാക്കുന്നുണ്ട്, ഓ കണ്ടാൽ എന്താണ് ഭയങ്കര വയസ്സുള്ള സ്ത്രീ ആണെങ്കിലും നിനക്കിപ്പോൾ അവരേക്കല്ലേ പിടിക്കുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മുടെ ആർട്ടിനെ ചോമ്പ് ഭയങ്കര കളിയാക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ആർട്ട് പറയും ചോമ്പ വേണ്ട, നീ ആവശ്യമില്ലാണ്ട് കളിയാക്കൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇതെൻ്റെ സീനിയർ മാഡം എന്നൊക്കെ എന്നെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയും എന്നെ കളിയാക്കുമ്പോഴത്തേക്കും എന്താണ് നമ്മുടെ പ്രിമ്മ് വരുന്നുണ്ട്. പ്രിമ്മും ഒറ്റക്കായിരിക്കില്ല കേട്ടോ, പ്രിമ്മിൻ്റെ സാറും വരുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ചോമ്പൊക്കെ എന്തോ പോലെയും ഓഹോ നിങ്ങൾ രണ്ടാളും കരുതിക്കൂടി തന്നെയാണല്ലോ എന്നുള്ള രീതിയിൽ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ചോദിക്കുന്നുണ്ട് നമ്മുടെ പ്രിമ്മ്, ഓ ഇപ്പോൾ ഡ്രോപ്പ് ചെയ്യാനൊക്കെ ആൾക്കാരുണ്ടല്ലേ എന്നുള്ള രീതിയിൽ ചോമ്പ് പ്രിമ്മിനോട് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പേണ്ട മുഖമൊക്കെ മാറുന്നുണ്ടാവും കേട്ടോ. ഹാർട്ടിനും ഭയങ്കരമായിട്ട് ഇതാവുന്നുണ്ടാവും. അപ്പോഴത്തേക്കും നമ്മുടെ ഫോൺ പറയും, ഓ നീ അറിഞ്ഞില്ലേ പ്രിമ്മിനിപ്പം ഡ്രോപ്പ് ചെയ്യാനൊക്കെ ആളുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ, വീട്ടിൽ കൊണ്ട് നാക്കാനൊക്കെ ആളെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചോമ്പ് പറയും ആ നീ എന്നോട് ഇതൊരു പറഞ്ഞില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ പ്രിമ്മിനോട് ഇങ്ങനെ പറയും കേട്ടോ. പ്രിമ്മ് എല്ലാവരോടും ഇങ്ങനെ പറയും എനിക്ക് ആളെ ഇഷ്ടമൊന്നുമല്ല, ആളെ വെറും എൻ്റെ സീനിയർ മാത്രമാണ്, നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ചോമ്പ് പറയും ആൾക്കൊരു ഇഷ്ടമില്ലാതൊന്നും ഒരിക്കലും ആളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഇടയില്ലാണ്ട് നിന്നെ ഇങ്ങനെ കൊണ്ട് നാക്കിയൊന്നും ചെയ്യില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ പ്രിമ്മോട് പറയും നീ വെറുതെ ഓവറായിട്ട് ഇതാക്കിയൊന്നും വേണ്ട, നിങ്ങളാരും അതിനൊന്നും ചിന്തിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് നമ്മുടെ പേണ്ടൊക്കെ മുഖം ഭയങ്കരമായിട്ട് മാറുന്നുണ്ടാവും കേട്ടോ. നെക്സ്റ്റ് കാണിയെന്ന് വെച്ചാൽ നമ്മുടെ ഇവർ വന്നിട്ടുണ്ടാവുക ഇവരുടെ മറ്റേ ഇൻറ്റേൺഷിപ്പ് പോയ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രിന്റ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് അവിടെ നിന്ന് ലെഫ്റ്റ് ആയി ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫോൺ പറയുന്നുണ്ട് അവിടുത്തെ ആൾക്കാരൊക്കെ വെറും മോശമാണ്, നമ്മളെ തിന്നാൻ വരുന്ന പോലെയാണ് അവരുടെ പെരുമാറ്റം, അതുകൊണ്ട് തന്നെ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ഫോൺ അവിടെ നിന്ന് തുറന്ന് പറയാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ചോമ്പ് പറയുന്നത് ഇത്രയും നടന്നില്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി എന്തായാലും നന്നായി, നമുക്ക് വേറെ ഏതെങ്കിലും നോക്കാം എന്നുള്ള രീതിയിൽ അവരിങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ടോ കാണുന്നത്. അപ്പോൾ കുറേ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ടാണെങ്കിൽ സീനിയറെ നോക്കുമ്പോഴത്തേക്കും സീനിയർ അവിടെ ഇരുന്ന് ഒറ്റയ്ക്കിങ്ങനെ ഇരിക്കുകയായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ആർട്ടും ആ ഒരു മാഡത്തിൻ്റെ അടുത്ത് അവരുടെ സീനിയർ ആയിരിക്കുമല്ലോ മാഡത്തിൻ്റെ അടുത്ത് ചെല്ലാണ് പിന്നെ സംസാരിക്കുകയായിരിക്കും കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ആർട്ടിൻ്റെ സീനിയർ ആയിരിക്കും ആ മാഡം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറയുകയാണ് ബഡ് എന്ന് വെച്ചാൽ മിസ്റ്റർ ബഡിൻ്റെ ഫേവറേറ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ പണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ നിന്നെ എൻ്റെ അടുത്തേക്ക് അയച്ചെന്നുള്ള രീതിയിൽ നമ്മുടെ ആർട്ടിനോട് അവരുടെ കഥകളൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രിമ പറയുന്നുണ്ട് ഇവർ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള രീതിയിൽ ചോമ്പനോട് സംസാരിക്കും. ചോമ്പ പറയും അവർ ജസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ, അവരിലൊന്നുമില്ല എന്നുള്ള രീതിയിൽ അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് കാണിക്കുന്നത് വെച്ചാൽ ഇതേപോലെ ഒരു വർക്കിൽ വന്നേക്കാണ് നമ്മുടെ ആർട്ടും മാഡം. അപ്പോൾ ആർട്ടാണെങ്കിൽ ഓൾറെഡി തയ്യാറെടുത്തായിട്ട് വന്നിട്ടുണ്ടാവുക, അവൻ്റെ മുടി എങ്ങാനും ഫ്രണ്ടിലേക്ക് വന്നതെന്നുള്ള രീതിയിൽ അവൻ ഓൾറെഡി അവൻ്റെ പോക്കറ്റിൽ ഒരു ഹെയർ ബാൻഡ് എടുത്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. നമ്മുടെ ഫോണിനെയും പേണിനെയും കാണിച്ചിട്ടുണ്ടാവും കേട്ടോ. ഈ ഫോണും പേണും പഴയ പോലെ തന്നെ ഒരു ഭയങ്കര ക്ലോസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർ ഇൻറ്റേൺഷിപ്പൊക്കെ ഒരുമിച്ചാണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഇവരൊന്നും കൂടി ഫ്രണ്ട്ഷിപ്പും ഇവരുടെ ബോണ്ട് ഒന്നുകൂടി സ്ട്രോങ് ആയിട്ടുണ്ട്. അവരിങ്ങനെ ഡ്രിങ്ക്സൊക്കെ കഴിക്കുന്നതും കാണിക്കുന്നുണ്ട്. ഡ്രിങ്ക്സ് കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫോണിനാണെങ്കിൽ കാറൊന്നും ഓടിക്കാൻ പറ്റുന്നുണ്ടാവില്ല, പേണായിരിക്കും വന്ന് ഡ്രോപ്പ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ നമ്മുടെ എന്താണ് പ്രിമ്മാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ വീട്ടിലായിരിക്കുമല്ലോ, അതുകൊണ്ട് തന്നെ ഫോണിന് നമ്മുടെ പ്രിമ്മ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ പെങ്കൊച്ചാണെങ്കിൽ ഭയങ്കരമായിട്ട് കുടിച്ചിട്ടുണ്ട് തന്നെ അവൾ ബോധമില്ലാണ്ട് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവളിങ്ങനെ പറയുന്നുണ്ട് നിനക്കറിയോ പേണും ഒരു പെൺകുട്ടിയും നമ്മൾ ഡേറ്റ് അയക്കണമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് പറയുമ്പോൾ അതൊന്നും എനിക്കറിയില്ല എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും അവൾ പറയും നിനക്കറിയോ അതാരാണെന്ന്, ഞാനാണെന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ചാണെങ്കിൽ അതൊന്നും മൈൻഡാക്കാണ്ട് തിരിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും പ്രിമ്മിന് ഭയങ്കര സങ്കടം അവിടെ, കാരണം ഇത്രയും എന്താണ് ക്ലോസ് ഫ്രണ്ട്സായിട്ട് ഇവരെല്ലാം മറച്ചു വെച്ചല്ലോ എന്നുള്ള രീതിയിൽ അവൾക്ക് ഭയങ്കരമായിട്ട് സങ്കടമാവും. അതുകൊണ്ട് തന്നെ അവൾ നൈറ്റ് ഉറങ്ങാനേ പറ്റുന്നുണ്ടാവില്ല, കാരണം ഫോണാണെന്നുണ്ടെങ്കിലും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടാവില്ല, ഫോണാണെന്നുണ്ടെങ്കിലും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടാവില്ല കേട്ടോ. നെക്സ്റ്റ് ടൈം കാണിയെന്ന് വെച്ചാൽ മോർണിംഗിൽ എണീക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫോണിന് അപ്പുറം എനിക്കിട്ട് ഓർമ്മ വരിക, എന്നിട്ട് പറയുന്നുണ്ട് നൈറ്റ് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയില്ല എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് പറയും നീ ഭയങ്കരമായിട്ട് ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നീ പറഞ്ഞത് പേണ് നിന്നെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെയാണ് നീ പറഞ്ഞു പറയുമ്പോഴത്തേക്കും അവൾ പറയും ഞാൻ അങ്ങനെ പറഞ്ഞോ. അപ്പോൾ അവൾ പറയുമ്പോൾ നീ അങ്ങനെ തന്നെ പറഞ്ഞതെന്ന് പറയും കേട്ടോ, നീ അത് ഓർക്കുന്നില്ല എന്നൊക്കെ നമ്മൾ പ്രേം ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് അപ്പോഴും മറയ്ക്കുന്നുണ്ട്. അവൾ പറയുന്നുണ്ട് ഇല്ല എനിക്കറിയില്ല, ഞാൻ ആ സമയത്ത് ഒരുപാട് കുടിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പറഞ്ഞു പോകുന്നതായിരിക്കും, നീ അത് കാര്യമാക്കണം എന്നൊക്കെ പറയും കേട്ടോ. നമ്മുടെ പ്രിമ്മാണെന്നുണ്ടെങ്കിൽ എല്ലാം വിശ്വസിക്കുന്നൊരു പൊട്ടിയതുകൊണ്ട് തന്നെ അവൾ അതും വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പ്രിമ്മും എന്താണ് അവളുടെ ഇൻറ്റേൺഷിപ്പിന് വേണ്ടിയിട്ട് വർക്കിന് പോയേക്കുന്നതാണ്. പക്ഷേ അവൾക്കാണെന്നുണ്ടെങ്കിൽ മനസ്സിൽ ഇത് തന്നെയായിരിക്കും കേട്ടോ അവൾ പറഞ്ഞ കാര്യങ്ങൾ, അതുകൊണ്ട് തന്നെ അവൾക്ക് വർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല.
അപ്പോഴത്തേക്കും നമ്മുടെ പ്രിമാണ് നമ്മളെ പേണ് കോളാക്കുന്നുണ്ട്, പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഒന്ന് കാണണം, മീറ്റ് ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കനാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആവും കേട്ടോ. പ്രിമ് വിളിച്ചല്ല മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ പെങ്കൊച്ച് ചോദിക്കുന്നുണ്ട് എനിക്കൊരു കാര്യം അറിയണം. ലാസ്റ്റ് നൈറ്റിൽ നമ്മുടെ ഫോൺ പറഞ്ഞു നിങ്ങൾ നമ്മുടെ ഡേറ്റാണ്, സത്യമാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ചെക്കൻ ചോദിക്കും ഇതാര് പറഞ്ഞു, അതൊന്നും സത്യമില്ല എന്നതിന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ പെങ്കൊച്ച് പറയും സത്യമാണോ അല്ലയോ, നീ അത് സത്യമായിട്ട് എന്നോട് പറയണം, നിങ്ങൾ തമ്മിൽ ഡേറ്റിലാണോ നീ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കനാണെങ്കിലും ഈ സത്യങ്ങളൊന്നും മറച്ചു വയ്ക്കാൻ പറ്റില്ല കേട്ടോ. അവൻ യെസ് എന്ന് പറയും. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രിമിനാണെങ്കിൽ ഭയങ്കര സങ്കടമാവും കേട്ടോ. ചോദിക്കുന്നുണ്ട് എന്നേക്കാളും മുന്നേ ആണോ അതല്ല എന്നതിന് ശേഷമാണോ അല്ല ഞങ്ങൾ രണ്ടാളും നീ ഒരുമിച്ചാണോ നോക്കിയത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൻ പറയുന്നുണ്ട് എന്താണ് എനിക്ക് നിന്നെ കണ്ട സമയത്തും അവളോടൊരു ക്രഷ് ഉണ്ടായെന്നുള്ള രീതിയിൽ പറയട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രിമിനൊട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അവൾ ഒന്നും മൈൻഡാക്കാണ്ട് അവൾ അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട് കേട്ടോ. എണീറ്റ് പോകുന്നിടത്ത് നമ്മുടെ ചെക്കനാണെങ്കിൽ പിടിച്ച് നിർത്തുന്നിട്ട് പറയുന്നുണ്ട് എന്താണ് ആദ്യം എനിക്ക് ഫോണിനോട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം അതില്ല, നിന്നോട് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് എന്നൊക്കെയാണ് പറഞ്ഞിട്ട് പ്രിമിനെ കൺവിൻസ് ചെയ്യാണ്ട് നോക്കുന്നുണ്ട്. പക്ഷേ പ്രിമാണെന്നതിൽ പറയുന്നുണ്ട് എനിക്കിതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല, എനിക്കിത് നേരത്തെ എന്നോട് പറയാമായിരുന്നുള്ള രീതിയിൽ അവളിനെ പറഞ്ഞിട്ട് അവളിലൊക്കെ അറിഞ്ഞുകൊണ്ട് പോകുന്ന കേട്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മളെ ചെക്കനെ നോക്കി നിൽക്കുന്നുണ്ട്, എന്ത് ചെയ്യുന്നൊന്നും അവനറിയില്ല, അവനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ടൈം കാണുന്നത് വെച്ചാൽ ഇവർ കോളേജിൽ വരുന്നുണ്ട്, പക്ഷേ നമ്മുടെ പ്രിമാണെന്നുണ്ടെങ്കിൽ പോകണ വേണ്ടിയിട്ട് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർ ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് മീറ്റ് ചെയ്തിരിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവർ കോളേജിലൊക്കെ വരുന്നുണ്ട്, പക്ഷേ ഇവർ തമ്മിൽ അധികം സംസാരമൊന്നും ഇല്ല കേട്ടോ. നെക്സ്റ്റ് കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ ആർട്ടിനെയും അതുപോലെ തന്നെ നമ്മുടെ മാഡത്തിനെയാണ് കേട്ടോ കാണിക്കുന്നത്. ആർട്ടിനെ പറയുന്നുണ്ട് ഞാൻ എന്നെ വിളിപ്പിച്ചത് വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടല്ല, ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനിട്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ മാഡം എന്നെ പറയുന്നുണ്ട് എന്താണ് എൻ്റെ ഒരു ഫ്രണ്ട് പാരീസിലുണ്ട്, അപ്പോൾ അവൻ ഒരു ഫോട്ടോഗ്രാഫറെ നോക്കുന്നുണ്ട്, നീ അവൻ്റെ കൂടെ പൊക്കോ, അസിസ്റ്റൻ്റായിട്ട് പൊക്കോ എന്ന് തന്നെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ഹാർട്ട് പറയും അയ്യോ എനിക്ക് പറ്റത്തില്ല, എനിക്ക് ഇംഗ്ലീഷൊന്നും അറിയത്തില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ മാഡം പറയുന്നുണ്ട് അതൊന്നും സാരില്ല, അവൻ തായ് ഭാഷക്കാരനാണ്, അവൻ തായ് സംസാരിക്കും എന്നൊക്കെ എന്നെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയും ഞാൻ ഇതുവരെയും ഇത്രയും ദൂരെയൊന്നും പോയിട്ടില്ല, അപ്പോൾ എനിക്കറിയില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ചു പറയും അതൊന്നും സാരില്ല, നിനക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്, നീ പോയി കഴിഞ്ഞാൽ നിനക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും, നന്നായിട്ട് തിങ്ക് ചെയ്യുന്നൊക്കെ പറയും കേട്ടോ. എന്നിട്ട് പറയും നിൻ്റെ ഏജിൽ ഞാനായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും ഓഫ് കോഴ്സ് അത് യെസ് പറഞ്ഞേനെ, നീയും യെസ് പറയണം എന്നൊക്കെ പറയും. അപ്പോഴത്തേക്കും നമ്മുടെ ചെക്കന്മാരായിട്ട് ആലോചിച്ചിട്ട് അവൻ്റെ അമ്മേനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയും കേട്ടോ. അപ്പോൾ അമ്മ പറയും നീ എന്തായാലും പോകണം, കാരണം അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ നല്ലൊരു ജോലിയിലേക്ക് കിട്ടാൻ പോകുന്നുള്ള രീതിയിൽ. അമ്മ പറയും നീ വെറിഡ് ആവണ്ട, നീ പോകണം എന്നൊക്കെ പറയും കേട്ടോ. നെക്സ്റ്റ് കാണിക്കുന്നത് വെച്ചാൽ ഇവനിങ്ങനെ ഫ്രണ്ട്സിനോടൊക്കെ ഇത് അവതരിപ്പിക്കാൻ കേട്ടോ, ഇങ്ങനെ എന്താണ് ഇവന് പാരീസിൽ പോകേണ്ടതുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ പെൺകൊച്ചുങ്ങൾക്ക് ഭയങ്കര പോസിറ്റീവ് ആവട്ടെ. അതായത് എന്താണ് ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ഇവർക്ക് ജോലി കിട്ടുന്നുണ്ടല്ലോ, അതിൽ ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവട്ടോ. നെക്സ്റ്റ് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇവരെല്ലാവരും തന്നെ ഭയങ്കര ഹാപ്പിയാണ്. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ ആർട്ട് പോകുന്നുള്ള രീതിയിലാണ് കേട്ടോ. ഇവർ ഓരോരോ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്, ഇൻറ്റേൺഷിപ്പ് ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്, എല്ലാവരും ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ ഇവരിങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ടായിരിക്കും കേട്ടോ ഫോട്ടോഗ്രാഫർ. അപ്പോൾ നമ്മുടെ പ്രിമിൻ്റെ അടുത്ത് വേറൊരു പയ്യനായിരിക്കും നിൽക്കുന്നുണ്ടാവാം, അവനാണെങ്കിൽ വേറെ ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആർട്ട് പറയുന്നുണ്ട് നീ ഇതിനെ ഡിസ്റ്റൻസ് ഇട്ട് നീ നിൽക്കുന്നത് പറയുമ്പോഴത്തേക്കും നമ്മുടെ പ്രിം ആണെന്നുണ്ടെങ്കിൽ അവൻ്റെ ഫോണിൽ ഇങ്ങനെ മെസ്സേജ് അയക്കും ഈ ഒരു സ്പേസ് നിനക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എപ്പോഴും ഇട്ടേക്കുന്നത് ഇങ്ങനെ മെസ്സേജ് അയക്കും കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കന് ഭയങ്കരമായിട്ട് സങ്കടമാവും, അതിൽ സന്തോഷമാവുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിയെന്ന് വെച്ചാൽ ഇവൻ പോകുന്നതുകൊണ്ട് തന്നെ ഈവനിങ് എല്ലാവർക്കും ഒരു മീറ്റപ്പ് വെച്ചേക്കാണ്. പിന്നെ പറയുന്നുണ്ട് ഞാൻ എന്താണ് പാരീസിലേക്ക് പോവാണ്, ഒരുപാട് മിസ് ചെയ്യും, അതുപോലെ തന്നെ ഞാൻ ഇവിടെ വന്ന സമയത്ത് എനിക്ക് സീനിയേഴ്സിനൊന്നും ഒട്ടും ഇഷ്ടമില്ലായിരുന്നു, പക്ഷേ ഇപ്പം സീനിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഫ്രണ്ട്സാണ്, എല്ലാവരും നല്ല മെമ്മറീസാണ് തന്നിരിക്കുന്നത്, അതുപോലെ തന്നെ ഈ ഗ്യാങ്ങിനെയൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഭയങ്കരമായിട്ട് സങ്കടമായിട്ട് കണ്ണിൽ നിന്നൊക്കെ വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് കാണുമ്പോഴത്തേക്കും ഫ്രണ്ട്സ് ആണെങ്കിലും ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്നുണ്ട്. അങ്ങനെ അവരൊക്കെ ഇങ്ങനെ അറിയുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് നമ്മുടെ ചോമ്പൊക്കെ ഒരു ഫ്ലവർ ബൊക്കെ കൊടുക്കുന്നുണ്ട് ഒരാൾ, വേറൊരു ഫ്രണ്ട്സ് ആയിരിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ ചോമ്പ് പറയുന്നുണ്ട് നിനക്കറിയില്ലേ ഞാൻ ഓൾറെഡി എന്താണ് കമ്മിറ്റഡാണ്, എനിക്ക് ഓൾറെഡി ബോയ് ഫ്രണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ആ പയ്യൻ പറയുന്നുണ്ട് നിൻ്റെ ബോയ് ഫ്രണ്ട് തന്നെയാണ് ഇത് തന്നതെന്നൊക്കെ പറയട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ചോമ്പൊക്കെ ഭയങ്കര സന്തോഷമാവും, അവളതൊക്കെ അത് എടുത്തിട്ട് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ കാണിക്കുന്നത് വെച്ചാൽ ഇവരെല്ലാം ഈവനിങ്ങിൽ ജോയിൻ ചെയ്യാറ് നമ്മുടെ സീനിയറിൻ്റെ സ്ഥലത്തായിരിക്കുമല്ലോ, ഷോപ്പിലായിരിക്കും. അതുപോലെ തന്നെ എല്ലാവരും വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ പ്രിം ചോദിക്കുന്നുണ്ട് ഇത് ആർട്ട് വരാത്തെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആർട്ട് കുറേ ബൊക്കേസൊക്കെ ആയിട്ടിന് വരുന്നുണ്ട് കേട്ടോ. പിന്നെ പറയും എന്താണ്
മോർണിംഗിൽ നമ്മളെ ചോമ്പൊക്കെ പൊക്കി കൊടുത്തപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പോസിറ്റീവ് അടിച്ചില്ല, അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എന്താണ് പ്രിമ്മിനും ഫോണിനും അതേപോലെ തന്നെ നമ്മുടെ പേണിനും കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ചോമ്പൊക്കും അവൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അവനാണെന്നുണ്ടെങ്കിൽ ചോമ്പൊക്കെ കൊടുക്കുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ചോമ്പനോട് എന്തോ ഒരു ഇഷ്ടമുള്ള പോലെ, അവൻ എപ്പോഴും നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇവൻ എന്താ ഇപ്പോൾ ഇങ്ങനെയുള്ള രീതിയിൽ ആലോചിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളോ എന്നിട്ട് പറയുന്നുണ്ട്, നീ വേഗം വരണം, എന്താണ് എയർപോർട്ടിലേക്ക് പോകേണ്ട സമയമായി എന്ന് പറയുമ്പോഴത്തേക്കുമാണ് ഇവർക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇവൻ പാരീസിലേക്ക് പോകാനുള്ള സമയമായി, അതുകൊണ്ടാണ് അവൻ ഈ ഫ്ലവർ വേസൊക്കെ കൊണ്ട് തന്നതെന്ന് അവന് മനസ്സിലാവാം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ പോകാൻ ചോദിക്കുന്നുണ്ട്, നീ എന്താണെന്ന് അവളോട് പറയാതിരുന്നേ അതൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയും, അല്ല അതൊന്നും പറയേണ്ടതെന്ന് വെച്ചിട്ടാണ്, നിങ്ങൾ സങ്കടപ്പെടുത്തേണ്ടതെന്ന് വെച്ചിട്ടാന്ന് പറഞ്ഞിട്ട് അവൻ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്ന സീനാണ് കേട്ടോ കാണിക്കുന്നത്. അവൻ മെയിനായിട്ട് സങ്കടപ്പെട്ടായിരിക്കും കേട്ടോ അവിടെ നിന്ന് പോകുന്നുണ്ടാവുക. നെക്സ്റ്റ് കാണിക്കുന്നത് എയർപോർട്ട് സീനാണ്. എയർപോർട്ടിൽ അവൻ്റെ അമ്മയുണ്ട്, അതുപോലെ അവൻ്റെ ഫ്രണ്ട് ഉണ്ട് കേട്ടോ. എന്നിട്ട് അമ്മ ഇങ്ങനെ ഹഗ് ചെയ്ത് പറയുന്നുണ്ട്, നീ ടേക്ക് കെയർ ആയിട്ട് ഇരിക്കണം, നിങ്ങളുടെ ഫുഡ് കഴിക്കണം, ടെൻഷനൊന്നും അടിക്കരുത്, എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ അവർ 4 ആളും കൂടി ഇവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ടിന് ഭയങ്കര സന്തോഷം. അവൻ്റെ ചോദിക്കുന്നുണ്ട്, നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പോവുകയാണെന്ന്, പിന്നെ എന്തിനാണ് നിങ്ങൾ വന്നതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പേണാണെന്നുണ്ടെങ്കിൽ അവൻ്റെ കയ്യിലൊരു ബുക്ക് ഉണ്ടാവും കേട്ടോ. ആ ബുക്ക് നമ്മുടെ ആർട്ടിന് കൊടുക്കാൻ വേണ്ടിയാണ് വന്നതെന്ന് പറഞ്ഞിട്ട് അവനെ ആ ബുക്കിനെ കൊടുക്കും കേട്ടോ. എന്നിട്ട് നമ്മുടെ ഫോൺ ചെന്നിട്ട് ഇങ്ങനെ ഹഗ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആർട്ടിനെ ഹഗ് ചെയ്തിട്ട് പറയും നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഫ്രണ്ട്സ് എല്ലാവരും തന്നെ ഹഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ പ്രിം പറയുന്നുണ്ട്, നീ എപ്പോഴും സേഫായിട്ടിരിക്കണം, ഒന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കരുത്, നീ നല്ല ഗുഡ് ജോബിലായിട്ട് മുന്നോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടും അവനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചെക്കന്മാരൊക്കെ മെയിനായിട്ട് ഇമോഷണലായിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചെക്കനാണെന്നുണ്ടെങ്കിൽ എയർപോർട്ടിലിരിക്കുന്ന സമയത്ത് ഇവർ കൊടുത്ത ഒരു പുസ്തകം വായിച്ച് നോക്കുന്നുണ്ടോ കാണുന്നത്. അതായത് എന്താണ് നമ്മുടെ ആർട്ടിന് വേണ്ടിയിട്ട് തന്നെ ഇവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ എഴുതിയിട്ടുള്ള ലെറ്റേഴ്സ് ആയിരിക്കും കേട്ടോ ആ ബുക്കിലുണ്ടാവുക. പറയുന്നുണ്ട്, നീ ഒരിക്കലും സങ്കടപ്പെടരുത്, നീ അവിടെ പോയിട്ട് നല്ലപോലെ ഫോട്ടോഗ്രാഫേഴ്സ് ആയിരിക്കണം, നീ ഞങ്ങളെപ്പറ്റി ചിന്തിക്കുക വേണ്ട, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലെറ്റേഴ്സ് ആയിരിക്കും കേട്ടോ. അത് നമ്മുടെ ആർട്ടാണെങ്കിൽ പാരീസിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും, അതുപോലെ ഫ്രണ്ട്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇൻറ്റേൺഷിപ്പ് ആയിട്ടുണ്ടാവും കേട്ടോ അവരുടെ. അപ്പോൾ ഇൻറ്റേൺഷിപ്പിൽ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്, ഫാമിലീസൊക്കെ ആയിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കുന്നത് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ പ്രിമ്മിനാണെന്നുണ്ടെങ്കിൽ ഫാമിലിയിൽ ആരും തന്നെ ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കുകയാണ്, എല്ലാവരും ഫോട്ടോസ് എടുക്കുന്നത് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ പേണാണെന്നുണ്ടെങ്കിൽ പേണ്ട അച്ഛനും അമ്മയുടെയൊക്കെ ഫോട്ടോ എടുക്കുന്നത് കാണുന്നുണ്ട്, നമ്മുടെ പെങ്കൊച്ച എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ അച്ഛനും അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോഴത്തേക്കും അച്ഛനമ്മ പെട്ടെന്ന് പറയുന്നുണ്ട്, അപ്പറേയും നീ അവിടെ പോയി നിൽക്കുക, ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ എടുത്തിട്ടാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ എന്താണ് പേണ്ട അച്ഛൻ ക്യാമറ വാങ്ങിച്ചിട്ട് നമ്മുടെ പ്രിമ്മിൻ്റെയും പേണ്ടയും കൂടെയുള്ള ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്ത് കൊടുക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ ഇവർ ഫ്രണ്ട്സ് എല്ലാവരും തന്നെ വരുന്നുണ്ട്, അവരെല്ലാവരും ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ഇൻറ്റേൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് ലാസ്റ്റ് ഡേയിൻ്റെ ഫോട്ടോസൊക്കെ അവർ എടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കഴിയുമ്പോഴത്തേക്കും ഈവനിങ് ഇവരെല്ലാവരും കൂടി ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചോമ പറയുന്നുണ്ട് ആർട്ടിന് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, അവനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുമ്പോഴത്തേക്കും ഇവരുടെ ആ ഒരു മിസ്റ്റർ ബട്ട് അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അയാൾ വന്നിട്ട് എന്താണ് കുറേ ലെറ്റേഴ്സ് ഇവരുടെ എല്ലാവരുടെയും കയ്യിലേക്ക് കൊടുക്കുന്നത് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട് ഇത് എന്ത് ലെറ്ററാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും മിസ്റ്റർ ബട്ട് പറയും, അതൊന്നും എനിക്കറിയില്ല, നിങ്ങളത് വായിച്ച് നോക്കാനായിട്ട് പറയുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ടിൻ്റെ ലെറ്റേഴ്സ് ആയിരിക്കട്ടെ. അതായത് ആർട്ട് പറയുന്നത് എന്താണ്, കൺഗ്രാറ്റ്സ് ഡിയേഴ്സ്, ഞാൻ ആ സമയത്ത് അവിടെ ഇല്ലാതായിപ്പോയി, അതായത് ഞാൻ നിങ്ങളെ വിഷ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആർട്ട് ഇവരുടെ ആ ഒരു ഇൻറ്റേൺഷിപ്പ് ഡേയിലുള്ള വിഷസ് അറിയിക്കുകയാണ്. പിന്നെ പറയുന്നുണ്ട് ഞാനിവിടെ നല്ലതായിട്ട് എന്താ പറയുക പോകുന്നുണ്ട്, ഞാനായിട്ട് തന്നെ എൻ്റെ ഫോട്ടോസൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഫോട്ടോസ് എടുക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഞാൻ നിങ്ങളെയൊക്കെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് ഇങ്ങനെ ലെറ്റേഴ്സിൽ എഴുതിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊക്കെ വായിക്കുമ്പോഴത്തേക്ക് ഇവർക്ക് ആർട്ടിനോട് സംസാരിച്ചൊരു ഫീലിങ്സ് തന്നെ ആയിരിക്കട്ടെ ഉണ്ടാവുക. അങ്ങനെ ഇവരിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. നെക്സ്റ്റ് കാണിക്കുന്നത് വെച്ചാൽ പ്രിമ്മിൻ്റെ വർക്കിൽ ഏർപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ പഴയ പോലെ തന്നെ നമ്മുടെ പേണായിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ പഴയ പോലെ തന്നെ അത്രയും അറ്റാച്ച്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല, ഫ്രണ്ട്ലി രൂപത്തിലായിരിക്കട്ടെ ഇവർ സംസാരിക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ ഇവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടി എന്താണ് ഈവനിങ് ഡിസിഷൻ എടുക്കുന്നുണ്ട്, നമ്മൾ ഇത്രയും വർക്കൊക്കെ ചെയ്യില്ല, അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും റിലാക്സേഷന് വേണ്ടിയിട്ട് 1 ഡേ ട്രിപ്പ് പോയാലെന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്താണ് ആണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് കുറേ വർക്ക് ഉള്ളത് തന്നെ അവൾ പറയും നൈറ്റ് ഞാൻ വന്ന് ജോയിൻ ചെയ്തോളാം എന്ന് പറയും. ചോമ്പോ ആണെന്നുണ്ടെങ്കിൽ വീട്ടിലെ പ്രശ്നം കൊണ്ടിട്ട് അവൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവില്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ പേണും ഫോണായിട്ടുണ്ട് കേട്ടോ വന്നിട്ടുണ്ടാവാം. അപ്പോൾ ഇവർ എന്ന് പറഞ്ഞാൽ കുറേ കാലത്തിന് ശേഷമായിരിക്കും ഒരുമിച്ച് ഒരു യാത്ര ചെയ്യുന്നുണ്ടാവാം, അതുകൊണ്ട് തന്നെ ഇവർക്കിടയിലുള്ള ഒരു പഴയ ഇഷ്ടം പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈവനിങ് ടൈമിൽ അവരിങ്ങനെ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചിരിക്കുന്നത് കേട്ടോ കാണിക്കുന്നത്. ഡ്രിങ്ക്സ് കഴിക്കുമ്പോഴത്തേനും നമ്മുടെ പെങ്കൊച്ചിനാണെങ്കിൽ ഇതിനോടുള്ള ഫീലിങ്സ് ഒന്നും അടക്കി പിടിച്ച് വെക്കാൻ പറ്റുന്നുണ്ടാവില്ല, അതുകൊണ്ട് നമ്മളിങ്ങനെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് എനിക്കിതിനോട് ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കനാണെന്നുണ്ടെങ്കിലും ആ ഒരു
എന്താണ് ഒരു റിലേഷൻ അവിടെ വെച്ച് ബ്രേക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അവനും അവളിൽ മുഴുകി പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രിമിനായിട്ട് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവൾ ആ ഒരു സ്ഥലത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടാളെയും കാണുന്നുണ്ടാവില്ല. അതുപോലെ എന്താണ് ഡ്രിങ്ക്സ് ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് മനസ്സിലാവും എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിൽ അവൾക്ക് മനസ്സിലാകുമ്പോഴത്തേക്കും അവളിങ്ങനെ നോക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും അവിടെ കാണുന്നുണ്ടാവാം നമ്മുടെ ഫോണും തമ്മിലുള്ള സെക്ഷനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കട്ടെ. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ചിന് ഭയങ്കരമായിട്ട് സങ്കടമാവും, വളരെ ഹേർട്ടാവും കേട്ടോ. പിന്നെ കാണുന്നത് വെച്ചാൽ നമ്മുടെ ഫോണിനെ പറയണം, അതായത് എന്താണ് ഇനിയും നമുക്ക് പുറകോട്ട് പോകേണ്ട ആവശ്യമില്ല, പഴയ പോലെ ആവണ്ട, ഞാനിപ്പോൾ നിന്നിൽ ഭയങ്കര സീരിയസ് ആണ്, നമ്മൾ സെക്സ് ചെയ്യുന്നതും വെറും ഒരു ഇതായിട്ട് നീ കാണരുത്, എനിക്ക് നിന്നോട് ഭയങ്കര ഇഷ്ടമാണ്, നമുക്ക് കപ്പിളായിക്കൂടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും നമ്മുടെ പെങ്കൊച്ച് പറയുന്നുണ്ട് പ്ലീസ് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു, നീ അത് സീരിയസ് ആയിട്ട് എടുക്കണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയും ഓക്കെ ഞാൻ ഓക്കെയാണ്, ഞാൻ സീരിയസ് ആണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ചിന് വളരെ ഇഷ്ടമാവും കേട്ടോ. അവരിങ്ങനെ ഹഗ്ഗൊക്കെ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് കാണുന്നത് വെച്ചാൽ നമ്മുടെ പ്രിം ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ടും സങ്കടപ്പെട്ട് ഇരിക്കുന്നത് കേട്ടോ കാണിക്കുന്നത്. ആ സമയത്തിന് നമ്മുടെ ഫോണും അകത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആർട്ടിനെ കാണിച്ചുകൊണ്ടാണ് ആർട്ട് അവൻ്റെ ജോലിയിൽ മുഴുകിയിരിക്കുകയാണ്. അവൻ ഫ്രീ ആവുന്ന സമയത്ത് അവൻ ചെയ്യുന്ന പെയിൻറ്റിങ്സ് ഒക്കെ അവൻ സെല്ല് ചെയ്യുന്നുണ്ട്. അതേപോലെ പെയിൻറ്റിങ്സ് ഒക്കെ വിൽക്കുന്നതാണ് കാണിക്കുന്നത്. ആ സമയത്തിനൊരു തായ് ഭാഷ പോലെ ഒരാളെ ഹലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഇതെവിടെ നിന്ന് പെട്ടെന്ന് തായ് ഭാഷ എന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രിമ്മിനെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ പ്രിം നമ്മുടെ ആർട്ടിനെ കാണാൻ വേണ്ടി വന്നേക്കാണ്. ആർട്ടാണെങ്കിൽ പ്രിമിനെ കാണുമ്പോഴത്തേക്കും ഞെട്ടിപ്പോവും, ഇവളെന്താ ഇവിടെ എന്നുള്ള രീതിയിൽ അവനെ ചോദിക്കുന്നുണ്ട്, നീ ഇതെങ്ങനെ എത്തി, ഞാൻ പോലും അറിയാണ്ട് ലൊക്കേഷൻ ഒന്നും അയച്ചു തരാണ്ട് നീ എങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ വരെ വന്നേന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ചു പറയും നീ എനിക്ക് ഞങ്ങൾക്ക് പോസ്റ്റ് കാർഡ് അയച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിനകത്ത് പിക്ചർ കണ്ടപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാണെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് നമ്മുടെ പ്രിം അതുപോലെ തന്നെ പറയുന്നുണ്ട്, നീ പോസ്റ്റ് കാർഡിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നീ ഫ്രീ ആവുന്ന സമയത്ത് ഇവിടെ ഉണ്ടാകും, നീ ഒരു പ്ലേസിൽ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ നിന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും ചെക്കൻ ഭയങ്കര സന്തോഷമാവും, കാരണം ഇവനെ തിരക്കി വന്നാണല്ലോ എന്നുള്ള രീതിയിൽ അവന് ഭയങ്കര സന്തോഷമാവും കേട്ടോ. അത് നമ്മുടെ ചെക്കൻ ചോദിക്കുന്നുണ്ട്, നീ ട്രാവലിന് വേണ്ടി വന്നതാണോ അതോ വെറുതെ എന്തെങ്കിലും ആരെങ്കിലും കാണാൻ വേണ്ടി വന്നതാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് പറയും, അല്ല ട്രാവൽ ചെയ്യാൻ വേണ്ടിയൊന്നും വന്നതല്ല, ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നതാ, അതിനപ്പുറം എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. ഇതൊക്കെ ചെക്കൻ പറയും ഓക്കെ നീ ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ ഇതൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കട്ടെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് പറയും വേണ്ട നീ നിൻ്റെ വർക്ക് ചെയ്തു, ഞാനിവിടെ വെയിറ്റ് ചെയ്യാന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയുന്നുണ്ട്, നീ അത്രയും ദൂരം ഇവിടെ എന്നെ കാണാൻ വന്നിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് ശരിയല്ല, വർക്ക് ഇനിയും ചെയ്യാലോ, വാ നമുക്ക് പോകാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചെക്കൻ അവളെയും കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ എൻ്റെ ഒരു സ്റ്റുഡിയോ ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ നടന്നു വരുന്നുണ്ട്. പക്ഷേ കുറേ കാലത്തിന് ശേഷം ആയിരിക്കില്ല കാണുന്നുണ്ടാവും, അതുകൊണ്ട് തന്നെ പണ്ടത്തെ പോലെ ഒന്നും സംസാരിക്കാനൊന്നും രണ്ടുപേർക്കും പറ്റുന്നുണ്ടാവില്ല കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ആർട്ടാണെങ്കിൽ പ്രിമിൻ്റെ ലഗേജ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും പ്രിമ് പറയുന്നുണ്ട് വേണ്ട ഞാൻ എടുത്തോളാം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആർട്ട് പറയും അതൊന്നും സാരില്ല, നീ അവിടെ ഇത്രയും വരെയും കൊണ്ടുവന്നില്ലേ, നമുക്ക് ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആർട്ട് താമസിക്കുന്ന ആ ഒരു സ്റ്റുഡിയോൻ്റെ അങ്ങോട്ടേക്ക് നമ്മുടെ പ്രിമിനെ കൊണ്ടുവരുന്ന കേട്ടോ കാണിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രിമിനെ ഓൾറെഡി താമസിക്കാൻ സ്ഥലം റെഡി ആയിട്ടുണ്ടാവില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും നമ്മുടെ ആർട്ടിൻ്റെ ആ ഒരു സ്റ്റുഡിയോൻ്റെ അങ്ങോട്ടേക്ക് നമ്മൾ പ്രിമിനെ കൊണ്ടുവന്നിട്ടുണ്ടാവാം. അപ്പോൾ പ്രിം അതൊക്കെ കൊണ്ട് ചോദിക്കുന്നുണ്ട് നീ ഇവിടെ ഒറ്റയ്ക്കാണോ താമസിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയുന്നുണ്ട് അല്ല ഞാൻ ഇവിടെ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഒരു ഗായി കൂടി ഉണ്ട്, പക്ഷെ പുള്ളിക്കാരൻ ഇപ്പോൾ ഒരു വർക്കിൻ്റെ ഭാഗമായിട്ട് പോയേക്കാണ്, ഇവിടെ ഇല്ല എന്നൊക്കെ എന്നെ പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ പെങ്കൊച്ച് പറയും ഓക്കെ ഞാൻ എൻ്റെ ലഗേജസ് ഒക്കെ എവിടെ വെക്കാന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയും അത് നീ എവിടെ വേണമെങ്കിലും വെച്ചോ, അതൊന്നും വലിയ കാര്യമില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ ചെക്കൻ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവർ രണ്ടാളും കൂടി ആ വിൻഡോയുടെ സൈഡിൽ നിൽക്കുന്നുണ്ട്, പക്ഷെ പ്രത്യേകിച്ച് ഒന്നും തന്നെ രണ്ടാളും സംസാരിക്കുന്നുണ്ടാവില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ ചോദിക്കുന്നുണ്ട് അന്ന് നമുക്ക് ഫുഡ് കഴിക്കാൻ വല്ല പോയാലെന്നുള്ള രീതിയിൽ നമ്മുടെ ആർട്ട് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് പറയും ഓക്കെ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ പുറത്തേക്ക് വരുന്ന കാണിക്കുന്നുണ്ട്. നമ്മുടെ പെങ്കൊച്ചിന് ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചെക്കനാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇവനിവിടെ താമസിക്കുന്നുണ്ട് തന്നെ, അവന് പൊതുവെ സ്ഥലങ്ങളൊക്കെ അറിയാവുന്നുണ്ടിട്ട് അവളെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിക്കുന്നുണ്ട്. നമ്മുടെ പെങ്കൊച്ചിനാണെങ്കിൽ അതൊക്കെ ഭയങ്കര റിലാക്സേഷൻ ആയിരിക്കും, കാരണം അത്രയും ഡിപ്രഷനിൽ നിന്നായിരിക്കുമല്ലോ അവൾ വന്നിട്ടുണ്ടാവാം. അപ്പോൾ നമ്മുടെ ആർട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് അവിടെ വിശേഷങ്ങൾ, ഞാൻ വന്നതിന് ശേഷം അവിടെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പെങ്കൊച്ച് പറയും അവിടെ കുറച്ചധികം വലിയ കാര്യങ്ങളൊക്കെ സംഭവിച്ചു, അത് ലോങ് സ്റ്റോറിയാണ് എന്നൊക്കെ പറയുമ്പോൾ ചെക്കൻ പറയും നീ എന്നാൽ ലോങ് സ്റ്റോറി ആയിട്ട് പറയണ്ട, എത്രയെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നീ പറയാൻ ഇങ്ങനെ പറയട്ടെ, എന്തെങ്കിലും ഷോക്കായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടോ എന്നുള്ളത് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് പറയും നമ്മുടെ ഫോണിന് ആക്സിഡൻറ്റ് പറ്റി എന്നുള്ള രീതിയിൽ പറയട്ടെ. അപ്പോൾ ഇത്
ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ആർട്ട് പെട്ടെന്ന് ഷോക്കായി പോകും. കാരണം അവൻ ഇത്രയും ഷോക്കിംഗ് ന്യൂസ് കേൾക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. എന്നിട്ട് എന്താണ് ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയത്, എന്താ ഉണ്ടായെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മുടെ പെങ്കൊച്ചാണെന്നുണ്ടെങ്കിൽ അവിടെ നടന്ന എല്ലാ സംഭവങ്ങളും പറയും കേട്ടോ. ഉണ്ടായ എല്ലാ കഥകളും പറയും. അത് പറയുമ്പോഴത്തേക്ക് അവൾ ആകെ ഇമോഷണൽ ആവുന്നുണ്ട്, ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. നമ്മളെ ചെക്കനാണെങ്കിൽ അവൾ കരയുന്ന കാണുമ്പോഴത്തേക്ക് ഭയങ്കര സങ്കടവും. അവനൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, അവൻ്റെ കണ്ണിൽ നിന്നും വെള്ളം നിറയുന്നുണ്ട്. അങ്ങനെ അവളൊന്നും ഇതാക്കാൻ വേണ്ടിയിട്ട് അവളെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ, അവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ കുറേയൊക്കെ കറങ്ങിയിട്ട് നമ്മുടെ പെങ്കൊച്ച് താമസിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരാനാണ് കേട്ടോ നോക്കുന്നുണ്ടാവുക. നമ്മുടെ പെങ്കൊച്ചിനാണെങ്കിലും ഇവിടുത്തെ ഭാഷയൊന്നും അത്ര ഇതില്ലാത്തതുകൊണ്ട് തന്നെ നമ്മളെ പെങ്കൊച്ചിനെ സഹായിക്കാൻ വേണ്ടി നമ്മളെ ആട്ടും കൂടെ ഉണ്ടാവും. അപ്പോൾ അവളാണെങ്കിൽ കീ വാങ്ങിയിട്ടുണ്ടാവില്ല, അതിൻ്റെ ഓണറിൽ നിന്ന് കീ വാങ്ങാൻ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ഓണറാണെങ്കിൽ കീ അവിടെ വെച്ചിട്ടുണ്ടാവില്ല. അപ്പം നമ്മുടെ ചെക്കൻ പറയുന്നത് വിളിച്ചു ചോദിക്കാൻ പറയുമ്പോഴത്തേക്കും അയാളാണെങ്കിൽ ഫോൺ എടുക്കുന്നുണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പെങ്കൊച്ച് പറയും നമുക്കെന്ന് വേറെ ആരെങ്കിലും വിളിച്ചാലോ ഇത് ഓപ്പൺ ആക്കുമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ആട്ട് പറയുന്നുണ്ട് ഇല്ല, അങ്ങനെ നമുക്ക് പറ്റത്തില്ല, ഇതൊന്നും സേഫ്റ്റി ഡോറാണ്, നമ്മുടെ നാട്ടിലെ പോലെ അല്ല, ഇവിടെ ഭയങ്കര സേഫ് ആയിട്ടുള്ള കാര്യം നടക്കത്തുള്ളൂ, നിനക്ക് കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ നീ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്, നമുക്ക് നാളെ മോർണിംഗിൽ പുള്ളിക്കാരനെ ഒന്ന് കീ വാങ്ങിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് തിരികെ വരാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് പറയും ഓക്കെ, എനിക്കതൊന്നും പ്രശ്നമില്ല, നമുക്ക് വേണമെങ്കിൽ നീ നിൽക്കുന്നിടത്തേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടാളും കൂടി നമ്മുടെ ആർട്ടിൻ്റെ സ്റ്റുഡിയോയിൽ അങ്ങോട്ടിങ്ങനെ നടന്നു വരുന്ന സീനാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ പെങ്കൊച്ചിനാണെങ്കിൽ ഭയങ്കര തണുക്കുന്നുണ്ടാവും, പക്ഷെ അവളൊന്നും പറയുന്നുണ്ടാവില്ല കേട്ടോ. നമ്മുടെ ആർട്ടിനാണെന്നുണ്ടെങ്കിൽ കാര്യം മനസ്സിലാവും, അവൾക്ക് ഭയങ്കര തണുക്കുന്നുണ്ടെന്ന് മനസ്സിലാവുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ടാണെന്നുണ്ടെങ്കിൽ അവരിട്ടുണ്ടായിരുന്ന ആ ഒരു കോട്ട് ഓവർകോട്ട് ഊരിയിട്ട് നമ്മുടെ പെങ്കൊച്ചിങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ചിന് ഭയങ്കര സന്തോഷമാവും കേട്ടോ. കാരണം ഇവൻ ഇത്രയും കെയർ ചെയ്യുന്ന കാര്യത്തിൽ അവൾക്ക് ഭയങ്കര സന്തോഷമാവും. അതുകൊണ്ട് തന്നെ അവളിങ്ങനെ നോക്കിയൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടാളും കൂടി നമ്മുടെ ആർട്ടിൻ്റെ സ്റ്റുഡിയോയിലോട്ട് വരുന്നതും കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ സ്റ്റുഡിയോയിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയും എൻ്റെ റൂം കുറച്ച് മെസ്സിയായിട്ട് കിടക്കുകയാണ്, നീ അതൊന്നും വിചാരിക്കേണ്ട, നിനക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും കാര്യമാക്കണ്ട, നീ ഈ ബെഡിൽ കിടന്നോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് അറിയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പെങ്കൊച്ച് അവിടെ ഉള്ള അവൻ എടുത്തു വെച്ച കുറേ ഫോട്ടോസൊക്കെ ഉണ്ടാവും കേട്ടോ, അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഡാർക്കായിട്ടുള്ളൊരു ഫോട്ടോ നമ്മുടെ പെങ്കൊച്ചിൻ്റെ കണ്ണിൽ കാണും കേട്ടോ. അപ്പോഴത്തേക്ക് അവളിങ്ങനെ ചോദിക്കുന്നുണ്ട് ആർട്ട് ഇതെന്താ ഈ ഒരു പിക്ചർ ഇങ്ങനെ ഡാർക്കായിട്ടിരിക്കുന്നത്, ഇതെന്താ സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ടാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയുന്നുണ്ടാവില്ല. കാരണം അത് നമ്മുടെ പെങ്കൊച്ചിൻ്റെ പിക്ചർ തന്നെയായിരിക്കും കേട്ടോ. നമ്മുടെ പ്രിമിനെ അവൻ ആദ്യമായിട്ട് കാണുമ്പോൾ എടുത്തിട്ടുണ്ടായിരുന്ന ആ പിക്ചർ ഉണ്ടാവുമല്ലോ, അത് തന്നെയായിരിക്കും എടുത്തിട്ടുണ്ടാവുക. അപ്പം നമ്മുടെ ചെക്കൻ പറയും അതിൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് ഞാൻ എടുത്തതാണ് അങ്ങനെ പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ പെങ്കൊച്ചിനെ ചോദിക്കുന്നുണ്ട് അത് എന്ത് പിക്ചറാണെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കനാണെന്നുള്ള ഒന്നും പറയുന്നുണ്ടാവില്ല. കാരണം അവളുടെ പിക്ചറാണല്ലോ, ഇനി അവളോടത് പറഞ്ഞ് അവൾക്ക് എന്തെങ്കിലും തോന്നണ്ടെന്നുള്ള രീതിയിൽ ചെക്കൻ പറയും അതൊന്നും എനിക്ക് ഓർമ്മയില്ല പ്രിം, ഞാൻ ആ സമയത്ത് വരച്ചതാണ്, ഇപ്പം എനിക്ക് അതിനെപ്പറ്റി ഒന്നും ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ആ സമയത്ത് എങ്ങനെയൊക്കെയോ ക്യൂട്ട് ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൻ അവിടെ കിടന്ന് ഉറങ്ങി പോകുന്നുണ്ട്. നമ്മുടെ പ്രിമിനാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡേ ആവുമല്ലോ, അതുകൊണ്ട് അവൾക്ക് ഒട്ടും ഉറക്കം വരുന്നുണ്ടാവില്ല. അപ്പം നമ്മുടെ പെങ്കൊച്ചാണെങ്കിൽ അവന് ബ്ലാങ്കറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവിടെയൊക്കെ കുറച്ചൊരു ഇരിക്കും. അതിനുശേഷം അവിടെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അതിനിടയ്ക്ക് അവൾക്കൊരു പോസ്റ്റ് കാർഡ് കണ്ണിൽ പെടും. കാരണം അവർക്ക് ഇതുപോലെ അയച്ചു കൊടുത്ത പോസ്റ്റ് കാർഡ് ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു പോസ്റ്റ് കാർഡായിരിക്കും. അതൊക്കെ ഞാൻ വായിച്ചിട്ട് അവളിങ്ങനെ അവനെ നോക്കി ചിരിക്കുന്നുണ്ട്. അതിനകത്ത് വേറൊരു പോസ്റ്റ് കാർഡ് കൊണ്ടുണ്ട്, അതായത് നമ്മുടെ പ്രിമിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ടാവും. അതെന്ന് വെച്ചാൽ പ്രിം, നീയാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്, അതുപോലെ തന്നെ നീയാണ് രണ്ടാമത്തെ ഫ്രണ്ട് എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളത്, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, അതുമാത്രമല്ല നീ എൻ്റെ വീട്ടിൽ വരണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നീ എൻ്റെ വീട്ടിൽ അന്ന് വന്നപ്പോഴത്തേക്കും നിനക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നോട് ഇതെടുക്കുക എന്നൊക്കെ പറഞ്ഞത്. ചിലപ്പോൾ നിനക്ക് ബോറടിച്ചാൽ നീ ഇനിയും എൻ്റെ വീട്ടിലേക്ക് വന്നില്ലെങ്കിലോ എന്ന് ഞാൻ പേടിച്ചിട്ടാണ് നിന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയത് എന്നുള്ള രീതിയിലൊക്കെ അങ്ങനത്തെ എഴുതിയിട്ടുണ്ട്. അത് മാത്രമല്ല എനിക്ക് നിന്നോട് പേടിയാണ്, നീ എന്തെങ്കിലും വിചാരിക്കുമോ, അതേപോലെ തന്നെ നീ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവണം ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, രാവിലെ എണീക്കുമ്പോൾ നിൻ്റെ സ്മൈല് കാണണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, അതേപോലെ നീ എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, അതിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഒരുപാട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഇത് വേറൊരു ഫ്രണ്ട്ഷിപ്പ് മാത്രമാണെന്നാണ്, പക്ഷേ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത് വെറൊരു ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല, അതിനകത്ത് ലവ് എന്നൊരു സംഭവം ഉണ്ടെന്ന് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലെറ്റർ ആയിരിക്കട്ടെ. അപ്പോൾ ഇത് വായിക്കുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ചാക്കി ഷോക്കായി പോകും. അപ്പോൾ അവൾക്ക് മനസ്സിലാവും നമ്മുടെ ആർട്ട് ഇവളെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്, അത് പ്യുവറായിട്ടുള്ളൊരു ലവ് ആണെന്നുള്ളത് നമ്മുടെ പെങ്കൊച്ചിന്
മനസ്സിലാവും കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഫോണിനെയും ചോമ്പോനെയും ആയിരിക്കും കേട്ടോ. ഫോൺ ഓൾറെഡി റിക്കവറായി വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ ഫോണിനെ ചോമ്പോനോട് ചോദിക്കുന്നുണ്ട്, ചോമ്പോ നീ പ്രിമിനോട് സംസാരിച്ചിരുന്നു ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രിം പറയും ഇല്ല, എന്താണ് ഞാൻ അവളോട് സംസാരിച്ചിട്ടില്ല, ഞാൻ അവളെ പിന്നീട് കണ്ടിട്ടില്ല എന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഫോൺ പറയുന്നുണ്ട് എനിക്ക് എങ്ങനെയും അവളെ കാണണം, എനിക്ക് അവളോട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രിം ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ചു പറയുന്നുണ്ട് എനിക്കറിയില്ല, എൻ്റെ കോളൊന്നും അവൾ പിക്ക് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ അവളുടെ ഇവിടെ ഉണ്ടായിരുന്ന വീടൊക്കെ അവൾ റെൻ്റ് കൊടുത്തിട്ടാണ് പോയേക്കുന്നത്, അവളുടെ ജോലിയും അവൾ ഉപേക്ഷിച്ചിട്ടാണ് പോയത് എന്നുള്ള രീതിയിൽ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഫോൺ ചോദിക്കുന്നുണ്ട് അവളെ ഫേസ്ബുക്കിൽ നീ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ചോദിക്കുമ്പോഴത്തേക്കും ഇല്ല കോൺടാക്ട് ചെയ്തിട്ടും കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫോണിന് ഭയങ്കര സങ്കടമാവും കേട്ടോ. എന്നിട്ട് ഫോൺ പറയുന്നുണ്ട് ഞാൻ കാരണമാണ് ഇത്രയൊക്കെ ഉണ്ടായത്, ഇങ്ങനെ ചോമ്പോ എനിക്ക് അങ്ങനെയല്ല അവളെ കാണണം, അവളെന്നെ വെറുക്കോ, ഞാനാണ് ഇതിനൊക്കെ കാരണമായത്, എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവളെന്നൊക്കെ അറിയുമ്പോഴത്തേക്കും നമ്മുടെ ചോമ്പ പറയുന്നുണ്ടില്ല അവളൊരിക്കലും നിന്നെ ഹെയ്റ്റ് ചെയ്യില്ല എന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്ക് ഫോൺ പറയുന്നുണ്ട് എനിക്ക് എങ്ങനെയല്ല അവളെ കാണുന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ എല്ലാം പൊട്ടിച്ചേർന്നിട്ട് അവളിങ്ങനെ ഓടിപ്പോകാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ചോമ്പ പറയുന്നില്ല നീ ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല, നമുക്ക് അവളെ എങ്ങനെയും കണ്ടുപിടിക്കാം, നീ കരയിലെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഫോണാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്നുണ്ട്, അവൾക്ക് ഭയങ്കര സങ്കടമാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ചോമ്പ പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ നമ്മളെപ്പോഴും ബെസ്റ്റ് ഫ്രണ്ട്സാണ് എന്ന് നമ്മളെപ്പോഴും ചിന്തിക്കണം എന്നൊക്കെ പറഞ്ഞതല്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫോൺ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് കേട്ടോ. അവൾ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്നുണ്ട്, അവൾക്ക് നിൽക്കാൻ പോലും പറ്റാണ്ട് അവൾ താഴേക്ക് ഇരുന്ന് പോകുന്നൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചോമ്പനോട് പറയുന്നുണ്ട് എനിക്കൊരു ചാൻസ് എങ്കിലും പ്രിമിനോട് തരാൻ പറയാമെന്നൊക്കെ പറയുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മൾ പ്രിമിനെയാണ് കാണിക്കുന്നത്. പ്രിമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആർട്ടിൻ്റെ അടുത്തേക്ക് വരാണ്, ആർട്ട് ഫോട്ടോസൊക്കെ അവിടെ കളക്ട് ചെയ്യായിരിക്കും കേട്ടോ. നമ്മുടെ പ്രിമിനാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലെറ്ററൊക്കെ വായിച്ചതിന് ശേഷം ഒരു എനർജി ഉണ്ടാകത്തില്ല, അവൾ ചിരിക്കുന്നൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയുന്നുണ്ട് വാ നമുക്കൊരു പിക്ക് എടുക്കാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ പ്രിം പറയുന്നുണ്ട് വേണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ ചോദിക്കുന്നുണ്ട് നോർമലി നിനക്ക് ഒരു പിക്ക് എടുക്കണം ഭയങ്കര ഇഷ്ടമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പറയുന്നത് സ്ഥലം നീ ഇവിടെ നിൽക്കുക ഞാൻ എടുക്കാമെന്നൊക്കെ പറയും കേട്ടോ. എടുക്കാൻ പോകുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ചാണെങ്കിൽ ചിരിക്കുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ആർട്ട് പറയുന്നുണ്ടോ ചിരിക്കുന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവൾ കഷ്ടപ്പെട്ടൊക്കെ ചിരിക്കുന്നുണ്ട്. നെക്സ്റ്റ് കാണിക്കുന്നത് ഇവർ രണ്ടാളും കൂടി കീ വാങ്ങാനായിട്ടൊക്കെ വന്നിട്ടുണ്ട്. കീ വാങ്ങി അവളുടെ ലഗേജൊക്കെ അകത്ത് വെച്ചിട്ട് അവരെന്നെ പുറത്ത് കറങ്ങാൻ ഇറങ്ങിയേക്കാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ചാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടുന്നുണ്ടാവില്ല, എപ്പോഴും നമ്മുടെ ആർട്ടിനെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും മിണ്ടുന്നില്ല, നമ്മുടെ ആർട്ട് തന്നെ ആയിരിക്കട്ടെ കൂടുതൽ സംസാരിക്കുന്നുണ്ടാവുക. അപ്പോൾ അവരിങ്ങനെ പോകുന്നുണ്ട്, ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ആർട്ടിന് ഇഷ്ടമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മുടെ പ്രിമിനെയും കൊണ്ട് പോകുന്നുണ്ട്. അവിടെ നമ്മുടെ ആർട്ട് പറയുന്നുണ്ട് ഈ സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ എപ്പോഴും റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഇവിടെ വരാറെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പ്രിമിനാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ വരാം, അതായത് നമ്മുടെ പോസ്റ്റ് കാർഡിൽ വായിച്ച കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ വരാണ്. അപ്പോഴത്തേക്കും അവളിങ്ങനെ പറയുന്നുണ്ട് ഞാൻ നമ്മളൊരു കാര്യം ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയാം ആ ചോദിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ചാണെങ്കിൽ തുറന്നടിച്ച് പറയും നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ചെക്കൻ നീ എന്നത് അങ്ങനെയൊക്കെ ചോദിച്ചെന്നുള്ള രീതിയിൽ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ചു പറയും അതല്ല ലാസ്റ്റ് നൈറ്റ് ഞാൻ മര്യാദക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ നിൻ്റെ റൂമിലുള്ള കുറച്ച് തിങ്സൊക്കെ ഞാൻ എടുത്ത് നോക്കിയായിരുന്നു, അതിൽ നിന്ന് എനിക്കൊരു പോസ്റ്റ് കാർഡ് നീ എനിക്ക് എഴുതിയൊരു പോസ്റ്റ് കാർഡ് എനിക്ക് കിട്ടി, അത് ഞാൻ വായിച്ചായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചതെന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയും ഓ അതുകൊണ്ടാണോ നീ ഇത്രയും വിയേർഡായിട്ടിരുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ പെങ്കൊച്ചറിയും അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സൈലൻ്റ് ആയിപ്പോയത്, വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ അത്രയും ലോങ്ങിൽ നിന്ന് ഇവിടെ വന്നത് നിന്നെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സമയത്ത് ഞാനിത് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര ഷോക്കായിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റായിട്ട് നിന്നോട് ചോദിച്ചത്, നീ ഒന്നും വിചാരിക്കരുത് എന്നൊക്കെ എന്നെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ചെക്കൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നീ പറഞ്ഞതെല്ലാം ശരിയാണ്, നിന്നെ ഞാൻ ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ തന്നെ എനിക്ക് നിന്നോട് ഇഷ്ടമുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ആ ഇഷ്ടങ്ങളൊന്നും എന്നോട് പറയാൻ ആഗ്രഹിച്ചിരുന്നില്ല, കാരണം നിനക്കറിയാം പേൺ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ്, അപ്പോൾ അവന് നിന്നെ ഓൾറെഡി ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് അവനോട് എന്നെ പറയാൻ തോന്നിയില്ല, കാരണം അതെൻ്റെ പെണ്ണാണ് നീ മാറിക്കോ എന്നൊന്നും പറയാനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല, ഞാനത് എൻ്റെ ഉള്ളിൽ വെക്കുക ചെയ്തിട്ടുണ്ടായിരുന്നേ, ആ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ഞാൻ അതിനെ സ്നേഹിക്കായിരുന്നു എന്നൊക്കെ എന്നെ പറയും കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ചിനെ എന്ത് പറയണം എന്നൊന്നും അറിയാൻ പറ്റുന്നുണ്ടാവില്ല. നമ്മുടെ പെങ്കൊച്ചാണെങ്കിൽ യെസ്സും നോ ഒന്നും പറയുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ചെക്കൻ പറയുന്നുണ്ട് ഞാൻ വിചാരിച്ചു ചിലപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അതെൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നുണ്ടാവും, പക്ഷേ എത്ര സമയം കഴിഞ്ഞിട്ടും എൻ്റെ മനസ്സിൽ നിന്നത് പോകുന്നുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ഞാൻ ആദ്യമായിട്ട് സ്നേഹിച്ചൊരു പെൺകുട്ടി അതുകൊണ്ടായിരിക്കണം എനിക്ക് നിന്നോട് ഇത്രയും ഇഷ്ടമുണ്ടായിരുന്നത്. പിന്നെ അത് മാത്രമല്ല എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ എപ്പോഴും ഒരു എല്ലാവരെയും ഫ്രണ്ട്സിനെ പോലെ തന്നെ കാണണം, നമ്മളോട് ഒരാൾ ഫ്രണ്ട്ലി ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അയാൾക്ക് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് തന്നെ ഇരിക്കണം, അതുകൊണ്ടാണ് എന്നൊക്കെ എന്നെ പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ പെങ്കൊച്ചും പറയും നീ എൻ്റെ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടാണ്, എനിക്കിപ്പോൾ പെട്ടെന്നൊരു റിപ്ലൈ തരാൻ പറ്റത്തില്ല, എനിക്ക്
എനിക്കിപ്പോൾ തന്നെ എൻ്റെ മൈൻഡിൽ ഒട്ടും ഷുവറല്ല, ഞാൻ സ്നേഹിക്കുന്നുണ്ടോയെന്നൊന്നും ഷുവറല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊരു സമയമാണെന്നൊക്കെ നമ്മുടെ പെങ്കുച്ച് പോകുന്നുണ്ട്. നമ്മുടെ ചെക്കനാണെന്നൊന്നും പുത്തിരി ആവില്ല, കാരണം അവൻ ഓൾറെഡി അങ്ങനെയാണല്ലോ, മനസ്സിൽ വെച്ചെല്ലാം നടക്കുകയാണ്, ഒരു ഹോപ്പും ഉണ്ടാവില്ല കേട്ടോ. നെക്സ്റ്റ് കാണിക്കുന്നത് നമ്മുടെ ഫോണിൻ്റെ ബർത്ത്ഡേ. അവിടെ വെച്ചിട്ട് നമ്മുടെ ഫോണിനോട് നമ്മുടെ പ്രിം പറഞ്ഞിട്ടുണ്ടാവും അവിടെ ഒരു ആർട്ട് ഗാലറി തുടങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ പ്രിമ്മിൻ്റെ ആ ഒരു ഇഷ്ടം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫോണായിരിക്കും അവിടെ ആർട്ട് ഗാലറി തുടങ്ങുന്നുണ്ടാവുക. അപ്പോൾ ഇതെല്ലാം FBയിൽ ഇവർ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും, നമ്മുടെ ചോമ്പം പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ പെങ്കൊച്ച് കാണുന്നുണ്ട് കേട്ടോ, പ്രിം കാണുന്നുണ്ട്. അപ്പോൾ പ്രിമിന് മനസ്സിലാവും കേട്ടോ, പ്രിമിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ തുടങ്ങുന്നുണ്ടെന്ന് മനസ്സിലാവുമ്പോഴത്തേക്കും ഇവർ തീരുമാനിക്കും ഇനിയും ഇങ്ങനൊരു ഇത് വേണ്ട, കാരണം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഒരിക്കലും ഒരു ശത്രുത വേണം, നമുക്ക് തിരിച്ചു പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് വെച്ചാൽ ഒരു ഫ്ലാഷ് ബാക്കാണ്. അതായത് ചോമ്പോ ആ ഒരു FB പോസ്റ്റ് ഇട്ടത് നമ്മുടെ ഫോണിന് ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ആ ബ്ലഡ് കൊടുത്തത് നമ്മുടെ പ്രിമ്മാവും കേട്ടോ. ഇതെല്ലാം നമ്മുടെ ഫോൺ ഇപ്പോഴായിരിക്കും അറിയുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിന് എത്രയും പെട്ടെന്ന് പ്രിമിനെ കാണണം എന്നുള്ളൊരു ഇതായിരിക്കും കേട്ടോ. അവരായിട്ട് കരയുന്നുണ്ട്. നമ്മുടെ ചോമ്പോ അവരുടെ ആ ഒരു ഇൻഫോർമേഷൻ അറിയാം, നമ്മുടെ ആർട്ടും പ്രിമും എയർപോർട്ടിൽ വരുന്നുണ്ടെന്ന് അറിയും. അത് നമ്മുടെ ഫോണിനോടും പേണിനോടും വിളിച്ച് അറിയിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരണം എന്ന്. കുറേ നാൾക്ക് ശേഷം നമ്മുടെ പേണും ഫോണും ഒന്നായിട്ടുള്ളൊരു സീനാണ് കേട്ടോ ഈ ഒരു ഇതിലകത്ത് എൻഡിങ്ങിൽ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് വെച്ചാൽ ഇവർ 5 പേരെയും കാണിക്കുന്നുണ്ട്. അതായത് ഇവർ ആദ്യം എങ്ങനെയായിരുന്നോ ഒന്നായത്, ആ ഗ്രൂപ്പ് ഉണ്ടായത് എവിടെ നിന്നാണോ ആ ഒരു ഷിപ്പിൽ വെച്ചായിരിക്കുമല്ലോ, ആ ഒരു ഇത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ആർട്ടും പ്രിമും ഒന്നായിട്ടുണ്ടോ എന്നൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ഒരു പോസിറ്റീവ് തിങ്ക് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അതേ പോസിറ്റീവ് തിങ്കോട് കൂടി തന്നെ നമുക്ക് ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിച്ചാലോ. അപ്പോൾ നമ്മുടെ എക്സ്പ്ലനേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത്രയും കാലം ഉണ്ടായിരുന്ന ആ ഒരു സപ്പോർട്ട് ഇനിയും നമുക്ക് വേണം കേട്ടോ. അപ്പോൾ അടുത്ത സീരീസ് കാണുന്നവരേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് തസ്നി. ബൈ.